നിങ്ങൾക്ക് എൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ക്രൈസ്തവ പാരമ്പര്യം അവകാശപ്പെടാനില്ലാത്ത ഒരാളാണ് എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ അങ്ങനെ തന്നെ ആണോ എന്ന് അറിയാൻ വേണ്ടി വഴിയിലൊക്കെ നിൽക്കുന്നവരും കാണും. കാരണം ഈ ഷമീർ എന്നൊക്കെ കേൾക്കുമ്പം അങ്ങോട്ടൊരു ആകെ ഒരു വല്ലാത്തൊരവസ്ഥയാണല്ലോ. സ്തോത്രം. അത് സത്യമാണ്. പാരമ്പര്യ ക്രിസ്തീയ കുടുംബത്തിലൊന്നുമല്ല ജനിച്ചു വളർന്നത്. പരമ്പരാഗതമായി ഇസ്ലാമിക കുടുംബ പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. അപ്പോൾ ചില ആൾക്കാർ നമ്മൾ ഈ കണ്ണൂരും കാസർഗോഡും ഒക്കെ ഇതുപോലെ ഒന്ന് പ്രസംഗിക്കുമ്പം, ഞാൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലത്ത് പ്രസംഗിക്കുന്ന ആളാണ്, പ്രസംഗിച്ചിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ ചില ആൾക്കാർ തമ്മിൽ പറയും, ചുമ്മാ തന്നെ ഇവർ ബെന്തിക്കോസുകാർ ചുമ്മാ കൊണ്ടുവന്ന് പറയിക്കുന്നത്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ യോഗം തീരുമ്പോൾ എൻ്റെ അടുക്കൽ വന്നാൽ ഇന്ന് നിലവിലുള്ള എല്ലാ കാർഡുകളും എന്ന് പറഞ്ഞാൽ ആധാർ, ഐഡൻറ്റിറ്റി, പാൻ കാർഡ്, പാസ്പോർട്ട്, ഇലക്ഷൻ കാർഡ്, അത്യാവശ്യം വേണ്ടപ്പെട്ട കാർഡുകളൊക്കെ എൻ്റെ പേഴ്സിലുണ്ട്. അതൊക്കെ കണ്ട് ബോധ്യപ്പെടാം. പിന്നെ വേറെ ചില ആൾക്കാർ പറയും, അതിപ്പം അമ്മ മുസ്ലിമോ അച്ഛൻ ഹിന്ദുവോ അല്ലെങ്കിൽ അച്ഛൻ ക്രിസ്ത്യാനിയോ അമ്മ മുസ്ലിം അങ്ങനെ കാണാൻ വരുന്നത്, അല്ലാതൊന്നും അങ്ങനെ ആരും പോകാൻ സാധ്യതയില്ല എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ സങ്കന ഇരത്തിലൊന്നും വന്നതല്ല. പാരമ്പര്യമായി അബ്ദുൽ സലാം ജമീല ദമ്പതികളിൽ 3 മക്കളിൽ ഒരുവനായി ജനിച്ചു വളർത്തപ്പെട്ടു. 2002 വരെ ഇസ്ലാമിക ചിട്ടകളും പശ്ചാത്തലങ്ങളുമൊക്കെ അനുസരിച്ചും പഠിച്ചും തന്നെ ജീവിച്ചു. എന്നാൽ 2002 ഒന്നുകൂടെ പറഞ്ഞാൽ 2/8/2002 ഉച്ചയ്ക്ക് 12:40 ജീവിക്കുന്ന ഏക സത്യ നിത്യ ദൈവമായ യേശു ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. 2002 ഈ വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു. കൃപയാൽ ഈ 16 വർഷങ്ങളായി ഈ വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുവാൻ കർത്താവ് സഹായിച്ചു. എൻ്റെ ഭവനത്തിൽ അപ്പനും അമ്മയും, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ബാപ്പയും ഉമ്മയും, 2 പെങ്ങന്മാരും വല്യുമ്മായും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. എന്നാൽ കൃപയാൽ എൻ്റെ പിതാവ് ഒഴികെ എൻ്റെ ഉമ്മായിക്കും 2 പെങ്ങന്മാർക്കും വല്യുമ്മായിക്കും ദൈവമക്കളായി തീരുവാൻ കർത്താവ് അവസരം നൽകി. എൻ്റെ കുടുംബത്തെ വ്യക്തമായി നേരിട്ടറിയാവുന്ന ദൈവദാസന്മാരാണ് ജിജി പാസ്റ്റർ, സൈമൺ ഡാനിയൽ പാസ്റ്ററൊക്കെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, അറിയാം. കഴിഞ്ഞ 16 വർഷത്തോളമായി വിശ്വാസ ജീവിതത്തിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കൊല്ലം ജില്ലയിൽ കുണ്ടറയ്ക്കടുത്ത് പെരിനാട് സെൻറ്ററിൽ ഉൾപ്പെട്ട നാന്തിരിക്കൽ IPC എന്ന ലോക്കൽ സഭയുടെ വിശ്വാസിയായിട്ടാണ് ഇപ്പം വരെയും തുടരുന്നത്. എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ ചിലർക്കൊരു ചിന്തയുണ്ട്, അങ്ങനൊന്നും അല്ലെന്ന്. അതൊക്കെ മനസ്സിരിക്കത്തേ ഉള്ളൂ, അങ്ങനെ തന്നെയാണ്. അങ്ങനെ 16 വർഷമായി വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുന്നു. അതാണ് എൻ്റെ സാക്ഷ്യം. എൻ്റെ ഭാര്യ സുനിത, 2 പെൺകുഞ്ഞുങ്ങൾ എനിക്കുണ്ട്. അദീന, അലീന എന്ന പേരുള്ള പെൺകുട്ടികൾ 5ലും 6ലുമായി പഠിക്കുന്നു. കർത്താവിൻ്റെ മഹത്വമുള്ള വയലിൽ അധ്വാനിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. ഇത്രയും പറഞ്ഞ ആ ഭാഗം വിടുകയാണ്. 2002 ഈ വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ച കാലം നിങ്ങൾക്കറിയാം. ഒരു മുസൽമാനോട് യേശു ക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, അംഗീകരിക്കില്ല. നമുക്കറിയാവുന്ന കാര്യം. ഇപ്പം എനിക്കത് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാരണം ഇവിടുത്തെ ക്രിസ്ത്യാനിയോട് ഇത് പറഞ്ഞിട്ട് അവൻ്റെ തലയിൽ ഇത് കയറുന്നില്ല. അതാ വലിയ സങ്കടം. സ്തോത്രം. എന്നാൽ 2002 ഈ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഒരുപാട് പേര് ചോദ്യങ്ങളുമായി എൻ്റെ അടുക്കൽ വന്നു. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളക്കാരുടെ ഒരു പ്രത്യേകതയാണ് എന്ന് പറഞ്ഞാൽ, കുടിച്ച് വെള്ളമടിച്ച് തുണിയില്ലാതെ ഓടെ കിടന്നാൽ ചോദിക്കാൻ ആളില്ല, പട്ടിണി കിടന്ന് അടുപ്പ് പുകഞ്ഞില്ലേ ചോദിക്കാൻ ആളില്ല, പിന്നെ എന്തൊക്കെ കേസിൽ പെട്ടാലും ആർക്കും ചോദിക്കണ്ട. പക്ഷേ അവൻ നാളെ ഒരു ദിവസം വെള്ള ഉടുപ്പ് വിട്ട് കൊട്ടാനിറങ്ങിയാൽ 4 ചുറ്റും നമ്മുടെ സദാചാര മാന്യന്മാർ വരും. പെന്തിക്കോസിപ്പ് ചുമ്മാ വേറെ വല്ല പണിയും നോക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒത്തിരി പശ്ചാത്തലം നമുക്കുണ്ട്, അത് പിന്നാലെ പറയാം. അപ്പം അങ്ങനെ 2002 ഈ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഒത്തിരി ആൾക്കാർ ചോദ്യങ്ങളുമായി വന്നു. ചില ആൾക്കാർ പറഞ്ഞു ബൈബിൾ ദൈവീകമല്ല, ചിലർ പറഞ്ഞു തിരുത്തപ്പെട്ടു, വേറെ ചിലർ പറഞ്ഞു നീ ഏകദൈവത്തെ വിട്ട് 3 ദൈവത്തിൻ്റെ അടുക്ക പോയെന്ന്. അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്തുവാൻ പല ദൈവദാസന്മാരെ സമീപിച്ചെങ്കിലും
ഒരു കാര്യം തുറന്നങ്ങ് പറയാം, 100% ഒന്നും പറഞ്ഞു തരാൻ ഇവിടുത്തെ ഒരു ഉപദേശമാർക്കും പറ്റത്തില്ല. ഇന്നും ചർച്ചകളല്ലേ. ഈ സത്യം അറിഞ്ഞു, ഇതിനകത്ത് വന്നു, കാര്യമൊക്കെ ശരിയാണെങ്കിലും ഇതിനകത്തും ഇപ്പം ചർച്ച യേശുവിൻ്റെ ദൈവത്വം 3 ഉണ്ടോ, ഇപ്പോഴും ചർച്ച നടക്കുമല്ലേ. അപ്പോൾ ഇതൊന്നും 100% പറഞ്ഞു തരാൻ ലോകത്തിലൊരു മനുഷ്യനും പറ്റത്തില്ല. പക്ഷേ ഇന്ന് പൂങ്കാവിനോട് പറയാം, ഉലകത്തിലൊരു മനുഷ്യനും പൂർണ്ണമായി പറഞ്ഞു തരാൻ കഴിയത്തില്ലെങ്കിൽ അതിന് കഴിയുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. ഉത്തരങ്ങൾ പലതും മനസ്സിന് തൃപ്തികരമല്ലാത്തത് കൊണ്ട് ശരിയായ ഉത്തരം കണ്ടെത്തുവാൻ 2002 ഈ വേദപുസ്തകം ഒന്ന് വായിക്കാൻ തീരുമാനിച്ചു. ഇന്ന് രാത്രി പൂങ്കാവിൽ അഭിമാനത്തോടെ ഈ പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഷമീർ അബ്ദുൽ സലാം പറയുന്നു, വായിക്കും തോറും ആമേ ഹൃദയത്തോട് ചേർത്തു പിടിക്കുവാൻ ഇത്രയധികം ആവേശം കൊള്ളിച്ച, ഇത്രയധികം ത്രില്ലടിപ്പിച്ച മറ്റൊരു പുസ്തകവും ഉലക ചരിത്രത്തിലില്ലെന്ന് ഇന്ന് രാത്രി പൂങ്കാവിനോട് കൈമാറുന്നതിൽ എനിക്ക് വളരെ ആനന്ദമുണ്ട്, അഭിമാനമുണ്ട്. ആമേൻ. അപ്പോൾ ചോദിക്കാം, ഷമീറേ, തനിക്ക് ഇത്രയും ആവേശം കൊള്ളാൻ എന്താ ഈ പുസ്തകത്തിന്റെ പ്രത്യേകത? 1, 2, 3 എന്നിങ്ങനെ കമ്പിവാചകത്തിൽ പറഞ്ഞ അടുത്ത ചിന്തയിലേക്ക് പ്രവേശിക്കാം. ഈ പുസ്തകം ചേർത്ത് പിടിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഒന്നാമത്തെ ഘടകം, ഈ പുസ്തകം ഒരു മതഗ്രന്ഥം അല്ല എന്നുള്ളതാണ്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ഞാൻ പറഞ്ഞു വന്നേ അതാ, പണ്ടൊക്കെ നമ്മുടെ കർത്താവ് വരാൻ സമയമായെന്നൊക്കെ അപ്പച്ചന്മാർ പറഞ്ഞാൽ പിന്നെ ഒരു 10 മിനിറ്റ് പ്രസംഗമൊന്നും നടക്കുകയില്ല. അയ്യോ, ആത്മാവിലെ എന്നെ ആരാധന എന്നറിയാം. അത് നിർത്തിയിട്ട് വേണ്ടേ പിന്നെ പ്രസംഗിക്കാൻ. ഇത്ര പ്രത്യാശയാണ് യേശു വരുന്നെന്ന് കേട്ട. ഇന്നിപ്പോൾ യേശു വരുന്നെന്ന് ഉപദേശം വായിച്ചു, ഞാൻ ഏറ്റു പറഞ്ഞു. നീ എങ്ങാനും വന്നാലോ എന്ന് വിചാരിച്ച് കണ്ണും തള്ളിയിരിക്കുന്ന പോലെയാണ്. സ്തോത്രം. അതിന് കാരണമുണ്ടായി. ഇപ്പം യേശു വരുന്നെന്ന് കേട്ടാലൊന്നും വലിയ ആത്മാവൊന്നും വരത്തില്ല. ഇപ്പം ആത്മാവ് വരണമെങ്കിൽ ഇവിടെ കുറേ മായാവികൾ ഇറങ്ങിയിട്ടുണ്ട്. നടുവേദന, പല്ലുവേദന, ഉളുക്ക്, പിരിപ്പ്, തരിപ്പ്, ഇങ്ങനെ കൊട്ടൻ ചുക്കാതെ വിൽക്കാൻ നടക്കേണ്ടവന്മാരെല്ലാം സ്റ്റേജ് കെട്ടി ഇങ്ങനെ കുനിഞ്ഞേന്ന് ഇത് തന്നെ വേദി മൊത്തം. അയ്യോ, സഹിക്കാമേ. ഭൂതങ്ങളെല്ലാം ഇപ്പം ടി വിക്കകത്തൂടെ ഇറങ്ങിയിട്ടുണ്ട്. പോട്ടെ, ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. വളരെ ബന്ധപ്പെട്ട് നടത്തുന്ന യോഗമാണ്, അതുകൊണ്ട് അതിലോട്ടൊന്നും പോകുന്നില്ല. അപ്പം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പുസ്തകം ഒരു മതഗ്രന്ഥമല്ല എന്ന് ഞാൻ പറയുമ്പോൾ അത് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കാരണം ഈ പുസ്തകത്തിൽ എവിടെങ്കിലും മതം പഠിപ്പിക്കുന്നുണ്ടെന്നോ, മതം സ്ഥാപിക്കാൻ പഠിപ്പിക്കുന്നുണ്ടെന്നോ, മതം മാറ്റാൻ പഠിപ്പിക്കുന്നുണ്ടെന്നോ, മതത്തിനു വേണ്ടി കൊല്ലാനോ ചാകാനോ അങ്ങനെ എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെന്നോ, ഈ പുസ്തകത്തിൽ നിന്ന് ഒരു അരവാക്യം, മുറിവാക്യം, കൊച്ചു കഷണം കൊണ്ടുവന്ന് തെളിയിക്കാൻ പ്രാഗൽഭ്യമുള്ളവർ പൂങ്കാവിലുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം ഒരു മതഗ്രന്ഥമാണെന്ന് തെളിയിക്കാൻ പ്രാഗൽഭ്യമുള്ളവർ രംഗത്ത് വന്ന് തെളിയിച്ചാൽ ഇന്ന് രാത്രിയിൽ ഈ പുസ്തകം താഴെ വെച്ച് ഷമീർ നിങ്ങൾ പറയുന്ന ദൈവത്തെ ആരാധിക്കും. ആമേൻ. 16 വർഷമായി ഇത് ചോദിക്കാൻ തുടങ്ങി. കേരളം മൊത്തം ചോദിച്ചു, അമേരിക്കയിൽ പോയി ചോദിച്ചു, ലണ്ടനിൽ പോയി ചോദിച്ചു. ഇതുവരെയും ആരും മറുപടി പറഞ്ഞിട്ടില്ല. കാരണം ഇതൊരു മതഗ്രന്ഥമല്ല. എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? നാട്ടിൽ ചില ആൾക്കാർ നമ്മുടെ സുവിശേഷ യോഗത്തിനിട്ടിരിക്കുന്ന പേരാണ് മതം മാറ്റമെന്ന്. ചുമ്മാ വട്ടത്തരം പറയാതൊടൂ. മതം മാറിയിട്ട് എന്തുവാ ഇവിടെ കാര്യം? ഡെയിലി 2 കുപ്പി വെള്ളമടിച്ച് നടക്കുന്ന മാധവനെ ക്രിസ്ത്യാനി പിടിച്ച് വെള്ളത്തിൽ മുക്കി മത്തായിയാക്കി, മതം മാറ്റി. മാധവനായപ്പോഴും അടിക്കും 2 കുപ്പി, മത്തായി ആയപ്പോഴും അടിക്കും 2 കുപ്പി. മാറിയിട്ട് വല്ല കാര്യമുണ്ടോ? പക്ഷെ നമ്മുടെയൊക്കെ നാട്ടിൻപുറത്ത് ഒരു തരം ചെടിയുണ്ട്. അതിനെ നമ്മുടെ നാട്ടുകാർ, കൊല്ലത്തുകാർ ഞങ്ങൾ വിളിക്കുന്ന പേര് ചൊറിതണം എന്നൊക്കെ, അങ്ങനെയൊക്കെ തന്നെയല്ലേ ഇവിടെ വിളിക്കുന്നത്. എന്താ അങ്ങനെ വിളിക്കാൻ കാരണം? അതിൻ്റെ സ്വഭാവം അങ്ങനെ. അത് ആരുടെ മേത്ത് കയറിയാലും ചൊറിയും, അതുകൊണ്ട് അങ്ങനെ വിളിക്കും. ചൊറിതണത്തെ പറമ്പിൽ നിന്ന് വേരോടിളക്കിയെടുത്ത് വീട്ടിൻ്റെ ഫ്രണ്ട് ഹോളിൽ ചില്ലിട്ട AC റൂമിൽ ഷോക്കേഴ്സിൽ കൊണ്ടുവച്ചാലും ചൊറിയണം. എന്ത് ചെയ്യും വച്ചാ? എന്ത് ചെയ്യാം റജി പാസ്റ്ററെ? ചൊറി. റജി പാസ്റ്ററിൻ്റെ സ്നേഹിതന്, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ ശ്രദ്ധിക്കുക, ചൊറിതണത്തിന്റെ സ്ഥലം മാറ്റിയാൽ ചൊറിയും. എന്നാ പേര് മാറ്റാം. ചൊറിതണത്തിന്റെ ഇലയിൽ ഒരു സ്റ്റിക്കറിനകത്ത് മണിക്കുട്ടി എന്ന് എഴുതി ഒട്ടിച്ചു വെക്കാം, എന്നാലും ചൊറിയും. അപ്പൊ സ്ഥലം മാറിയാലും പേര് മാറിയാലും സ്വഭാവം മാറിയില്ലെങ്കിൽ ചൊറിയും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി സുവിശേഷ സന്ദേശം നിമിത്തം പൂങ്കാവിലാരും മതം മാറണ്ട, പേര് മാറണ്ട, പകരം ഇന്ന് രാത്രി ചിലതിന്റെ സ്വഭാവത്തിനൊരു മാറ്റം വന്നാൽ കൊള്ളാമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, ഒപ്പം ഞാനും. ആമേൻ. അങ്ങനെയെങ്കിൽ ഇത് ആരുടെയും മതം മാറ്റുന്ന സന്ദേശമല്ല സഹോദര. മുൻവിധിയൊക്കെ കളഞ്ഞിട്ട്
വളരെ ശാന്തമായി ഈ സന്ദേശം ഒന്ന് കേട്ടാൽ നിന്റെ ജീവിതത്തിന് അത് അനുഗ്രഹമായിരിക്കും. സ്തോത്രം. ശ്രദ്ധിക്കുക. അപ്പൊ ഒന്ന്, ഇത് മതഗ്രന്ഥമല്ല. രണ്ട്, ഈ പുസ്തകം ചേർത്ത് പിടിക്കാൻ എന്നെ പ്രേരിപ്പിച്ച രണ്ടാമത്തെ ചിന്ത, ഈ വിശുദ്ധ തിരുവെഴുത്താകുന്ന വേദപുസ്തകം ഒരു പ്രവചന ഗ്രന്ഥമാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്താത്തതൊന്നും ഉലകത്തിൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ല, മേലാൽ സംഭവിക്കത്തുമില്ല. സകലതും ഇതിനകത്തുണ്ട്. അത് ഞാൻ പറയുമ്പോൾ ഓർക്കുന്നൊരു രംഗം ഞാൻ ഇവിടെ ഓർപ്പിച്ചല്ലോ. ജിജി പാസ്റ്റർ, ഞാൻ ഈ കവലെ പ്രസംഗിക്കുന്നയാളാ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കവലകളിൽ പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് നിൽക്കുക. ഇനി ഇടയ്ക്കുള്ള സ്ഥലമൊക്കെ വീണ്ടും അടുത്ത സമയങ്ങളിൽ പോയി കവർ ചെയ്യും. അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് എനിക്ക് ഈ കവലെ പ്രസംഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കാൻ ഇഷ്ടമുള്ളൊരു സ്ഥലമുണ്ട്, ഈ ബിവറേജ് കോർപ്പറേഷൻ്റെ മുമ്പിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങൾ ചോദിക്കുക, എന്നാ ബിവറേജിൻ്റെ മുമ്പിൽ പ്രസംഗിക്കാൻ എത്ര ഇഷ്ടമെന്ന്. തെറ്റിദ്ധരിക്കണ്ട, കുപ്പിയോടുള്ള മോഹം കൊണ്ടല്ല. പിന്നെന്താന്ന് ചോദിച്ചാൽ, ഇത്രയും ശാന്തമായി നിന്ന് കേൾക്കുന്ന അണ്ണന്മാർ വേറെ ഒരു സ്ഥലത്തുമില്ല. അതുകൊണ്ടാണ്. ഒരു വഴക്കുമില്ല. തുടക്കം മുതൽ അവസാനം വരെയും കൈയും കെട്ടി നിന്ന് കേൾക്കുന്ന അണ്ണന്മാരുള്ള സ്ഥലമാണ് ബിവറേജ് കോർപ്പറേഷൻ്റെ മുമ്പ്. പ്രതീക്ഷിക്കാത്ത അധികം ആളും അവിടെയുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഒരിക്കൽ ഞാൻ പറഞ്ഞു, ബൈബിൾ പ്രവചന ഗ്രന്ഥമാണ്, ഇതിലെഴുതാത്തതൊന്നും ഉലകത്തിൽ ഇന്നു വരെ സംഭവിച്ചിട്ടില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു കുടിയൻ ചേട്ടൻ ആടി അടുക്ക വന്ന് എൻ്റെ നേരെ മുഖത്ത് വന്ന് ഇങ്ങനെ നോക്കിയ. ഞാൻ പറഞ്ഞു, എന്നാ ചേട്ടാ, നിങ്ങളുടെ ബൈബിൾ എന്ന് പറഞ്ഞതാ പുള്ളി, നിങ്ങളുടെ ബൈബിൾ പ്രവചന ഗ്രന്ഥം ആണോ? ഞാൻ പറഞ്ഞു, അതേ, പ്രവചന ഗ്രന്ഥം ആണ്. എല്ലാം പ്രവചിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ എല്ലാം പ്രവചിച്ചിട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ അവിടുത്തെ യൂണിയൻ തൊഴിലാളികളും വ്യാപാര വ്യവസായികളും ഓട്ടോറിക്ഷ സഹോദരന്മാരും അവരൊക്കെ ഇങ്ങനെ കൈകെട്ടി പ്രസംഗം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഇത്രയും ആൾക്കാരിൽ നിന്ന് കേൾക്കുന്നത് കണ്ടപ്പോൾ ഇത് ഞാൻ എന്നെ ഒന്ന് കളിയാക്കിയാൽ കൊള്ളാവുന്ന ഒരു ചിന്ത. ചിലർക്ക് അങ്ങനെയാണല്ലോ, നമ്മൾ നടന്നു പോകുമ്പം ഒരു മനസ്സുഖം, ഇപ്പം നമുക്ക് തന്നെ അവർ സുഖിച്ചോട്ടെന്ന്. അപ്പം ഈ പുള്ളിക്കാരൻ എന്നെ ഒന്ന് കളിയാക്കിയാൽ കൊള്ളാവുന്നൊരു ചിന്ത. ആ ചിന്ത കണ്ടേ പുള്ളി എന്നോട് വന്നിട്ട് ചോദിച്ചു, അപ്പം എല്ലാം ഉണ്ട്? ഞാൻ പറഞ്ഞു, എല്ലാം ഉണ്ട്. അടുത്തൊരു പദം തെറ്റിദ്ധരിക്കരുത്, പുള്ളി പറഞ്ഞത് ഞാൻ അതുപോലെ അങ്ങ് പറയുക. പുള്ളി അടുത്തൊരു പദം എന്നോട് പറഞ്ഞു, കക്കൂസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം എന്നെ കളിയാക്കുകയാണ് പുള്ളിയുടെ ലക്ഷ്യം എന്ന് എനിക്ക് മനസ്സിലായി. ഞാനും ഒട്ടും വിട്ടില്ല. ചേട്ടൻ ഇപ്പോൾ അത്യാവശ്യം വേണ്ടത് അതാണെങ്കിൽ അതുകൊണ്ട് അങ്ങോട്ട് മാറി വയ്ക്കാൻ പറഞ്ഞു. ഉടനെ പുള്ളി പറഞ്ഞു, അതുകൊണ്ടോ? ഉണ്ടെന്ന്, എന്നാ എനിക്ക് കാണണം. എന്നാൽ കാണിച്ചു കൊടുത്തേ. ആവർത്തന പുസ്തകം 23:12. ആമേ. വിശുദ്ധ തിരുവെഴുത്തിൽ ആദ്യത്തെ 5 പുസ്തകമാകുന്ന ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്നിങ്ങനെ പഞ്ചഗ്രന്ഥമാകുന്ന തോറ എന്ന തൗറാത്ത് മോശയുടെ കരങ്ങളാൽ എഴുതപ്പെട്ടു. മോശയുടെ കരങ്ങളാൽ എഴുതപ്പെട്ട പഞ്ചഗ്രന്ഥത്തിന് ബൈബിൾ പണ്ഡിതന്മാർ വിലയിടുന്ന കാലപ്പഴക്കം ഏകദേശം 4000-നും 4500 വർഷത്തിനും ഇടയിൽ പഴക്കമുള്ള വേദപുസ്തകത്തിലെ ആദ്യത്തെ 5 പുസ്തകമാകുന്ന ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്നിങ്ങനെ പഞ്ചഗ്രന്ഥമാകുന്ന തോറ എന്ന തൗറാത്തിൽ ആവർത്തന പുസ്തകം 23:12 ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് രേഖപ്പെടുത്തിയ തിരുവചനം ശ്രദ്ധയിൽ കൊണ്ടുവരാം. വായിക്കാം. ബാഹ്യത്തിന് പോകുവാൻ നിനക്കൊരു സ്ഥലം പാളയത്തിന് പുറത്ത് ഉണ്ടായിരിക്കണം. ഇസ്രായേൽ ജനം മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് വാഗ്ദത്ത കനാനിലേക്ക് പുറപ്പെട്ടു പോകുമ്പോൾ യഹോവയായ ദൈവം പറഞ്ഞു, ഇസ്രായേലേ, നിന്റെ ആയുധങ്ങളുടെ കൂട്ടത്തിൽ ഒരു പാര കരുതണം. അടുത്ത വാക്ക് വായിച്ചു കൊടുത്തേ. നിന്റെ ആയുധങ്ങളുടെ കൂട്ടത്തിൽ ഒരു പാരയും ഉണ്ടായിരിക്കണം. ബാഹ്യത്തിന് പോകാൻ സ്ഥലം പുറത്ത് പോരാ, ഒരു പാര ആയുധങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകണം. അതെന്തിനാ ഉപദേശി? പാരെന്നങ്ങ് പറഞ്ഞാൽ പോരെ, എന്തിനാ ആയുധങ്ങളുടെ കൂട്ടത്തിലെ പാര എന്ന് പറഞ്ഞ? പാര എന്ന് പറഞ്ഞാൽ പൂങ്കാവ് മാർക്കറ്റിൽ വന്ന് വേളാപ്പാര മേടിച്ചോണ്ട് പോകും. അതുകൊണ്ട് ആയുധങ്ങളുടെ കൂട്ടത്തിലെ പാര, ഇരുമ്പിന്റെ പാര. എന്തിന്? വായിച്ചോ. ബാഹ്യത്തിന് ഇരിക്കുമ്പോൾ, അപ്പം ബാഹ്യത്തിന് ഇരിക്കണം. എല്ലാം മര്യാദയ്ക്ക് പറഞ്ഞു കൊടുത്തിരിക്കുക. അടുത്തത്. അതിനാൽ കുഴിച്ച്, ഏതിനാൽ പാര കൊണ്ടൊരു കുഴി കുഴിച്ചിട്ട് നിന്റെ വിസർജനം മൂടിക്കളയണം. അപ്പം നിന്റെ മാലിന്യം വിസർജനം കുഴിയിലിട്ട് മൂടിക്കളയണം. 4 കൂട്ടും താബൂക്ക് കിട്ടിയപ്പം ഈ പറഞ്ഞ കക്കൂസായി. അതെ, എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? ഇത് ചിലർ വിചാരിക്കുമോ ഇതൊക്കെ പറയണോ കൺവെൻഷന്? ചിലർക്ക് അങ്ങനെ, ചിലർക്ക് ഇങ്ങനെ മുഴ പോന്നൊക്കെ കേട്ടാലേ ഇങ്ങനെ പിരിക്കത്തുള്ളൂ. ഇതൊക്കെ എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാൽ പറയാം, കാരണമുണ്ട്. അല്പം ഗൗരവമുള്ളൊരു ചിന്ത പറയാനാ. ഇവിടെ മാലിന്യം പുറത്തു കിടന്നാൽ പരിസ്ഥിതി പ്രശ്നം ഉണ്ടാകുമെന്നും സാംക്രമിക രോഗങ്ങൾ പടരുമെന്നും ശാസ്ത്രം പറഞ്ഞു തന്നിട്ട് വർഷം കുറച്ചാ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എന്തൊരു ദൈവം പറഞ്ഞു, മാലിന്യം പുറത്തിടരുത്, കുഴി കുത്തി മൂടിക്കളയണം. അന്നേ ഇവനൊക്കെ ബൈബിള് വായിച്ചെങ്കിൽ ഈ നാശം വല്ലതും ഉണ്ടോ? മര്യാദക്കുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ചെറുത് മുതൽ വലുത് വരെ സകലതുമുള്ള പ്രവചന ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. മുഖവരയിട്ട് പോവുകയാ. 3,
ഈ പുസ്തകം ചേർത്ത് പിടിക്കാനിടയായ മൂന്നാമത്തെ ചിന്ത, ഈ വിശുദ്ധ തിരുവെഴുത്താകുന്ന ബൈബിൾ പൂർണ്ണതയുള്ള ഗ്രന്ഥമാണ്. എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞും കൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭിക്കുന്ന വിശുദ്ധ ബൈബിൾ, അഥവാ ലോകം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞും കൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭിക്കുന്ന വിശുദ്ധ ബൈബിൾ ലോകം എങ്ങനെ അവസാനിക്കും എന്ന് മനോഹരമായി പറഞ്ഞു തന്നിട്ടാണ് എവിടെ അവസാനിക്കുന്ന പറഞ്ഞേ ഉറക്കെ. വെളിപ്പാട്. എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ ചിലർ പറയുന്ന വെളിപാടെന്നാ. നല്ല വെളിവില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. വീട്ടിൻ്റെ തിണ്ണയിലിറങ്ങിയിരുന്ന മൈക്കേ കൂടെ കേൾക്കാം, നമുക്ക് ധ്യാനിക്കാം വെളിപാട് 5 എന്നൊക്കെ. വെളിവ് വേണം വച്ചു, വെളിപാടല്ല ശരി, പിന്നെന്താ വെളിപ്പാട്. ഇതൊക്കെ ഗൗരവമുള്ള വിഷയം ആയതുകൊണ്ട് ഇച്ചിരി കടുപ്പിച്ച് പറയുന്നത്. എന്താ കാര്യം എന്നറിയാമോ? വെളിപ്പാടിന് ഉപയോഗിച്ചിരിക്കുന്ന പദം റവലേഷൻ എന്നാണ്. എന്താണ് റവലേഷൻ? മറഞ്ഞിരിക്കുന്നത് പുറത്തു കൊണ്ടുവരിക, ഗൂഢമായത് വെളിപ്പെടുത്തുക, മറം നീക്കി കാണിച്ചു കൊടുക്കുക ഇത്യാദി അർത്ഥം വരുന്ന പദം റവലേഷൻ വെളിപ്പാടിന് ഉപയോഗിക്കാൻ എന്താ കാരണം പറയാം. യേശുക്രിസ്തുവിന്റെ നാമം പ്രസംഗിച്ചത് നിമിത്തം പത്മോസ് എന്ന ഏകാന്ത ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട യോഹന്നാൻ പത്മോസിന്റെ താഴ്വരയിൽ മരണഭീതി പെയ്തിറക്കുന്ന തലയോട്ടികൾ ചിതറിക്കിടക്കുന്ന അസ്ഥിക്കൂമ്പാരത്തിന് നടുവിൽ കർത്തൃ ദിവസത്തിൽ ആത്മവ്യവശതയിൽ മേലാൽ ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാമെന്ന് പറഞ്ഞും കൊണ്ട് ഒരു ദൂതൻ മുഖാന്തരം യോഹന്നാന് പറഞ്ഞുകൊടുത്തു എന്നല്ല, കേൾപ്പിച്ചു കൊടുത്തു എന്നുമല്ല, പിന്നെയോ പ്രദർശിപ്പിച്ചു എന്നാണ് വെളിപ്പാട് 1:1 രേഖപ്പെടുത്തിയിരിക്കുന്നത്. അർത്ഥാൽ ഒരു വിഷ്വലിൽ കാണുന്നത് പോലെ യോഹന്നാന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ച പ്രദർശനമാണ് വെളിപ്പാട്. അപ്പൊ ചോദിക്കാം, അപ്പൊ വെളിപാടോ? പറയാം. ഇവിടെ അടുത്തെവിടെയെങ്കിലും മുസ്ലിം സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹത്തിൽ അവരുടെ അടുക്ക ചെന്നിട്ട് ചോദിക്കണം, ഡാ മമദൂട്ടി അല്ലെങ്കിൽ ജബാറേ, ഈ ഖുറാൻ നിങ്ങൾക്ക് എങ്ങനെയാടാ കിട്ടിയേ? സ്നേഹത്തിൽ ചോദിക്കണം. എല്ലാവരും ഒന്നും വഴക്കിടുന്നവരൊന്നുമല്ല, നല്ല ആളുകൾ ഒത്തിരി ഉണ്ട്. അപ്പൊ സ്നേഹത്തിൽ ചോദിക്കണം എങ്ങനെയാ കിട്ടിയേ? അപ്പൊ അവർ സ്നേഹത്തിൽ പറഞ്ഞു തരും, കറിയാച്ച അത് ഞങ്ങളുടെ ഈ നബി തിരുമേനി ഉണ്ടല്ലോ, ഈ മുഹമ്മദ് നബി തിരുമേൻ, അദ്ദേഹം ഒരിക്കൽ ഈറാ ഗുഹയിൽ ധ്യാനത്തിനായി ഇരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ആരോ സംസാരിക്കുന്നത് പോലെ അദ്ദേഹത്തിന് ഒരു തോന്നലുണ്ടായി. എന്തുണ്ടായി? ഉറക്കെ പറഞ്ഞേ. തോന്നലുണ്ടായി. അദ്ദേഹം പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ സംസാരിക്കുന്നതായി ആരെയും കണ്ടില്ല. കാണാതെ ശബ്ദം മാത്രം കേൾക്കുന്ന പോലെ തോന്നിയപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത പരിഭ്രമവും വിറയലും ഉണ്ടായി എന്ന് നബിചരിത്രത്തിൽ എഴുതിയിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം വീട്ടിൽ ചെന്ന് ഭാര്യ ഖദീജയോട് കാര്യം പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ ഭാര്യയാണ് പറഞ്ഞത്, മനുഷ്യ നിങ്ങളോട് ദൈവം സംസാരിക്കുകയാണ്, നിങ്ങളത് പോയി മനഃപ്പാടമാക്കാൻ പറഞ്ഞു. അപ്പം നിങ്ങൾ ചോദിക്കും, അയനാ മനഃപ്പാടമാക്കാൻ പറഞ്ഞെന്ന്. അദ്ദേഹത്തിന് എഴുത്തും വായനയും അറിയാത്ത മനുഷ്യനായിരുന്നു, അതുകൊണ്ട് മനഃപ്പാടമാക്കാൻ പറഞ്ഞു. അങ്ങനെ മനഃപ്പാടമാക്കി പിന്നത്തേതിൽ ഖലീഫമാരെ ഇരുത്തി പറഞ്ഞു കൊടുത്ത് അത് എഴുത്തു രൂപത്തിൽ പാറക്കഷ്ണങ്ങളിലും തുണ്ടുപേപ്പറുകളും തുണ്ടകടലാസുകൾ അല്ലെങ്കിൽ ഓലത്തുണ്ടുകളിലും ഒക്കെ എഴുതി വെച്ചത് പിന്നത്തേതിൽ ക്രോഡീകരിക്കപ്പെട്ട ഞങ്ങൾക്ക് ലഭിച്ചു. അങ്ങനെ ഞങ്ങളുടെ പ്രവാചകന് ലഭിച്ച വെളിപാടാണ്. എന്താണ്? വെളിപാടാണ് ഞങ്ങളുടെ ഗ്രന്ഥം എന്നവരെ സ്നേഹത്തിൽ പറഞ്ഞു തരും. കാരണം വെളിപാടെന്ന് പറയാൻ കാരണം സംസാരം കേട്ടു, ആളെ കണ്ടില്ല. അങ്ങനെയെങ്കിൽ യോഹന്നാൻ കണ്ടത് വെളിപാടല്ലെന്ന് പറയാൻ കാരണം തകർത്ത ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം കേട്ട യോഹന്നാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കണ്ടില്ലെന്നല്ല ഇതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്, മറിച്ച് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളോടിന് സദൃശമുള്ള കാലുകളുള്ളവനായി, രാജം മുടി ധരിച്ചവനായി, അഗ്നി ജ്വാലക്കൊത്ത കണ്ണുള്ളവനായി, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദം പുറപ്പെടുവിക്കുന്നവനായി, സൂര്യനേക്കാളും വെല്ലുന്ന തേജസ്സുള്ളവനായി വെളിപ്പെട്ടു നിൽക്കുന്ന തേജോമയനായ ക്രിസ്തു. ആമേൻ. അതുകൊണ്ട് അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കൈകൊണ്ട് തൊട്ടറിഞ്ഞതുമായ ജീവന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാൽ. അപ്പോൾ ഈ പുസ്തകം വെളിപാടല്ല, അവരൊക്കെ പറ വെളിപ്പാട്. എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഇപ്പൊ വണ്ടി ഓടിച്ചു വരുമ്പോൾ റോഡ് മൊത്തം മതിലെല്ലാം ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്, പുസ്തകം തുറന്നു വെച്ചിട്ട് വെളിപാടിന്റെ പുസ്തകം എന്നൊക്കെ റോഡ് മൊത്തം ഒട്ടിച്ചു വെച്ചേക്കാണ്. പെണ്ണുങ്ങൾ കിടന്ന് ചാടുന്നു, കുഞ്ഞമ്മയുടെ ചിമുക്കി കമ്മൽ കൊച്ചച്ച എല്ലാം വെളിവുകേടാന്ന്. അപ്പൊ വെളിപാടല്ല ശരി, പിന്നെന്താ? വെളിപ്പാട്. അപ്പൊ പൂർണ്ണതയുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ പുസ്തകത്തിനുണ്ട്. വിഷയത്തിന്റെ ആധികാരികതയെ കോടിക്കേറാം സമയത്തിന്റെ പരിമിതിയിൽ. അപ്പോൾ ഈ വേദപുസ്തകം തുറക്കുമ്പോൾ നമ്മുടെ കുറിവാക്യത്തിലേക്ക് ഓടിയെത്തുന്നതിന് മുൻപ് അതിന്റെ പശ്ചാത്തലം ഒന്ന് പറഞ്ഞ് അവിടെ ഓടിയെത്താം. ദൂതസംഘം വിളിച്ചു പറഞ്ഞൊരു വാക്കാണ് കുറിവാക്യം. ദൂതസംഘം എപ്പോഴാണ് ഈ പദം പറഞ്ഞതെന്ന് പശ്ചാത്തലം പറഞ്ഞ് അവിടെ എത്തുമ്പോഴേ പ്രസംഗം തീരത്തുള്ളൂ. പശ്ചാത്തലം പറയുമ്പോൾ വേദപുസ്തകം തുറക്കുമ്പോൾ
ലോകം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ചരാചരങ്ങൾ, ഇടജാതി, മൃഗജാതി, കന്നുകാലി, നാൽക്കാലി, പറവജാതി, അങ്ങനെ അടുക്കടുക്കടുക്കടുക്കായി സൃഷ്ടിപ്പ് നടത്തുന്ന ദൈവം. അനന്തരം ആ 5 ദിവസം കൊണ്ട് ഇതിനെയെല്ലാം സൃഷ്ടിച്ചിട്ട് 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിക്കുന്നു. ഈ ഉലകത്തെ നിർമ്മിച്ച ഏക സത്യദൈവമായ പടച്ചവൻ, സൃഷ്ടാവ്, ഈശ്വരൻ, ഭഗവാൻ, ദൈവം എന്നിങ്ങനെ വിവിധ പേരുകളിൽ പലരും വിശ്വസിക്കുന്ന പ്രപഞ്ചത്തെ നിർമ്മിച്ച ഏക സത്യ ദൈവം. എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം? എല്ലാവരും വിളിക്കുന്ന പദമാണ് ദൈവം, എല്ലാവരും ഉപയോഗിക്കുന്ന പദമാണ് ദൈവമേ എന്ന് പറഞ്ഞാൽ, ദൈവം എന്നുള്ളത് ദൈവത്തിന്റെ പേരല്ല. ദൈവം എന്നുള്ളത് ഒരു കോമൺ പദമാണ്. ശക്തനായവൻ എന്നർത്ഥം വരുന്ന ദൈവം എന്ന പദം ഇവിടുത്തെ ക്രിസ്ത്യാനികൾ മാത്രമല്ല ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളും ഇസ്ലാമിക സ്നേഹിതരും ക്രൈസ്തവരും എല്ലാം ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു കോമൺ പദമാണ് ദൈവം എന്നുള്ളത്. അത് ദൈവത്തിന്റെ പേരല്ല. എന്നാൽ ഈ ഉലകത്തെ നിർമ്മിച്ച ദൈവത്തിന് ഒരു പേരുണ്ട്. ആ പേര് എന്ന് നീ അറിയുന്നു, അന്ന് നീ സൃഷ്ടാവിനെ അറിയും. ആമേൻ. അപ്പൊ ദൈവം എന്നുള്ളത് പേരല്ലേ? അല്ല. ഇപ്പൊ ഞാൻ നടന്നു പോകുമ്പോൾ എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, പാസ്റ്ററെ എവിടെ പോവാ? ഒരു കൺവെൻഷൻ ഉണ്ടോ? പോവുകയാണ്. എൻ്റെ പേര് പാസ്റ്റർ എന്നാണോ? എൻ്റെ പേര് പാസ്റ്റർ എന്നാണോ? അല്ല, എനിക്കൊരു പേരുണ്ട്, ഷമീർ എന്നാണ്. എന്നാൽ പാസ്റ്റർ എന്ന് വിളിച്ചാലും ഞാൻ മറുപടി പറയും. ദൈവം എന്നുള്ളത് ദൈവത്തിന്റെ പേരല്ല. പക്ഷെ ദൈവമെന്ന് വിളിച്ചാലും ദൈവം കേൾക്കും. എന്നാൽ ആ ദൈവത്തിനൊരു പേരുണ്ട്. എന്താണ് ആ പേര്? പിന്നാലെ പറയാം. അതുകൊണ്ട് അടുക്കടുക്കായി ചരാചരങ്ങൾ, ഇടജാതി, മൃഗജാതി എല്ലാം ഇങ്ങനെ സൃഷ്ടിച്ചു വന്നിട്ട് 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിക്കുവാൻ തീരുമാനിച്ചു ദൈവം. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് തൊട്ട് മുൻപ് ദൈവം സൃഷ്ടിച്ചതായി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതത് തരം കന്നുകാലി 6-ാം ദിവസം സൃഷ്ടിച്ചതാണ്. അതത് തരം കന്നുകാലി. ഏതാ കന്നുകാലി? പറഞ്ഞേ. ആടുമാട്, പശുപോത്തെരുമ കന്നുകാലി. ഇടജാതി, പാമ്പ് വർഗത്തിൽപ്പെട്ട സകലം ഇടജാതി. കാട്ടുമൃഗം, കാട്ടുപന്നി, കാട്ടാന, കാട്ടുപോത്ത്, കാട്ടുമുയൽ, കാട്ടിക്കിടക്കുന്ന എല്ലാം കാട്ടുമൃഗം. ഇതിനെയെല്ലാം സൃഷ്ടിച്ചു. അപ്പോൾ ഇവിടെ ആരില്ല? പറ. മനുഷ്യൻ ഇല്ല. ഇനി ഇവിടെ കേട്ടോണ്ട് നിൽക്കുന്ന ആർക്കെങ്കിലും ഒരു വാദത്തിന്, അത് നിങ്ങളുടെ പുസ്തകത്തല്ലിയോടെ മനുഷ്യനില്ലാത്ത അതിനു മുമ്പേ ഞങ്ങളുടെ ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചായിരുന്നു. ആ മനുഷ്യന്റെ പേരും പറഞ്ഞുകൊണ്ട് കയറി വരാം. സ്വാഗതം. ആരും ഇല്ലെങ്കിൽ മെനക്കെടണ്ട. കാരണം ഞാൻ ജാതി മത ഭേദമന്യേ ആദ്യത്തെ മനുഷ്യർ ആരാന്ന് ചോദിച്ചാൽ സകല എണ്ണവും പറയുന്ന 2 പേരാ, ആദാമും ഹവ്വായും. അത് പറഞ്ഞത് ഈ പുസ്തകമാണ്. പക്ഷെ പുസ്തകം അവന് ഇച്ചിച്ചിയ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ചരാചരങ്ങൾ, ഈ കന്നുകാലി ഇതിനെയെല്ലാം സൃഷ്ടിക്കുമ്പോൾ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് കന്നുകാലി എന്തായിരുന്നു? പറ. മനസ്സിലായില്ല? അത് ഉറക്കെ പറ. കന്നുകാലി അല്ലേ? ഇടജാതിയോ കാട്ടുമൃഗോ എന്ന് പറഞ്ഞാൽ ആടെന്തുമായിരുന്നു? ആട്. പോത്തോ? പോത്ത്. പശുവോ? പശു. ആ പശുവായിരുന്നു. പിന്നല്ലേ യവൻ വന്ന ആര്? ഈ ഇരുകാലി മനുഷ്യൻ. യവൻ വന്നു കഴിഞ്ഞപ്പോൾ അതീ പലതിനെയും പിടിച്ച് ദൈവമാക്കി. അതുകൊണ്ട് പശു ദൈവമായി. വല്ലതും ഉണ്ടാവുമോ? ഇപ്പം ഇത്രയും ബോധമില്ലാത്ത കുറെ മനുഷ്യരെ എന്താ ചെയ്യുക? കന്നുകാലി, ഇടജാതി, കാട്ടുമൃഗ ഇതിനെയെല്ലാം പടച്ചവൻ, സൃഷ്ടാവ്, ഈശ്വരൻ മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു. മനുഷ്യൻ ഈ ഭൂമിയിൽ വരുന്നതിന് മുൻപ്, അവൻ ഈ ഭൂമിയിൽ വന്നാൽ ജീവിക്കാൻ ആവശ്യമായത് മുഴുവൻ ഈ പ്രപഞ്ചത്തിൽ വളരെ അടുക്കടുക്കോടെ സൃഷ്ടിച്ചു വെച്ചതിന് അനന്തരമാണ് ഈശ്വരൻ, സൃഷ്ടാവ്, പടച്ചവൻ മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിക്കുന്നത്. എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? അതൊക്കെ ഞങ്ങൾക്കറിയാടെ ഉപദേശി. എങ്ങനെ? കുരങ്ങിന്ന്. അതാ പാവപ്പെട്ട പിള്ളേരെ പഠിപ്പിച്ചു വെക്കുന്ന കുരങ്ങിന്നാന്ന്. അങ്ങനെയാണ് തിരുവനന്തപുരം മ്യൂസിയത്തിൽ ഇന്നും കുറെ കുരങ്ങന്മാർ കിടപ്പുണ്ടല്ലോ. എന്താ ആഴ്ച ഓരോ മനുഷ്യൻ ഇറങ്ങി വരാത്ത? ഒരാഴ്ച നാരായണം, പിറ്റത്തെ ആഴ്ച കറിയാച്ചൻ, അടുത്ത ആഴ്ച മമ്മദൂട്ടി. പോരട്ടെ, കുരങ്ങന്മാർക്ക് കുറവൊന്നുമില്ലല്ലോ. എടാ, ഇത് പറഞ്ഞു കൊടുത്താലും ചിലത് ഒറ്റക്കാലം നിൽക്കും. നിങ്ങൾ എന്തോ പറഞ്ഞാലും കുരങ്ങിന്ന ആയിക്കോട്ടെ. നിന്റെ വല്യപ്പച്ചൻ കുരങ്ങൻ. നമ്മുടെ അങ്ങനല്ല വിട്ടാറ്. ഇനി അവനോട് കിടന്ന് വഴക്കടിക്കാൻ നമ്മൾ വഴക്കടിക്കുന്ന കൂട്ടരല്ലല്ലോ. നമുക്ക് വഴക്കേ ഇല്ല. നമ്മൾ കിട്ടുന്ന മേടിച്ചുകൊണ്ട് പോകുന്ന ടീമുകളാണ്. കൊടുത്ത കാലമൊക്കെ ഉണ്ടായിരുന്നു, അത് വേറെ കാര്യം. ഇപ്പൊ മേടിക്കാനേ പുസ്തകം പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് മേടിക്കുക. അതും കൂടെ പറഞ്ഞിരിക്കണം. ബാക്കി പിന്നാലെ പറയാം. ഇവിടെ പലർക്കും പറയാനാ പേടി. നമ്മൾ പിന്നെ ജാകാൻ മെനക്കെട്ടിറങ്ങിയത്. അതുകൊണ്ട് പേടിയൊന്നുമില്ല. സ്തോത്രം. മറ്റുള്ളവരുടെ കാര്യം നമ്മുടെ പുസ്തകം പ്രസംഗിക്കുന്നതിന് ആരെങ്കിലും പേടിക്കണം? വേറെ ആരെയും പുസ്തകത്തെക്കുറിച്ച് പറയാതിരുന്നാൽ മതി. ഈ പുസ്തകം പ്രസംഗിക്കുന്നതിന് ഉലകത്തിൽ ഒരാളുടെ അനുവാദം മതി. ഈ പുസ്തകം തന്ന ദൈവത്തിൻ്റെ അനുവാദം. ആരുടെയും പുസ്തകത്തെ നമ്മളൊന്നും പറയേണ്ട കാര്യം. ഈ പുസ്തകം പ്രസംഗിക്കാം. അതിന് ഒരു മോൻ്റെ അനുവാദം നമുക്ക് ആവശ്യമില്ല. കാരണം ഇതൊക്കെ ചിലടത്ത് പറയും, മുമ്പിടെ ഒന്നും ചുമ്മാ എല്ലാവർക്കും എല്ലാം പ്രസംഗിക്കാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോ ഈ കന്നുകാലി, ഇടജാതി ഇതിനെല്ലാം സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിക്കാതെ. എങ്ങനെയാ? വേദപുസ്തകം പറയുന്നു കുരങ്ങിന്നല്ല. പിന്നെ എങ്ങനെയാ? നിലത്തെ മണ്ണുകൊണ്ട് മനുഷ്യനെ നിർമ്മിക്കുക. ഈ കഴിഞ്ഞ ദിവസം ഇന്റർനെറ്റും പത്രമൊക്കെ കണ്ടവർക്കറിയാം, ശാസ്ത്രം ഇപ്പൊ ഏകദേശം ആ നിഗമനത്തിലെത്തി നിൽക്കുക. മണ്ണിൽ നിന്നാണ് മനുഷ്യനെ നിർമ്മിച്ചത്.
കാരണം മനുഷ്യന്റെ ഡെഡ് ബോഡി കൊണ്ടുവന്ന് കല്ലറയ്ക്കകത്ത് അടച്ചു വെച്ച് മാസങ്ങൾ കഴിച്ച് പരിശോധിക്കാൻ പഞ്ചസാര തരി പോലത്തെ മണൽത്തരികളാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. മനുഷ്യനെ മണ്ണുകൊണ്ട് നിർമ്മിച്ചു എന്ന് തിരുവെടുത്ത് പറയുമ്പോൾ നിലത്തെ പൊടി കൊണ്ടൊരു മനുഷ്യനെ നിർമ്മിച്ചു. അനക്കമില്ല, വാഴത്തടി പോലെ കിടക്കുന്നു. അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ളവനായി. അന്ന് ദൈവം ഊതിയ, പടച്ചവൻ സുട്ടാവ് ഈശ്വരൻ ഊതിയ ജീവശ്വാസമാണ് ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ മനുഷ്യൻ എന്ന് പേരുള്ള സകലരും മേപ്പോട്ടും കീപ്പോട്ടും വലിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വേറെ ചില ആൾക്കാർ, നിങ്ങളുടെ ദൈവം ഊതിയ ശ്വാസം ആന്നോട് ഞാൻ വലിക്കുന്നത്. അതെ, എന്നാ എനിക്കിനി ഇത് വേണ്ട, എന്നാ പിന്നൊന്ന് പറഞ്ഞേ. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ ദൈവം ഊതുന്നതിന് 6 മാസം മുമ്പേ ഞങ്ങളുടെ ഊതിയായിരുന്നു, അന്ന് ആ ഗ്രന്ഥത്തിന്റെ ഫോട്ടോ കോപ്പിയും കൊണ്ടൊന്ന് വന്നേ. പിന്നല്ല, അറിഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ. ചുമ്മാ പഠിക്കുക സഹോദര. മനുഷ്യനെ സൃഷ്ടിച്ചു ഈശ്വരൻ. എങ്ങനെ സൃഷ്ടിച്ചു? ഉൽപ്പത്തി 1:27. ഉൽപ്പത്തി 1:27. അതുവരെ സൃഷ്ടിച്ച ചരാചരങ്ങൾക്ക്, ഇഴജാതി മൃഗജാതി കന്നുകാലികൾക്കൊന്നും പറയാത്ത ഒരു പ്രത്യേകത പറഞ്ഞുകൊണ്ടാണ് ഈശ്വരൻ പടച്ചവൻ സൃഷ്ടാവ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്താണ് ആ പദം വായിച്ചേ? ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അത്രേ ഉള്ളൂ. സൃഷ്ടാവ് സൃഷ്ടിച്ച അത്രേ ഉള്ളൂ. ജാതിയും മതവും വർണ്ണം വർഗം കളറും കൊടിയൊന്നും തമ്പുരാൻ സൃഷ്ടിച്ചില്ലടോ. ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു. അയ്യോ, ഇതൊക്കെ സാക്ഷര കേരളത്തോട് പറയേണ്ടി വരിക. ജാതിയുടെ മതത്തിന്റെയും വർണ്ണത്തിന്റെയും കളറിന്റെയും കൊടിയുടെയും ഒക്കെ പേരിൽ കൂട്ടു സഹോദരങ്ങളെ വെട്ടിക്കൊല്ലാൻ മടിയില്ലാത്ത തലമുറ സാക്ഷര കേരളത്തിൽ. അയ്യോ, നോക്കണം, ഇവിടെ ഈശ്വരൻ സൃഷ്ടിച്ചത് മനുഷ്യനെയാണ്. ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു. അവിടെ എടുത്തു പറഞ്ഞൊരു പദമുണ്ട്. ആ പദം പൂങ്കാവ് ശ്രദ്ധിക്കണം. തന്റെ സ്വരൂപത്തിലും തന്റെ സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു ഈശ്വരൻ സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ ഇതുവരെ സൃഷ്ടിച്ച കന്നുകാലി മൃഗജാതി ഇടജാതി പറവജാതിക്ക് ഒന്നും പറയാത്ത പദം മനുഷ്യനോടാണ് പറഞ്ഞത്. കാരണം ഈ ഉലകത്തെ നിർമ്മിച്ച ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒറ്റ സൃഷ്ടിയെ ഉലകത്തിലുള്ള സ്നേഹിത, അതാണ് ഞാനും നീയും മനുഷ്യൻ. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, ഈ ദൈവത്തിന്റെ സാദൃശ്യത്തിലാണോട് ഉപദേശി മനുഷ്യനെ സൃഷ്ടിച്ച്? അതെ. അപ്പൊ ഈ മനുഷ്യൻ, ഈ ദൈവം ഏത് മനുഷ്യനെ പോലെ ഇരിക്കും? ഉപദേശിയെ പോലെ കറുത്തിട്ടിരിക്കുമോ, മറ്റേ ഉപദേശിയെ പോലെ വെളുത്തിട്ടിരിക്കുമോ എന്ന് ചോദിക്കും. എൻ്റെ സഹോദര, സാദൃശ്യം സ്വരൂപം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഫോട്ടോ കോപ്പി ആയിട്ട് സൃഷ്ടിച്ചെന്നല്ല. പിന്നെന്താ? മൃഗങ്ങൾക്കില്ലാത്തതും മനുഷ്യന് മാത്രമുള്ളതുമായ ഒരു സാദൃശ്യം സ്വരൂപം സൃഷ്ടാവിങ്കിൽ നിന്ന് സൃഷ്ടിയായ മനുഷ്യനിലേക്ക് വന്നിട്ടുണ്ട്. മനുഷ്യനെ മാത്രമേ വന്നിട്ടുള്ളൂ. അതിന്റെ പേരാണ് വിലപ്പെട്ട ആത്മാവ്. അല്ലേ? പൂങ്കാവ് പറ. ഇവിടെ ആരെങ്കിലും നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ? എടി രമണി, വീട്ടിലെ പട്ടി ചത്തു, അടുത്ത ആഴ്ച 16 അടി എന്തിനാ ഇഡലി തിന്നാൻ പറഞ്ഞെന്ന് പറ. വിളിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇവിടുത്തെ ക്രിസ്ത്യാനിയെ വിളിച്ചിട്ടുണ്ടോ? ശോശാമേ, പശു അങ്ങ് ചാത്തടി, അടുത്ത ആഴ്ച പാട്ടുപൂജയാ, പള്ളിയിൽ നിന്ന് അച്ഛനൊക്കെ വരുന്നുണ്ടോ, നിങ്ങളും പറഞ്ഞത് വിളിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇവിടുത്തെ മുസ്ലിങ്ങൾ വിളിച്ചിട്ടുണ്ടോ? വീട്ടിലെ എരുമ അങ്ങ് ചാത്തു, 11-ാം കത്തത്തിന് ബിരിയാണി തിന്നാൻ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടോ? ഇല്ലെന്നേ. മൃഗങ്ങൾ മരിച്ചാൽ അവിടെ വിഷയം തീർന്നു. എന്നാൽ മനുഷ്യൻ മരിച്ചാലോ ശേഷക്രിയ, മോക്ഷക്രിയ, അടിയന്തരം, പാട്ടുപൂജ, കത്തം പിന്നെയും കിടക്കുന്നു. കാരണം വിലപ്പെട്ട ആത്മാവുള്ളവനായി ഈ ദൈവം സൃഷ്ടിച്ച ഒരൊറ്റ സൃഷ്ടിയെ ഉലക ചരിത്രത്തിലുള്ളൂ. അതത്രേ ഞാനും നീയും സ്നേഹിത, വിലപ്പെട്ട മനുഷ്യൻ. ആമേൻ. അതിന്റെ മറ്റൊരു തെളിവ് ഞാൻ തരാം. ഈ മല്ലശ്ശേരി നടക്കുന്ന കൺവെൻഷന്റെ നോട്ടീസും ഫ്ലക്സും ബാനറും ഇവിടെ എല്ലായിടത്തും ഇല്ലയോ, കിലോമീറ്റർ എല്ലാം ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് ഈ പന്തലിരിക്കുന്ന മനുഷ്യരായി പറഞ്ഞവരും ഈ ഓട്ടോറിക്ഷ സഹോദരന്മാരായ മനുഷ്യരും ഇവിടെ ഇരിക്കുന്ന വ്യാപാര വ്യവസായങ്ങളായിരിക്കുന്ന സഹോദരങ്ങളായ മനുഷ്യരും, ഈ മനുഷ്യർ മാത്രമേ കണ്ടോളൂ ഇവിടെ യോഗം നടക്കുന്നത്. ഈ നാട്ടിലെ മൃഗങ്ങളാരും ഇതറിഞ്ഞില്ലേ? എന്താ ഉണ്ടാത്ത്? പറന്നുപോയ കാക്ക പറന്നു വന്ന് ഫ്ലക്സിലായിരുന്നത്, ഇരുന്നിട്ട് കുനിഞ്ഞു നോക്കി സുവിശേഷ യോഗം ഷമീർ കൊല്ലം. കാക്കയ്ക്ക് എന്ത്? കാക്ക പറന്നങ്ങ് പോയി അല്ലേ? അതുപോലെ വഴിയെ പോയ പട്ടി മതിലോട്ട് നോക്കി സുവിശേഷ യോഗം. പട്ടിക്ക് എന്ത്? അത് നടന്നങ്ങ് പോയി. അങ്ങനെ പട്ടി കണ്ടു, പൂച്ച കണ്ടു, ആട് കണ്ടു, പോത്ത് കണ്ടു അല്ലേ? എരുമ തലവൊക്കെ നോക്കി ഇതായിരിക്കുന്ന കൺവെൻഷന്റെ ഫ്ലക്സ് സുവിശേഷ യോഗം ഷമീർ കൊല്ലം. എരുമയും കണ്ടു. ചില എരുമകളാണ് കടിച്ചങ്ങ്, ചില എരുമകൾ അങ്ങനെ കീറും. അപ്പം അതിനോട് പറയാൻ നോക്കും, എരുമ ഞങ്ങളുടെ കൺവെൻഷന്റെ എരുമ കീറല്ലേ എന്ന്. അങ്ങനൊന്നും പറഞ്ഞാൽ ഒക്കത്തില്ല. ചില എരുമകൾ കീറുവച്ച അങ്ങനെ ഉണ്ട്. അതിനറിയത്തില്ല, മിണ്ടാപ്രാണി. അതിനോട് പറയാം എരുമേ പ്ലീസ് ഒന്നും പറഞ്ഞാൽ അതിനൊന്നും, അത് ഇങ്ങനെ തലയും കുലിക്ക് നിൽക്കുക, അതിനറിയത്തില്ല. എന്നാൽ 6 മണിക്ക് കൊയർ പാട്ട് തുടങ്ങിയപ്പോൾ ഒറ്റ എരുമ ഇവിടെ വന്നിരുന്നോ? എന്തേ പോയോ പിള്ളേർ? ഇരുന്നോ? ഇല്ല. എന്താ കാര്യം? ദേഹം ഇവരാരും കാണാഞ്ഞിട്ടും കേൾക്കാഞ്ഞിട്ടും ഒന്നും വല്ല സഹോദരങ്ങളെ. ദേഹമുണ്ട്, ദേഹിയുണ്ട്, എന്തില്ല?
ആത്മാവില്ല. ആത്മാവുള്ളവനാണ് മനുഷ്യൻ, മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ. വിലപ്പെട്ട ആത്മാവുള്ളവനായി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഈശ്വരൻ, പടച്ചവൻ, സൃഷ്ടാവ്, ഭൂതലത്തിൽ സൃഷ്ടിച്ച ഒറ്റ സൃഷ്ടി സ്നേഹിത, അത് ഞാനും നീയുമാണ് മനുഷ്യൻ. ഇതാ ഈ പുസ്തകം നൽകുന്ന സന്ദേശം. സ്തോത്രം. മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് നല്ലതല്ലെന്ന് കണ്ടേ അവന്റെ വാരിയിൽ നിന്ന് ഒന്നിനെ എടുത്ത് മജ്ജമാംസം വെച്ചുപിടിപ്പിച്ച ഈശ്വരൻ, സൃഷ്ടാവ്, അവന് തക്ക തുണ ഉണ്ടാക്കി കൊടുത്തു. ഉലകത്തിൽ ആദ്യത്തെ കല്യാണം, ചെറുക്കന്റെ പേര് പറ, ആദാം. പെണ്ണിന്റെ പേര് ഔവ. നടത്തിയതാരാ? ദൈവം. അപ്പൊ ചിലർക്കൊരു ചിന്തയുണ്ട്, എങ്ങനെയാ ഈ കല്യാണം നടന്നതെന്ന്. ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. വേണ്ട, ഞാൻ പറഞ്ഞു തരാം. അടുത്തു നിന്നൊരു കാട്ടുമരത്തിന്റെ വള്ളി അവൻ വലിച്ചൊക്കെ പൊട്ടിച്ചു. എന്നിട്ട് എവളെ കഴുത്തേലോട്ടിട്ട് ഒറ്റ മുറുക്ക. അങ്ങനെ വല്ലതും മുറുക്കിയോ? മിണ്ടുന്നില്ല. മുറുകിയോ? ഇല്ല. അതുകൊണ്ടാ പെന്തിക്കോസുകാർ മുറുക്കാത്തെ. അല്ല, പിണക്കമൊന്നും ഉള്ളതുകൊണ്ടല്ല, അങ്ങനൊന്നും മുറുക്കിയില്ല. പിന്നെ എങ്ങനെ ആരാ ഉപദേശി ഈ മുറുക്കൊക്കെ കണ്ടുപിടിച്ചേ? അത് മനുഷ്യനാടോ കണ്ടുപിടിച്ച്? എന്തിനാ? അവന് തോന്നുമ്പോ ഇത് പൊട്ടിച്ചേച്ച് അടുത്ത മുറുക്കാൻ. ഇപ്പൊ അവനിങ്ങനെ ഓടി നടന്ന് മുറുക്കണം. അതിന് അവൻ ഒപ്പിച്ച സൂത്രമായി മുറുക്കെ. കാരണം ഇത് പൊട്ടിയ ബന്ധം അങ്ങ് തീർന്നെന്ന് പെണ്ണുങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ടല്ലയോ ചില പെണ്ണുങ്ങൾ സ്നാനപ്പെടണം, എൻ്റെ ചേട്ടൻ കെട്ടിയ കെട്ടുതാലി പൊട്ടിക്കണോ എന്നൊക്കെ ചോദിക്കും. വികാരഭരിതയാ. എൻ്റെ പൊന്നു കുഞ്ഞമ്മേ, സിസേറിയൻ ചെയ്യാൻ തിയേറ്ററിനകത്തോട്ട് ഉരുട്ടി കയറ്റിയപ്പം ചേട്ടൻ കെട്ടിയതും കുഞ്ഞമ്മ കെട്ടിയതെല്ലാം പൊട്ടിച്ചേ ചല്ലിയോ കയറ്റിയേ. കൊച്ചിൻ്റെ അപ്പൻ ഇപ്പോഴും വീട്ടിലില്ലേ? ബന്ധം വല്ലതും പോയോ? അങ്ങനൊന്നും പൊട്ടിയാ തീരുന്ന ബന്ധമല്ലെന്ന് ഓർത്തോണം. ദൈവം യോജിപ്പിച്ചത് അങ്ങനെയൊന്നുമല്ല. പിന്നെങ്ങനെ? ഒരു ഉടമ്പടി ചെയ്തു. ഈശ്വരൻ സാക്ഷിയായി, പടച്ചവൻ സാക്ഷിയായി ഉടമ്പടി. ഇത് എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, ഇത് എൻ്റെ മാംസത്തിൽ നിന്ന് മാംസം. ആ ഉടമ്പടിക്കകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഒരു രഹസ്യമുണ്ട്. എന്താ? അസ്ഥിക്ക് മാംസം കൂടാതെയോ മാംസത്തിന് അസ്ഥി കൂടാതെയോ ഈ ഭൂമിയിൽ ഒരു ജീവിതമില്ല. ഉണ്ടോ? ഇവിടെ പ്രസംഗിച്ചിരിക്കുന്ന എൻ്റെ ശരീരത്തിൽ അസ്ഥിയുണ്ട്, മാംസം ഒട്ടുമില്ലെന്നിരിക്കട്ടെ. പിള്ളേർ പൊക്കിയെടുത്ത് ലാബിൽ കൊണ്ട് തൂക്കിയിടും പഠിക്കാൻ, അങ്ങനല്ലേ? ഇനിയിപ്പം മാംസം കൊണ്ട് അസ്ഥി ഇല്ലെന്നിരിക്കട്ടെ, എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുവോ? അതുകൊണ്ട് മൈദാമാവ് ഒഴിച്ചിട്ടിരിക്കുന്ന പോലെ അവിടെ കിടക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അസ്ഥിയും മാംസം ഉണ്ടെങ്കിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ ഒക്കത്തുള്ളൂ. എൻ്റെ അസ്ഥിയും എൻ്റെ മാംസവും തമ്മിൽ വേർപെടുന്നത് ഒറ്റ ദിവസമാണ്. ഏത് ദിവസം? എൻ്റെ മരണം. എൻ്റെ മരണത്തിൽ എൻ്റെ അസ്ഥിയും മാംസവും വേർപെട്ട് മണ്ണിൽ ചേരുന്നത് പോലെ മരണത്താലല്ലാതെ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കാൻ കഴിയാത്ത പവിത്രമായ ബന്ധമത്രേ ഈ ഉലകത്തെ നിർമ്മിച്ച ദൈവം സ്ഥാപിച്ച വിവാഹം. അത് ഓടി നടന്ന് കെട്ടാനുള്ള വകുപ്പൊന്നും ഈശ്വരൻ തന്നിട്ടില്ല. അല്ല, നാട്ടിൽ ചില പെണ്ണുങ്ങൾ പറയുമ്പോൾ അടിച്ച് കളയടി അവനെ, അവനല്ലെങ്കിൽ വേറെ ഒരുത്തനെ. എവളെയൊക്കെയാ വെടി വെച്ച് കൊല്ലേണ്ടത്. പിന്നല്ലാതെ അങ്ങനൊന്നും അടിച്ചു കളയാനുള്ള വകുപ്പല്ല വിവാഹ ജീവിതം. ദൈവം യോജിപ്പിച്ചു. എന്ത് കുറവും കുറ്റമുണ്ടെങ്കിലും ചേർത്ത് പിടിച്ച് പോറ്റി പുലർത്തണം അവസാന നിമിഷം വരെ. അത്രയ്ക്ക് പവിത്രമായ ബന്ധമാണ് ഈ പുസ്തകത്തിൽ ദൈവം സ്ഥാപിച്ച വിവാഹം. അത് പറയുമ്പോൾ ചിലപ്പോൾ ജംഗ്ഷനിൽ നിൽക്കുന്നവർ പറയും, ഉപദേശി പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ ഞങ്ങളുടെ കൂടെ വന്നാൽ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തൻ്റേതല്ലാത്ത കാരണത്താൽ നാലാമത്ത് കെട്ടിയ പെന്തിക്കോസുകാരി കാണിച്ചു തരാം എന്നൊക്കെ ചിലർ പറയും. അതിലൊന്നും എനിക്കും തർക്കമൊന്നുമില്ല. 10 കെട്ടിക്കാനും ചില ഉപദേശിമാർ മനക്കെട്ട് നടക്കുക, അവന്മാർക്ക് സഞ്ചി വല്ലതും വീണാൽ മതി. അങ്ങനെ വേഷം കെട്ടി നടക്കുന്ന ഒത്തിരി എണ്ണം നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് പ്രമാണം മാറുമെന്നൊന്നും ആരും കുളിര് കൊള്ളണ്ട. ഞാൻ കൊല്ലത്തുനിന്ന് വണ്ടി ഓടിച്ച് വരുന്ന വഴി ഈ അടൂരിൻ്റെ ആ ഭാഗത്തൊക്കെ 1-2 വണ്ടി അവിടെ എവിടെയെങ്കിലും ഇടിച്ചു കിടക്കുന്ന കണ്ടു. അതുകൊണ്ട് റോഡേ പോകുന്ന വണ്ടിയല്ല, ഇടിച്ചിടിച്ചല്ല പോകുന്നത്. മര്യാദയ്ക്ക് പോകുന്ന വണ്ടികളെല്ലാം ഉണ്ട്, അത് മര്യാദയ്ക്ക് തന്നെ പോകും. ഇടിച്ചു കിടക്കുന്ന അവിടെ കിടക്കും. ഇടിച്ച വണ്ടിയെ നോക്കി നീ പോയി ഇടിക്കണ്ട, നേരെ പോകുന്ന വണ്ടിയെ നോക്കി അങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ അർത്ഥം നല്ലതും തീയതും എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ഒരു സ്വാമിയെ അറസ്റ്റ് ചെയ്തു, അതുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളെല്ലാം മോശക്കാരാവൂ? അങ്ങനൊന്നും ബോധമുള്ളവൻ പറയത്തില്ല. ഒരു മുസ്ലിം ബോംബ് പൊട്ടിച്ചുകൊണ്ട് മുസ്ലിങ്ങളെല്ലാം തീവ്രവാദിയാണെന്ന് പറയുമോ? അങ്ങനൊന്നും ബോധമുള്ളവൻ പറയത്തില്ല. ഒരു പള്ളിയിലച്ഛൻ, കൊട്ടിയൂരച്ഛനെ പീഡനത്തിന് അറസ്റ്റ് ചെയ്തു, അതുകൊണ്ട് ഇവിടെയുള്ള അച്ഛന്മാരെല്ലാം മോശക്കാരാവൂ? അങ്ങനൊന്നുമില്ല. അതുപോലെ ഒരു പാസ്റ്റർ ഇങ്ങനെ ഇരിക്കുമ്പം വിസ തട്ടിപ്പിൽ അറസ്റ്റിൽ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അതുകൊണ്ട് പാസ്റ്റർമാരെല്ലാം ആ വകുപ്പാന്നൊന്നും നീ ചിന്തിക്കണ്ട. നല്ലത് നീ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. അതുകൊണ്ട് നല്ലതുണ്ട്, നല്ലതും തീയതും എല്ലായിടത്തും ഉണ്ട്. അത്രയും പറഞ്ഞ് വിഷയം വിടുക. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. പവിത്രമായ ബന്ധം സ്ഥാപിച്ചു വിവാഹം. ഉലകത്തിൽ ആദ്യത്തെ കല്യാണം. ചെറുക്കൻ്റെ പേര് ആദാം, പെണ്ണിൻ്റെ പേര് ഔവ്വ. അങ്ങനെ സന്തോഷത്തോടെയുള്ള കുടുംബജീവിതം അവരെ കിഴക്ക് ഏദനിൽ ആക്കി വെച്ചു സർവശക്തനായ ദൈവം. കാതലായ വിഷയത്തിലോട്ട് വരികയാണ്. ആമേൻ. നോക്ക, ദൈവവുമായിട്ടുള്ള സമ്പർക്കത്തിൽ, ദൈവവുമായിട്ടുള്ള ആത്മബന്ധത്തിൽ, ഈശ്വരനുമായുള്ള സമ്പർക്കത്തിൽ മനോഹരമായി പോവുകയാണ് ആദാം ഔവ്വ. ജാതി മത പ്രശ്നമില്ല, സംഘടനാ പ്രശ്നങ്ങളില്ല, രാഷ്ട്രീയ പ്രശ്നങ്ങളില്ല. മനുഷ്യർ തമ്മിൽ അടിയില്ല, കാരണം വേറെ ഇല്ല. ദൈവങ്ങൾ തമ്മിലും അടിയില്ല, കാരണം വേറെ
ഇല്ല. അതുകൊണ്ടാ ഭക്തൻ പാടിയത് ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ. കണ്ടകല്ലും മരങ്ങളും കൊണ്ടു പല രൂപം തീർത്തു, കണ്ടകല്ലും മരങ്ങളും കൊണ്ടു പല രൂപം തീർത്തു, കൊണ്ടുവച്ചിടത്തിരിക്കും തുണ്ടമല്ല സത്യ ദൈവം, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ. പാടണ്ട, പാടിയാ ഞാനും അങ്ങ് പാടിപ്പോവും. സ്വതന്ത്രം, എനിക്ക് പാടാൻ ഇഷ്ടമാണ്, പക്ഷെ പാടുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം തൃശ്ശൂർ യോഗത്തിന് ചെന്നപ്പോൾ സംഘാടകൻ 7 മണിക്ക് മൈക്ക് വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ 9:30 വരെ പ്രസംഗിക്കണേ പാസ്റ്ററെ എന്ന്. ഞാൻ പറഞ്ഞു, എന്നെ പിഴിഞ്ഞെടുക്കാനുള്ള ഉദ്ദേശമാണോ എന്ന് ചോദിച്ചു. ഉടനെ പുള്ളി പറഞ്ഞു, അയ്യോ അല്ല പാസ്റ്ററെ, കഴിഞ്ഞ ദിവസം ഒരാൾക്ക് 1 മണിക്കൂർ പ്രസംഗിക്കാൻ കൊടുത്തു, 40 മിനിറ്റും പാടിക്കളഞ്ഞെന്ന്. അതുകൊണ്ട് ഞാൻ പാടിക്കളയുന്നില്ല, ആരെയും വിഷമം ഉണ്ടാക്കുന്നില്ല, മടങ്ങി വരാം. അപ്പം ശ്രദ്ധിക്കുക, അവരെന്ത് ചെയ്തു? കിഴക്ക് ഏതുണ്ടാക്കി വെച്ചു. ജാതി പ്രശ്നമില്ല, മതപ്രശ്നമില്ല, ആകെ കൂടെ ഒരു ദൈവം. ആരാണ് ഈ ദൈവം? ഉൽപ്പത്തി പുസ്തകം 2:7 വായിച്ചോ. ആമേൻ, വായിച്ചോട്ടെ. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. കണ്ടോ, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ ഈ പുസ്തകത്തിൽ ദൈവം 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 എന്ന് മാത്രം സംബോധന ചെയ്തിട്ടെ മനുഷ്യനെ സൃഷ്ടിക്കുന്ന രംഗം വന്നപ്പോൾ ഉലകത്തെ നിർമ്മിച്ച പടച്ചവൻ, സൃഷ്ടാവ്, ഈശ്വരൻ, ഭഗവാൻ, ദൈവം തന്റെ പേര് വെളിപ്പെടുത്തി. യഹോവയായ ദൈവം, ഏക സത്യ ദൈവം, യഹോവ, യഹോവ, ഏകദൈവം മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചു. അവരെ കിഴക്ക് ഏതെങ്കിലും തോട്ടത്തിലാക്കി വെച്ചു. സന്തോഷത്തോടെ മുന്നോട്ട് പോയി, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എവിടെയാണ് പ്രശ്നം? സൃഷ്ടാവായ ദൈവത്തിൽ നിന്നും ഈശ്വരനിൽ നിന്നും സൃഷ്ടിയായ മനുഷ്യനെ അകറ്റിക്കളയുവാൻ ഇടയ്ക്ക് രംഗപ്രവേശനം ചെയ്ത ഒരു ഇരുട്ടിന്റെ ആത്മാവ്. അതിനെയാണ് പലരും പല പേരുകളിൽ വിളിക്കുന്നു. പിശാച്, പിശാച്, ഇബ്ലീസ്, ശൈത്താൻ, സാത്താൻ എന്നിങ്ങനെ നിരവധി പേരുകളിൽ പലരും വിളിക്കുന്ന ഇരുട്ടിന്റെ ആത്മാവ് പിശാച്. പിശാചിനെ കുറിച്ച് 2 വാക്ക് പറയണം. പിശാച് എന്ന് പറഞ്ഞാൽ പലരും പഠിച്ചു വെച്ചിരിക്കുന്നത് പണ്ട് ഒനിഡ ടിവിയുടെ പരസ്യത്തിൽ വരുന്ന മൊട്ടത്തലയനെ പോലെ കണ്ണും തള്ളി കൊമ്പും വെച്ച് പല്ലു ഉന്തി ഇളിച്ചോണ്ട് വരുമെന്നാണ് പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. സ്നേഹിത, തെറ്റിദ്ധാരണ തിരുത്തണം. അങ്ങനെയൊന്നും പല്ലും തള്ളി വരുന്നൊന്നും വേദപുസ്തകത്തിലില്ല. പകരം പിശാചിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് ഒരാത്മാവ്, ദുരാത്മാവ്, അശുദ്ധാത്മാവ്, എല്ലായിടത്തും ആത്മാവ് ചേർത്ത് പറയുന്നു. കാരണം അവനൊരു മാനുഷിക ശരീരമുള്ളവൻ അല്ലവേ അല്ല. പക്ഷേ അവൻ എന്നും പ്രവർത്തിക്കാൻ എന്തു വേണം? ഒരു ശരീരം വേണം. അത് മനുഷ്യനായാലും പുള്ളിക്ക് പിണക്കമില്ല, മൃഗമായാലും പിണക്കമില്ല. അതിന് തെളിവുണ്ടോ? ഉണ്ടല്ലോ. ഉൽപ്പത്തിയിലെ പാമ്പ്, ഗദരദേശത്ത് പന്നി, കല്ലറക്കൽ ഭൂതഗ്രസ്തൻ, പിന്നെ പത്രോസിന്റെ ശരീരത്തിലൂടെ ഒന്നങ്ങോട്ട് കയറി വന്നു. യേശു പറഞ്ഞു പോ പിശാച്, ഇറങ്ങി അങ്ങ് പോയി. അതുപോലെ മക്കോദോന്യയ്ക്ക് പോയ പൗലോസിന്റെ ശീലാസിന്റെയും പിറകി വന്ന ആ ചേച്ചി. അപ്പൊ ഇതെല്ലാം അവൻ തെരഞ്ഞെടുത്ത ശരീരങ്ങളാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ചിലർ പറയത്തില്ലേ, എടീ അറിഞ്ഞോടി, എന്തുവാടി, എടീ തൂങ്ങിച്ചത്ത സുമതിയുടെ പ്രേതം അപ്പുറത്തെ രമണി വന്നടി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ സാധാരണ? കേൾക്കത്തില്ലേ? അയ്യോ സുമതിയുടെ പോലെ തന്നെ കണ്ണും തള്ളി, സുമതി പറയുന്ന പോലെ തന്നെ കയ്യും വെച്ച് വരുന്നെന്ന് പറയത്തില്ലേ? സത്യമാ. അപ്പൊ നിങ്ങൾ ചോദിക്കും, പലരുടെയും ചിന്ത മരിച്ചവരുടെ എല്ലാ ആത്മാക്കൾ വെള്ളസാരിയും വെള്ള ബ്ലൗസ് കൊടുത്ത് ചട്ടി പുകയും പോയിച്ച് പാട്ടും പാടി എന്നും പറഞ്ഞ് വരുമെന്ന ചുമ്മാ സീരിയലുകാർ കാശുണ്ടാക്കാൻ ഉണ്ടാക്കി വെച്ച പരിപാടിയാണ്. മരിച്ചവരുടെ ഒന്നും ആത്മാക്കൾ അങ്ങനെ വരത്തില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ കണ്ടതിന്റെ മറുപടി പറയാൻ പോവാ. ശ്രദ്ധിച്ചു കേട്ടോണം. നമ്മുടെ നാട്ടിലെ കുറെ മണ്ടൻ ചിന്തകളൊക്കെ മാറണം. ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന ഷമീർ കൊല്ലം, എൻ്റെ ആക്ഷൻ, എൻ്റെ സ്റ്റൈൽ, എൻ്റെ സംസാരം, എൻ്റെ ശൈലി, ഇതെല്ലാം നിങ്ങൾ കാണുന്ന പോലെ ഈ ലോകത്തെ ഭരിക്കുന്ന അന്ധകാര ശക്തി ഇത് കാണുന്നുണ്ടേ. നാളെ ഞാനങ്ങ് മരിച്ചെന്നിരിക്കട്ടെ, മരിക്കത്തില്ലെന്ന് പറയാൻ ഒക്കത്തില്ലല്ലോ. തേങ്ങ വീണാലും മരിക്കും. പോകുന്ന വഴി വീട്ടിൽ ചെന്നില്ലെങ്കിൽ ഇല്ല. അത്രയൊക്കെ ഉള്ളൂ മനുഷ്യൻ്റെ ആയുസ്. ഓരോരുത്തരൊക്കെ മസിൽ പിടിച്ചു ഇങ്ങനെ കാണിക്കേണ്ട. ഇവിടെ 500 വർഷം തയ്ക്കോ? എവിടെ മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ വാഴത്തടി പോലെ അവിടെ കിടക്കും. വലിയ കഥയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ആമേ നാളെ അങ്ങ് മരിച്ചെന്നിരിക്കട്ടെ. അതെ, യേശുവിനെ സ്വീകരിച്ചവനായതുകൊണ്ട് വേദപുസ്തകം പറയുന്ന എൻ്റെ ആത്മാവ് എവിടെ പോകും? സ്വർഗത്തിലൊന്നുമല്ല, ചുമ്മാ വട്ടത്തരം പറയാതെ. ആമേ പരദീസ അഥവാ വിശ്രാമ സ്ഥലത്തൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന അബ്രഹാം പിതാവിൻ്റെ മടി എന്നൊക്കെ പറയുന്ന വിശ്രാമ സ്ഥലത്തേക്ക് പോകും. യേശു ഇല്ലാത്തവനാണെങ്കിൽ യാതനാ സ്ഥലം അഥവാ പാതാളം എന്നൊക്കെ അതൊക്കെ പിന്നാലെ പറയാം സമയം ഉണ്ടെങ്കിൽ. അപ്പോൾ അതിലേക്ക് പോകും. അപ്പോൾ ഈ 2 സ്ഥലത്ത് അല്ലാതെ യൂണിഫോമും ഒന്നും ഇല്ല, അങ്ങ് പോകും. എന്നാൽ ഇവിടെ ദൈവഭയമില്ലാതെ കള്ളും കുടിച്ച് ആടി നടക്കുന്ന ഏതെങ്കിലും കറിയാച്ചൻ്റെ ശരീരത്തിലേക്ക് ആർക്ക് പ്രവേശിക്കാം? ഇരുട്ടിൻ്റെ ആത്മാ പിശാചിന് പ്രവേശിക്കാം. അവൻ അതിൽ പ്രവേശിച്ചിട്ട് എൻ്റെ ആക്ഷനും എൻ്റെ സ്റ്റൈലും ഒക്കെ കാണിച്ചട്ടെ. ഞാൻ ഷമീർ കൊല്ലത്ത് പറഞ്ഞാൽ നിങ്ങളെന്ത് പറയും? കണ്ട ഇങ്ങനെ തന്നെ ആയിരുന്നു ഇന്നലെ സ്റ്റേജിലും. അപ്പം ഷമീർ കൊല്ലത്തിൻ്റെ പ്രേതം കറിയാച്ചനിൽ വന്നു, പാട്ടായി നാട്ട് മുഴുവൻ. അപ്പം ഇതിൻ്റെ പിറകിൽ ആരാണ്? ഇതെല്ലാം പിശാചിൻ്റെ കളിയാണ്.
ചുവന്ന ചുരിദാറിട്ടുകൊണ്ട് തൂങ്ങിച്ചത്ത പെണ്ണു അങ്ങോട്ട് ചെല്ലുമ്പോൾ ദൈവത്തിന് തുണിക്കച്ചവടമില്ലേ, വരുന്നവർക്കെല്ലാം വെള്ളം കൂടി. എടാ, ജീവിതത്തിൽ പാട്ട് പാടാനറിയാത്ത പെണ്ണ് ചത്ത് കഴിഞ്ഞപ്പോഴാ സ്വരങ്ങളൊക്കെ ആയിട്ട് ഓ എന്ന് പറയും വാട്ടത്തരം. അവിടല്ലേ നമ്മൾ പറയുന്നത് 10 പേര് തൂങ്ങിച്ചത്ത വീടുണ്ടോ, ഇങ്ങോട്ട് താമസിച്ച് കൊട്ടിപ്പാടി പ്രാർത്ഥന നടത്തി കാണിച്ചു തരാം. എത്ര വീടുണ്ട് കൊണ്ടുപോവാ. 5 കല്ലറയുള്ളൊരു വീട് കൊടുക്കാനിട്ടേക്കുന്ന ആർക്കും വേണ്ടെന്ന്. 10 കല്ലറ ഉണ്ടെങ്കിലും ചുളു വിലക്ക് കിട്ടി അടിച്ചെടുത്തോണം. ഒരു പ്രശ്നവുമില്ല, ഒരു വിഷയവുമില്ല. കാരണം ഇതിൻ്റെയൊക്കെ പിറകിൽ വ്യാപരിക്കുന്നത് പിശാച. ആ പിശാചിനെ അടക്കുവാനുള്ള അധികാരം കുഞ്ഞുങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. ആമേൻ. അതുകൊണ്ട് മടങ്ങി വരാം. അപ്പോൾ ഇരുട്ടിന്റെ ആത്മാവ് ഈ തോട്ടത്തിൽ നുഴഞ്ഞു കയറി. ആമേൻ. സുട്ടാവായ ദൈവത്തിൽ നിന്നും സുട്ടിയായ മനുഷ്യനെ അകറ്റുവാൻ രംഗപ്രവേശനം ചെയ്തവനാണ്. രംഗപ്രവേശനം ചെയ്തു. അമ്മച്ചി തോട്ടത്തിലുണ്ട്. കൊച്ചു വർത്താനം പറഞ്ഞു. എന്നാ ഉണ്ട് അമ്മച്ചി? ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു പാമ്പൻ ചേട്ടാ. കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി ഈ വൃക്ഷഫലങ്ങളെല്ലാം ഇതെല്ലാം ദൈവം ഞങ്ങൾക്ക് വേണ്ടി തന്നതാണ്. ഈ നടുക്ക് നിൽക്കുന്ന വൃക്ഷഫലം അത് മാത്രം കഴിക്കരുത്, അത് കഴിക്കുന്ന ആളി മരിക്കും എന്നൊക്കെ ദൈവം പറഞ്ഞെന്ന് പറഞ്ഞു. ഉടനെ ഈ പാമ്പും കുഞ്ഞ് എന്ത് ചെയ്യുന്നറിയാമോ? ഇരുട്ടിന്റെ ആത്മാവ് പാമ്പിലൂടെ നുഴഞ്ഞു കയറിയ ഇരുട്ടിന്റെ ശക്തി അമ്മച്ചിയോട് ദൂതടിക്കാൻ തുടങ്ങി. അങ്ങനെ ദൂതടിക്കുന്നത് അറിയാമോ? ദൂതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ദൂതടിക്കാൻ തുടങ്ങി. പറയണ്ട, എല്ലാവർക്കും അറിയാമെന്ന്. അപ്പൊ ദൂതടിക്കാൻ തുടങ്ങി. എന്തുവാ ദൂതടിച്ചത്? അമ്മച്ചി മരിക്കുമെന്ന് ആ തമ്പുരാൻ പറഞ്ഞു. ഉടനെ ഇവൻ ദൂതടിക്കുക. മരിക്കത്തില്ല, കണ്ണു തുറക്കാൻ പോവുക. പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. കണ്ടോ, മരിക്കത്തില്ല. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും. എന്നാ ദൂത നമ്മളെ കാണുവാണെ വീട്ടിൽ വിളിച്ചടുത്ത പ്രാർത്ഥന അറേഞ്ച് ചെയ്ത് തന്നെ. നമുക്കതാ ദൂതല്ലേ ഇഷ്ടം. കണ്ണു തുറക്കാൻ പോവാ, അടുത്തൊരു തലത്തിലേക്ക്, പുതിയ ചില മണ്ഡലങ്ങൾ, ഇതൊക്കെ നമുക്കിഷ്ടം. ഈ പാമ്പും കുഞ്ഞിന്റെ പുതിയ തലമുറയാണ് അരനിക്കർ വിട്ടുകൊണ്ട് ന്യൂ ജനറേഷൻ എന്നും പറഞ്ഞ് ഈ ഇളക്കുന്ന എല്ലാം ഈ പാമ്പും കുഞ്ഞുങ്ങളാണ്. അമ്മച്ചി അടുത്ത ദൈവമാകും എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മച്ചി വിചാരിച്ചു എൻ്റെ കരുനാപ്പള്ളിയിലെ പോലെ കണ്ട് കുട്ടിയടിച്ച് ഒരു ദൈവമായിട്ടൊക്കെ ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചു. എന്ത് ചെയ്യാന്? അമ്മച്ചി ഇത് കേട്ടപ്പോൾ വലിയ ആവേശത്തോടെ എന്നാ ഇത് കഴിക്കാം, പറിക്കമ്മച്ചി പറിക്കെന്നും പറഞ്ഞ് ഇവനങ്ങ് നിർബന്ധിക്കുക. അതിൻ്റെ വേറൊരു വെർഷനാണ് ഇപ്പം പ്രാപിക്കുന്നത്. അവൻ പറിക്കുന്നവർ ഞാൻ പ്രാപിക്കുന്നവർ. പോട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക. ഏതായാലും യവൻ എന്തു ചെയ്തു? ഈ പഴം ഭക്ഷിച്ചു. വേദപുസ്തകം പറയുന്നു മനുഷ്യൻ പാവിയായി. ഇത് കേൾക്കുമ്പോൾ പൂങ്കാവി ചിലർക്ക് ചിരി വരിക. കാരണം പണ്ടൊരാൾക്ക് ചിരി വന്നിട്ട് യോഗം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ മുഖത്ത് ഇങ്ങനെ ചിരിക്കുക. ഞാൻ എന്നാ ഏട്ടാ? ഒന്നുമില്ല. അല്ല എന്തോ ഉണ്ട്. അല്ല നിങ്ങളുടെ ദൈവത്തെ ഓർത്ത് ചിരിച്ച എന്നാ? പണ്ടങ്ങാണ്ട് ഒരു ആൻറ്റി ഒരു ആപ്പിൾ തിന്നേനാ ഇത്രയും വലിയ വിഷയം ഉണ്ടാക്കിയത്. ആപ്പിളെന്ന് ഓറഞ്ചൊന്നും ബൈബിളിയില്ല. പക്ഷെ പലരും ആപ്പിളാക്കി വെച്ചിട്ട് ഇരുന്നോട്ട് നല്ല പഴമല്ലേ. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു ആപ്പിൾ തിന്നതാണോ പാപം? അങ്ങനെ ചിന്തയുള്ളവർ ആരെങ്കിലും പൂങ്കാവിലുണ്ടെങ്കിൽ 1 മിനിറ്റ് ശ്രദ്ധിക്കാതെ പോകരുത്. ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഒരു പഴം തിന്നതാണോ പാപം എന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചേ, 2 കുടുംബക്കാർ തമ്മിൽ അതിര് തർക്കമുണ്ടായി. ഏതാ? ഈ വസ്തു തർക്കം. അറിയത്തില്ലേ ഈ വസ്തു? ബന്ധുക്കോസുകാർക്ക് അറിയാത്ത വസ്തു തർക്കം. ചുമ്മാ വെറുതെ കളിയാക്കല്ലേ. വസ്തു തർക്കമുണ്ടായി. വീട്ടുകാർ തമ്മിൽ അടിയായി. നാട്ടുകാർ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് രംഗത്ത് വന്നു. 2 വീട്ടുകാരോടും പറഞ്ഞു, ചേട്ടാ ഒന്ന് ക്ഷമിക്കച്ചായ, ഒരു മുട്ടുസൂചി പോലും മേപ്പോട്ട് കൊണ്ടുപോകത്തില്ലോ എത്ര അടുക്കി കെട്ടിയാലും. എൻ്റെ സർവേക്കല്ല് കൊണ്ടുപോയിട്ട് ക്ഷമിക്കാനോ? സാറ് പുറത്ത് വന്നു. അമ്മച്ചി അങ്ങ് ക്ഷമിക്കും. ഒന്നുമില്ലേലും നിങ്ങൾ കുട്ടി പാടുന്നതല്ലേ മണ്ണെ പ്രതി മാണിക്യം വെടി യോഗിൽ, അത് വേറെ മാണിക്യം, ഇത് വേറെ മണ്ണ്, അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ചുരുക്കി പറഞ്ഞ 2 കൂട്ടരും സമ്മതിക്കുകയല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പിന്നെ കോടതി കേസെടുക്കട്ടെന്ന്. കോടതി കേസെടു. എന്നാൽ പിന്നെ കോടതി വിധി വരുന്നവരെ ഇവിടെ നിങ്ങൾ തമ്മിലടിക്കരുത്. ഓക്കെ ആണോ? ഓക്കെ. അണ്ടാ മത്തായുടെ കടയിൽ നിന്ന് 2 രൂപയുടെ വള്ളിക്കറിഞ്ഞ് മേടിച്ചോളൂ. ഇടക്കയറ് 2 രൂപയുടെ വള്ളിക്കറി മേടിച്ചു കുറ്റി അടിച്ച് വലിച്ചു തിരിച്ച് കെട്ടി. ഇനി കോടതി വിധി വരുന്നവരെ ഇവിടെ തമ്മിലടിച്ചേക്കരുത്. ഓക്കെ ആണോ? നിങ്ങൾ ഓക്കെ. കെട്ടിവച്ചിട്ട് പോയി. പോലീസും പോയി, റവന്യൂം പോയി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ അച്ചായൻ്റെ മോനുണ്ടോ ഒരു തലതെറിച്ച ചെറുക്കൻ, അവനൊരു പിച്ചാത്തി എടുത്തോണ്ട് ഇറങ്ങി. അവന്മാരുടെ ഒരു കയറെല്ലാം മുറിച്ച് കളഞ്ഞു. ഇതറിഞ്ഞ പോലീസ് വണ്ടി തിരിച്ചു വന്നു. ആരാടാ കയറ് മുറിച്ച്? ഉണ്ടല്ലോ അവനാ സാറേ. ഇങ്ങോട്ട് വാടാ. പിടിച്ചു. ചെവിക്കലിന് കൊടുത്തോ ഒറ്റയടി എടുത്ത് ജീപ്പിലോട്ട് ഇട്ടു. ശ്രദ്ധിക്കണേ പൂങ്കാവേ, ഇത് കണ്ടുകൊണ്ട് അവിടെ തിണ്ണയിൽ മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്മച്ചി പറഞ്ഞ ഡയലോഗ് കേൾക്കണം. അമ്മച്ചി പറയുക, അയ്യോ എന്തരടിയാ കൊച്ചിനെ ഇട്ട് അടിക്കുന്നത്? 2 രൂപയുടെ കയറ് മുറിച്ചാൽ ഇങ്ങനെ ഇട്ട് അടിക്കണമെന്ന്. അമ്മച്ചി പറയുക, 2 രൂപയുടെ കയറ് മുറിച്ചാൽ തല്ലുന്നതിന് ഓണ്ട മത്താടെ കടയിൽ തൂങ്ങിക്കിടക്കുന്ന ഇഷ്ടം പോലെ കയറ്. എന്നാ ഞാൻ വേണേ 10 രൂപ തരാം, 5 വള്ളി കയറ് മേടിച്ച് കെട്ടി. കൊച്ചിനെ അങ്ങോട്ട് വിട്ടെ. കൊച്ചിനെ വിടുവോ?
ഒരു വണ്ടിക്കയർ സൈമൺ പാസ്റ്റർ മേടിച്ചു കൊടുക്കും. കൊച്ചിനെ വിടുവോ? ഇല്ല, വിടത്തില്ല. 2 രൂപയുടെ കയർ മുറിച്ചതിനല്ല സഹോദര അടി, നിയമലംഘനം നടന്നു. കേവലം ഒരു പഴം തിന്നതല്ല സ്നേഹിത പാപം, മറിച്ച് സുട്ടാവായ ഈശ്വരൻ ചുട്ടിയായ മനുഷ്യനോട് അരുതെന്ന് പറഞ്ഞു. മനുഷ്യൻ ദൈവകൽപ്പനയെ ലംഘിച്ചു, മനുഷ്യൻ പാപിയായി. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു, ആദാമ്യ പാപം നിമിത്തം മാനവജാതി മുഴുവനും പാപത്തിലായി. അത് പറയുമ്പോൾ വടക്കൻ മലബാർ മേഖലയിൽ പരസ്യോഗത്തിന് കവലെ പ്രസംഗിക്കാൻ പോകുമ്പോൾ ആദാമ്യ പാപ നിമിത്തം മാനവജാതി പാപത്തിലായെന്ന് പറയാൻ ഞങ്ങൾ ജംഗ്ഷനിൽ നിന്നൊരു പാട്ട് പാടും. ആദാമ്യ പാപം നിമിത്തം പാപികളായി മാനവരെല്ലാം മയ്യത്തിൻ ഓഹരിക്കാരായി മാനവരെല്ലാരും. ആദാമ്യ പാപം നിമിത്തം പാപികളായി മാനവരെല്ലാം മയ്യത്തിൻ ഓഹരിക്കാരായി മാനവരെല്ലാരും. ഈ ദുനിയാവിലെ മനുഷ്യന്മാരെല്ലാം ദൈവത്തിൽ നിന്നകന്നതിനാല് ഇബ്ലീസിൻ അടിമകളായി ഹലാക്കിലായല്ലോ. മാനവരിൻ രക്ഷയ്ക്കായൊരു മാർഗം യേശു ഒരുക്കിയതാലേ മനത്തെ ദൂതന്മാർ പാടും മാധുര്യഗീതങ്ങൾ. വന്നോളി സോദരരെ നിങ്ങൾ കേട്ടോളി, സുവിശേഷം വിട്ടോളി, പാപ വഴികളെ ഏറ്റുകൊള്ളീശോയേ. ആദാമ്യ പാപനിമിത്തം മാനവജാതി മുഴുവൻ പാപിയായി. ഇത് കേൾക്കുമ്പോൾ ഡിഗ്രിയുള്ള അണ്ണന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർ ചോദിക്കും, എന്ത് പൊട്ടത്തരമാണോ ഇയാൾ വിളിച്ചു പറയുന്നത്? ആദാമും ഹവ്വായും പാപം ചെയ്തത് ഒരു വാദത്തിന് വേണമെങ്കിൽ സമ്മതിക്കാം. കൽപ്പനാ ലംഘനോ നിയമലംഘനം ആയിക്കോട്ടെ. അതിൻ്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാന്ന് പറഞ്ഞാൽ ഇതൊക്കെ യുക്തിക്ക് നിരക്കുന്ന കാര്യമാണോടോ ഉപദേശി? ഞാൻ നിരപ്പിക്കാം. എയ്ഡ്സ് രോഗിയായ അപ്പനും അമ്മയ്ക്കും ജനിക്കുന്ന കുഞ്ഞാരാച്ചാ എയ്ഡ്സ് രോഗി. ഈ ചോരക്കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു? ഈ ചോരക്കുഞ്ഞ് വ്യഭിചാരം ചെയ്തോ? ഇല്ല. ഈ ചോരക്കുഞ്ഞ് ബ്ലഡ് സ്വീകരിച്ചോ? ഇല്ല. ഈ ചോരക്കുഞ്ഞ് എയ്ഡ്സ് രോഗിയുടെ ബ്ലേഡ് എടുത്തു വെച്ച് ഷേവ് ചെയ്തോ തൊട്ടിലേ കിടന്ന്? ഇല്ല. പിന്നെ എങ്ങനെ ഈ കുഞ്ഞ് രോഗിയായി? അപ്പനും അമ്മയും വഴിവിട്ട് ജീവിച്ചതിന്റെ ഫലം ഒരു തെറ്റും ചെയ്യാത്ത അടുത്ത തലമുറ അനുഭവിച്ചു തീർക്കുന്നു ഇതേ നാട്ടിൽ. എങ്ങനെ വന്നു? അത് രക്തത്തിലൂടെ വന്നു, സമ്മതിച്ചല്ലോ. അങ്ങനെയെങ്കിൽ ആദാമ്യ പാപം എങ്ങനെ സർവ്വ മനസ്സിലേക്കും വരും? വായിച്ചുകൂടെ? അപ്പോസ്തല പ്രവൃത്തി 17:26 വായിച്ചു. പ്രവൃത്തി 17:26 വായിച്ചാട്ടെ. എങ്ങനെ സർവ്വ മാനവജാതിയിലേക്കും വരും പാപം? വായിച്ചു. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെ ഉളവാക്കി. ഒന്നുകൂടെ. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെ ഉളവാക്കി. ശ്രദ്ധിക്കൂ, ഭൂതലത്തിലെങ്ങും കുടിയിരിക്കേണ്ടതിന് അവൻ അഥവാ ഈശ്വരൻ, പടച്ചവൻ, സുട്ടാവ്, ദൈവം ഒരുത്തനിൽ നിന്ന്, ആരാണ് ഒരുത്തൻ? ആദമിൽ നിന്ന് മനുഷ്യവർഗത്തെ മുഴുവൻ ഉളവാക്കി എന്ന് പറഞ്ഞാൽ ആദാമെന്ന ഏക രക്തത്തിൽ നിന്നാണ് കാവിയുടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും സൃഷ്ടിച്ച ഒറ്റ ദൈവം. അയ്യോ, പൂങ്കാവൊന്ന് ഞെട്ടി. കാവിയുടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ചെന്നോ? അതേ സഹോദര, അതാണ് സത്യം. തെളിയിക്കാമോ? തെളിയിക്കാലോ. ഇവിടെ അടുത്ത് മെഡിക്കൽ ലാബ് ഉണ്ടായിരിക്കുമല്ലോ അല്ലേ, മലശ്ശേരി. 4 ചെറിയ ബോട്ടിൽ എടുക്കണം നാളെ. ഒന്നിൽ ആടിന്റെ രക്തം, ഒന്നിൽ ആന, ഇനി ഒന്നി പോത്ത്, ഇനി ഒന്നി പശു എടുക്കണം. പശു എന്നൊക്കെ ഇവിടെ പറയാമല്ലോ അല്ലേ? എടുക്കണം. അടുത്ത ലാബിലോട്ട് കൊടുക്കണം. 10 മിനിറ്റ് മിടുക്കി പെമ്പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് വെളിയിലോട്ട് വെക്കും. ഇത് ആട്, ഇത് ആന, ഇത് പോത്ത്, ഇത് പശു. ശരിയാണോ ഈ പറഞ്ഞേ? ശരിയാ. വീണ്ടും 4 ബോട്ടിൽ എടുക്ക്. ഒന്നിൽ ഇവിടുത്തെ അമ്പലത്തിലെ പൂജാരിയുടെ രക്തം, ഇനി ഒന്നി പള്ളിയിലച്ഛന്റെ രക്തം, ഇനി ഒന്നി ജമാഅത്തിലെ മുസ്ലിയാരുടെ രക്തം, ഇനി ഒന്നി ഞങ്ങളിലൊരു ഉപദേശിയുടെ രക്തം. കൊടുക്ക് ലാബിലോട്ടെ. ഏതെങ്കിലും പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് തരുമോ? മാറിപ്പോവല്ലേ. ഇതേ മൂല ഇരിക്കുന്ന മുസ്ലിയാർ ഇപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പള്ളിയിലച്ഛൻ, ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് പൂജാരി, ഇതാ ഉപദേശി. പറയൂ അച്ഛാ? പറയത്തില്ല അച്ഛാ. ഇറക്കി വന്നിട്ട് പറയും, മനുഷ്യനെ കളിയാക്കരുത്, ഇതെല്ലാം മനുഷ്യന്റെ രക്തമല്ലേ ഉള്ളൂ. ചിലപ്പോൾ ABCD ഗ്രൂപ്പ് തിരിച്ചെന്നിരിക്കും, അതവിടെ നിൽക്കട്ടെ. രക്തം മുഴുവൻ ആരുടെയാ? മനുഷ്യന്റെ. ഒരൊറ്റ രക്തത്തിൽ നിന്ന് കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും സൃഷ്ടിച്ച ഒറ്റ ദൈവം.
ഇതറിയാത്തൊരു ജന്തു ലോകത്തിലുണ്ട്. ആരാ? മനുഷ്യൻ. കൊല്ലാൻ നടക്കുക. എല്ലാ രക്തവും ഒന്നാണെന്ന് അറിയുന്ന ഒരു ജന്തുവുണ്ട്. അതിന്റെ പേര് കൊതുകെന്നാ. ഒരു വണക്കവും ഇല്ല, ഒരു വണക്കവും ഇല്ല, ഏത് രക്തമായാലും. എന്നാൽ ഇത് തിരിച്ചറിയേണ്ട മനുഷ്യൻ അറിയുന്നില്ല. കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും ചേർത്ത് പിടിച്ച് ഇതെന്റെ അപ്പന്റെ മകനാ, എന്റെ കൂടപ്പിറപ്പാന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് സ്നേഹിക്കേണ്ടതിന് പകരം കോഴിയെ കണ്ടിക്കുന്ന ലാഘവത്തോടെ കൂടപ്പിറപ്പിന്റെ കടുത്തെറുക്കാൻ മടിയില്ലാത്തൊരു തലമുറ. എന്താ കാരണം? നീ പാപത്തിലാണ്. പാപമെന്ന ഇരുട്ട് നിന്റെ അകത്ത് കുടിയിരിക്കുന്ന കാലത്തോളം നീ ഈ കളറിന്റെയും കൊടിയുടെയും പേരിൽ ഇവിടെ തമ്മിൽ തല്ലി മരിക്കും. എന്നാൽ ഈ പാപമെന്ന ഇരുട്ട് നിന്റെ അകത്തുനിന്ന് പുറത്തു പോകുമ്പോൾ കാവി ഉടുത്തവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സഹോദര എന്നാ കൊണ്ട് സന്തോഷമായിരിക്കുന്നു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, പ്രാർത്ഥിച്ചോളാം കേട്ടോ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ കഴിയുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയായി നീ പുറത്തു വരണമെങ്കിൽ നിന്റെ അകത്തിരിക്കുന്ന പാപമെന്ന ഇരുട്ട് ആദ്യം പുറത്തു പോകണം. ആമേൻ. അതിന് കഴിയുന്നില്ല. മനുഷ്യൻ പാപിയാണ്. ഈ അടുത്തിടയ്ക്ക് ആരോ പറഞ്ഞു മനുഷ്യൻ പാപിയൊന്നുമല്ല, ചുമ്മാ മണ്ടത്തരം പറയരുത്, മനുഷ്യൻ പാപിയല്ലെന്ന് എനിക്ക് ബോധിച്ചു, അതുകൊണ്ട് അവനെ പാപി എന്ന് വിളിക്കരുത് എന്ന് ബോധിനിക്ക് ബോധിച്ചു മനുഷ്യൻ പാപിയല്ലെന്ന്. പൂങ്കാവിൽ ആർക്കെങ്കിലും മനുഷ്യൻ പാപിയല്ല എന്ന് ചിന്തയുണ്ടെങ്കിൽ ഇന്ന് രാത്രി വീട്ടിൽ പോകുമ്പോൾ ഒറ്റക്കടയ്ക്കും പൂട്ടിടരുത്. നാളെ രാവിലെ അറിയാം പാപി ഉണ്ടോന്ന്. എന്തേ? പൂട്ടിട്ട് ഒന്ന് വലിച്ച് രണ്ട് വലിച്ച് മൂന്നാമത്തെ വലിച്ച് ഉറപ്പ് വരുത്തിയിട്ടാ പോകുന്നത്. എന്നിട്ടും കുത്തി തുറക്കുക. പാപിയുണ്ടോ? ഇന്നലെയും മെനിഞ്ഞാന്നുമായി ചങ്ക് പടയ്ക്കുന്ന ഒരു വാർത്ത കണ്ടുകൊണ്ട് നമ്മൾ ഇരിക്കുക. എന്താ? 200 രൂപയുടെ ഭക്ഷണം മോഷ്ടിച്ചതിന് ഒരു കൂടപ്പിറപ്പായ മനുഷ്യനെ നിഷ്കരണം കൊന്നുകളഞ്ഞു. ചാച്ചര കേരളം. ഇതെന്തുവാടോ? വടക്കേ ഇന്ത്യക്ക് പഠിക്കുവാണോ? സ്തോത്രം. നോക്കേ, ഒരു സാധു മനുഷ്യൻ വിശന്നിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടിയും അരിയും എടുത്തെന്ന് പറഞ്ഞ് അയ്യോ അടിച്ചു കൊല്ലുകയാണ്. തെരുവ് പട്ടിയെ കൊന്നാൽ പോലും ചോദിക്കാൻ ഇവിടെ രഞ്ജിനി ഹരിദാസെങ്കിലും ഉണ്ട്. ആമേൻ. ഒരാത്മാവുള്ള മനുഷ്യനെ തച്ചു കൊന്നു. കൊച്ചു കേരളം. അയ്യോ ഭീകരം. കൊല്ലണ്ടവന്മാര് അകത്ത് കിടന്ന് സർക്കാരിന്റെ ചെലവിൽ ചപ്പാത്തിയും ചിക്കനും അടിച്ച് തടിച്ചുരുണ്ട് സിനിമാ നടന്മാരെ പോലെ ഇറങ്ങി നടക്കുന്നു, പോറ്റുന്നു. ആരാ ചോദിക്കുന്നേ? ആരോടാ ചോദിക്കുന്നേ? ഒത്തിരി രാഷ്ട്രീയക്കാരുണ്ട്, പ്രസ്ഥാനങ്ങളുണ്ട്. ഒരൊറ്റ എണ്ണം ഹർത്താൽ നടത്തിയില്ലല്ലോ. നടത്തിയോ? അവന്റെ ആത്മാവ്, അവന്റെ ജീവൻ പോയി. നമുക്കെന്നാ? എങ്ങോട്ടായി പോക്ക്? കൂടപ്പുറപ്പൊരുത്തനെ കൊന്നുകളയും, പ്രശ്നമില്ല. കാരണം ഇവിടെ കൊല്ലാൻ നടക്കുകയല്ലേ ബാക്കിയുള്ളവരും. എന്താ? ചില ആൾക്കാർ പറയാറുണ്ട്, പെന്തിക്കോസുകാരെ നോക്കി അവനൊക്കെ ഒരു നാണവും, എത്ര അടിച്ചാലും ചവിട്ടിയാലും നാണമില്ലാതെ പിന്നെയും വരിക. പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. നാണമില്ലാത്തവന്മാര് സ്നേഹിത, നാണമില്ലാത്തോണ്ടല്ല. നീ കാവി ഉടുത്താലും തൊപ്പിയിട്ടാലും നീ എൻ്റെ കൂടപ്പിറപ്പാണ്, നീ എൻ്റെ അപ്പന്റെ മകനാന്നുള്ള തിരിച്ചറിവ് ഈ പുസ്തകം കയ്യിൽ വന്നപ്പോഴാണ് കിട്ടിയത്. എന്റെ കൂടപ്പിറപ്പായ എന്റെ സഹോദരനായ നീ നശിച്ചു പോകുന്നത് കൂടപ്പിറപ്പായ എന്റെ ഹൃദയത്തിന് വേദനയായതുകൊണ്ട് നീ അടിച്ചാലും ചവിട്ടിയാലും തുപ്പിയാലും നാണമില്ലാതെ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞ് പിന്നെയും വരുന്നത് നീ എന്റെ അപ്പന്റെ മകനാന്നുള്ള തിരിച്ചറിവുള്ളത് കൊണ്ടാണ്. ഈ പുസ്തകം വരുന്നതിന് മുമ്പ് ഞങ്ങളും നിങ്ങളെപ്പോലെയായിരുന്നു. 2002 മുമ്പ് വരെ ഷമീർ അബ്ദുൽ സലാം കൂട്ടുകാരുമായി പിരിവിട്ട് കുപ്പിയെടുത്ത് ആളില്ലാത്ത പണി നടക്കുന്ന വീട്ടിന്റെ ടെറസിന്റെ മേളിൽ വട്ടം കൂടിയിരുന്ന് ഇതേപോലെ സന്ധ്യയ്ക്ക് പാട്ടും കൂത്തും ഗാനമേളയും പൊറോട്ടയും എടുത്തു വെച്ച് പിരിവിട്ട് കുപ്പിയെടുത്ത് അടിയ. അടുത്ത ദിവസത്തെ കുപ്പിക്ക് പണം കണ്ടാത്ത നാട്ടുകാരുടെ മരച്ചീനിയും തേങ്ങയും കരിക്കുമൊക്കെ ചാക്കിലാക്കിയും ഉത്സവപ്പറമ്പിൽ കൂട്ടുകാരുമായിട്ട് അടിയുണ്ടാക്കി നടന്ന ഭൂതകാലം നമുക്കുമൊക്കെ ഉണ്ട്. അന്നൊക്കെ RSS എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കും ഉണ്ടായിരുന്നൊരു വലിയ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതൊന്നും ഇല്ല കേട്ടോ. ഇന്ന് കാവിയാലും തൊപ്പിയാലും സഹോദരൻ എന്നാ ഉണ്ട്? സന്തോഷമാണോ? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. എന്താ? നീ എൻ്റെ കൂടപ്പിറപ്പാൻ തിരിച്ചറിഞ്ഞത് ഈ പുസ്തകം അകത്ത് വന്നപ്പോഴാണ്. ആമേൻ. അന്നൊക്കെ വഴിയെ നടന്നു പോകുമ്പോൾ കവലെ കോളാമ്പ്യം പിടിച്ചോണ്ട് തൊണ്ട കീർന്ന ഉപദേശിമാരെ കണ്ടാൽ അവന്റെ ജപിക്കലിനൊന്ന് കൊടുത്താൽ എന്താന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലവട്ടം. അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ വിഷമിക്കണ്ട, അതൊരു കുറ്റമൊന്നുമല്ല. എനിക്ക് ഒത്തിരി വട്ടം തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ജീവിച്ച പശ്ചാത്തലമാണ് നമ്മുടെയും. ആരും ആഗ്രഹിച്ചിട്ട് പിറകെ വന്നതല്ല. പിന്നെ എന്താ? പാപമെന്ന ഇരുട്ടിന് അടിമപ്പെട്ട് കിടക്കുകയാണ് മനുഷ്യൻ.
സ്തോത്രം. എത്ര വാർത്തകൾ. ഇവിടെ മൃഗങ്ങൾ ചെയ്യാൻ അറയ്ക്കുന്ന പ്രവൃത്തി മനുഷ്യൻ ചെയ്യുക. പ്രസവിച്ച് കിടക്കുന്ന ഒരു പട്ടിയുടെ അടുത്തോട്ട് ചെല്ല, ആ പട്ടി നമ്മെ കടിക്കാൻ പാഞ്ഞു വരും അല്ലേ? അതിന്റെ കാരണം ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ കുഞ്ഞിനെ എടുക്കാൻ വരുവാന്നുള്ള ചിന്തയിൽ അമ്മയുടെ പ്രതിരോധമാ പട്ടി കാണുന്നേ. മുട്ടയിട്ട് അടയിരിക്കുന്ന കോഴിയുടെ അടുത്തോട്ട് ചെല്ലേ, അമ്മ കോഴി കൊത്താൻ പാഞ്ഞു വരും. കുഞ്ഞിനെ സംരക്ഷിക്കുന്ന മാതൃഹൃദയത്തിന്റെ പ്രതിരോധം. മിണ്ടാപ്രാണിയായ പട്ടിയും പൂച്ചയും ആടും കോഴിയും തന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ പത്രം തുറന്നേ, ജനിപ്പിച്ച അപ്പന് സ്വന്തം പെൺകുഞ്ഞിനെ തിരിച്ചറിയാൻ വയ്യാന്ന്. പണ്ടൊക്കെ നാട്ടിലെ അമ്മമാര് മാർക്കറ്റിൽ പോകുമ്പോൾ കൊച്ചിനെ അയലത്ത് വീട്ടിൽ ഏൽപ്പിച്ചിട്ട്, ഉണ്ണിച്ചേട്ടാ കൊച്ചുവിടെ നിന്നിരിക്കട്ടെ, മാർക്കറ്റ് വരെ പോയിട്ട് വരാന്ന് അയലത്ത് വീട്ടിൽ ഏൽപ്പിച്ചിട്ട് പോകും. ഇന്ന് സ്വന്തം അപ്പന്റെ അടുക്കൽ പെൺകുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് മാർക്കറ്റ് വരെ പോയിട്ട് വരാൻ ധൈര്യമില്ല അമ്മമാർക്ക്. സാക്ഷര കേരളത്തിലെ കാര്യമാണ് പറഞ്ഞേ. എന്ത്? ഭരണകൂടങ്ങൾ മാറി, കമ്പ്യൂട്ടറുകൾ യുഗം, കണ്ടുപിടുത്തം, ഇന്റർനെറ്റ്, മംഗളിയാൻ ചൊവ്വായിലെത്തി, മനുഷ്യൻ കീഴോട്ട് പോവുക. എന്താ മാറാത്തേ? എന്താ മനുഷ്യൻ മാറാത്തേ? എത്ര വാർത്തകൾ അവസാനിക്കുന്നുണ്ടോ? പണ്ട് നമ്മുടെ നാട്ടിലെ അച്ഛന്മാര് പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ? അച്ഛന്മാരെന്ന് പറഞ്ഞാൽ പള്ളിയിലെ അച്ഛന്മാരല്ല, പിള്ളേരുടെ അച്ഛന്മാര്. എന്താ പ്രാർത്ഥിച്ചത്? ഈശ്വര, പടച്ചവനെ, ഭഗവാനെ, എൻ്റെ പെൺകുഞ്ഞിനെ ഒരുത്തന്റെ കൈക്ക് പിടിച്ചേൽപ്പിക്കുന്നവരെ എൻ്റെ കണ്ണടയല്ലേ എന്ന് പ്രാർത്ഥിച്ച അച്ഛന്മാരുടെ നാടാണ് നമ്മുടെ നാട്. എന്നാൽ ഇന്ന് പത്രം തുറന്നാൽ ജനിപ്പിച്ച പെൺകുഞ്ഞിന് മക്കളെ സമ്മാനിക്കുന്ന അച്ഛന്മാര് ചാനൽ ചർച്ചകളിൽ നിൽക്കുക ഹീറോകളെ പോലെ. എന്തേ? മനുഷ്യൻ പാപിയാടോ? 4 മാസം മുമ്പ് കാസർഗോട്ട് നിന്നൊരു വാർത്ത, ഒരമ്മ പൈപ്പും ചുവട്ടി തലയിറങ്ങി വീണു, പൊക്കിയെടുത്തോ, ആശുപത്രി കൊണ്ടുവന്നോ, പറഞ്ഞു കൺഗ്രാജുലേഷൻസ്, ഗർഭിണിയാണ്, ഭർത്താവ് ഗൾഫിലും. എന്തോ ചെയ്യാനാ? വിഷയം വഷളായി. ഭർത്താവ് പറഞ്ഞു ഞാൻ ഉപേക്ഷിക്കാൻ പോവുകയാണ്. നാട്ടുകാരാ പഞ്ചായത്തിലെ ഒന്നടങ്കം ആൾക്കാർ ഭർത്താവിനോട് പറഞ്ഞു അത് ചെയ്യരുത്, അവളൊരു നല്ല സ്ത്രീയാണ്, അവളൊരു ഒറ്റ പുരുഷനോട് അങ്ങനെ സംസാരിക്കുന്നത് ഞങ്ങളാരും കണ്ടിട്ടില്ല, അവളെപ്പോലെ ഒരു നല്ല സ്ത്രീ പഞ്ചായത്തിലില്ല. നാട്ടുകാരൊന്നടങ്കം അവർക്ക് വേണ്ടി നിൽക്കുകയാണ്. ഭർത്താവിനാകെ കൺഫ്യൂഷനായി. തൻ്റെ ബന്ധത്തിലുള്ളൊരു പോലീസുകാരനോട് രഹസ്യമായി ഒന്ന് അന്വേഷിക്കാൻ ഏർപ്പാടാക്കി. ആ രഹസ്യം പിന്നീട് പരസ്യമായി മനോരമ വന്നു, നമ്മളെല്ലാം വായിച്ചു. എന്താ അന്വേഷിച്ചപ്പോൾ എന്താ അറിഞ്ഞത്? ഓരോ ദിവസവും ബെഡ്റൂമിൽ ചേർത്ത് കിടത്തി ഉറക്കുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകന്റെ സമ്മാനം. കൂടെ പഠിക്കുന്ന കൂട്ടുകാർ ചുരുട്ടിക്കൊടുത്ത കഞ്ചാവിന്റെയും ലഹരിക്കും അടിമപ്പെട്ടു പോയ 9ാം ക്ലാസ്സുകാരൻ രാത്രിയിൽ അമ്മ കുടിക്കുന്ന പാലിനകത്ത് മയക്കുമരുന്ന് കലർത്തി കൊടുത്തിട്ട് സമ്മാനിച്ച സമ്മാനം. എങ്ങോട്ടായി നാട് പോണേ? ഇത് സാക്ഷര കേരളമാണ്. എങ്ങോട്ടാ പോന്നേ? ഇവിടെ ഒത്തിരി കൊടി പിടിക്കാനും അടിക്കാനും വെട്ടാനും കുത്താനും എല്ലാം തയ്യാറാകുന്നുണ്ടല്ലോ. ഈ പറയുന്ന ആദിവാസിയായ മധു എന്ന സഹോദരൻ അട്ടപ്പാടിയിൽ വിശന്നിട്ട് മരിച്ചല്ലോ, കൊന്നുകളഞ്ഞല്ലോ. എത്രയോ സന്ദർഭങ്ങളിൽ ഇവിടുന്ന് ദൈവകുഞ്ഞുങ്ങളും മിഷണറിമാരും കെട്ടിക്കണക്കിന് ആഹാരവും ഉടുതുണികളും ഒക്കെ ആട്ടെ ഇതിന്റെ ഇടയിലോട്ട് എത്ര മിഷണറിമാർ കടന്നു ചെന്നു. ഓടിക്കും, മതം മാറ്റാൻ വന്നതെന്ന് പറഞ്ഞ്. എന്നാ നീയൊക്കെ കൊടുക്കണടാ. ആമേൻ. ചത്തു കഴിഞ്ഞപ്പോ സദാചാരം വിളമ്പാൻ നടക്കുന്ന നാട്ടുകാരെ കൊണ്ട് കൊടുക്കേ. പേരും മതം ചോദിച്ച് ഞങ്ങൾ ആരെങ്കിലും ഇവിടെ വന്ന് 10 വീട് കയറി 10 പേർക്ക് അരി കൊടുക്കുക, ഞങ്ങൾ ചോദിക്കാറുണ്ടോ നിന്റെ പേര് ക്രിസ്ത്യാനി എന്നാണ്? അല്ല സുരേഷ്. എന്നാ പോടാ, നിനക്കില്ല, നീ RSS. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ജാതിയും മതമോ വർണ്ണോ വർഗോ കളറും കൊടിയും നോക്കിയല്ല കൂടപ്പിറപ്പുകൾക്കൊരു നന്മ ചെയ്യാൻ. കാരണം ഈ വേദപുസ്തകം കൈ വന്നപ്പോഴാണ് മനസ്സിലായത്, ചെരുപ്പ് കുത്തുന്നവനായാലും തോട്ടിപ്പടിക്ക് നടക്കുന്നവനായാലും അവൻ എൻ്റെ അപ്പന്റെ മകനാണ്, അവൻ എൻ്റെ കൂടപ്പിറപ്പാണ്. ആ ഒരു ബോധം അകത്ത് വരണമെങ്കിൽ നിന്റെ അകത്തിരിക്കുന്ന പാപമെന്ന ഇരുട്ട് പുറത്തു പോകണം, അല്ലെങ്കിൽ നിനക്കതിന് കഴിയത്തില്ല. ഈ പാപമെന്ന ഇരുട്ടിനെ പുറത്തു കളയാൻ മാറി വരുന്ന ഗവൺമെന്റുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇന്ന് വരെ? എല്ലാം ശരിയാക്കാം, എല്ലാം ശരിയായിക്കോട്ടെ, നമുക്കെന്നാ. മനുഷ്യൻ ശരിയാകത്തില്ല. കാരണം എന്താ? വെട്ടിമാറ്റാൻ കഴിയുന്ന ഒരു വൃക്ഷമല്ല പാപം, അറസ്റ്റ് ചെയ്ത് ജയിലിടാൻ കഴിയുന്ന ഒരു മനുഷ്യനല്ല പാപം, കത്തിച്ച് കളയാൻ പറ്റുന്ന ഒരു വസ്തുവല്ല പാപം. പിന്നെ എന്താ പറയാം? ഇവിടെ കൺമുമ്പിൽ കൂടെ നടന്നു പോകുന്ന ഒരു ഉറുമ്പ്, ആ ഉറുമ്പിന്റെ മുമ്പിൽ അല്പം ഉപ്പും അല്പം പഞ്ചസാരയും നിങ്ങൾ ഇട്ട് കൊടുക്കേ നോക്കി നിൽക്കുക. ഉറുമ്പ് പഞ്ചസാര തരി എടുത്തുകൊണ്ട് നടന്നു പോകും. ചോദിക്കും, ഉറുമ്പേ ഉപ്പും വെളുത്തിരിക്കുന്നു പഞ്ചസാരയും വെളുത്തിരിക്കുന്നു, ഇത് രണ്ടും ഞങ്ങൾ മനുഷ്യർ ഉപയോഗിക്കുന്ന, എന്നിട്ട് നീ എന്താ പഞ്ചസാര മാത്രം എടുത്തേ? ഉറുമ്പിന് സംസാരിക്കാൻ കഴിയുമെങ്കിൽ പറയും, സാറേ വേറൊന്നുമില്ല, എൻ്റെ ശരീരത്തിന് ദോഷം വരുത്തുന്ന ഞാൻ എടുത്തില്ല, അത്രേ ഉള്ളൂ.
പണ്ടൊക്കെ പഴക്കട വന്ന് 1 കിലോ മാമ്പഴം വേണമെന്ന് പറഞ്ഞാൽ കടക്കാരൻ തോളെ കിടക്കുന്ന തോർത്തെടുത്ത് ഒറ്റ വീശ ഈച്ച മുഴുവൻ ആട്ടിപ്പായിച്ചിട്ട് 1 കിലോ മാമ്പഴം തൂക്കിത്തരും. അന്ന് നമ്മൾ മനസ്സിൽ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഈ കടക്കൊട്ടും വൃത്തിയില്ല. ഇന്നത്തെ പഴക്കട നോക്കേ, സ്കാൻ ചെയ്താൽ പോലും ഒറ്റ ഈച്ചയില്ല. എന്താ, വൃത്തി കൂടിയതാണോ? എടാ, ഈച്ചക്കറി അതിനകത്ത് വന്നിരുന്ന തട്ടിപ്പോകുന്ന രാസപദാർത്ഥം പരട്ടി വെച്ചേക്കുവാന്ന്. ഈച്ച മാറി നടക്കുക. മിണ്ടാപ്രാണിയായ ഈച്ച ഉറുമ്പും തന്റെ ശരീരത്തിന് ദോഷം വരുത്തുന്ന വിഷയത്തിൽ നിന്ന് മാറി നടക്കുമ്പോൾ ആത്മാവുള്ള മനുഷ്യൻ, വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ, മനനം ചെയ്യുന്ന മനുഷ്യൻ, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്നും പുകവലി ശരീരത്തിന് ദോഷമാണെന്നും അറിയാവുന്ന മാതൃഭാഷ വെണ്ടയ്ക്ക പോലെ എഴുതി വെച്ചിട്ടും ഇതെന്റെ ശരീരത്തിന് ദോഷമാണ് വരുത്തുന്നത് എന്നവന് അറിയാമായിരുന്നിട്ടും വെളുപ്പാങ്കാലത്ത് വിറച്ച കയ്യുമായി ലുങ്കിയും വാരിച്ചുറ്റി ബിവറേജിന്റെ മുമ്പിലേക്ക് എന്തേ അവൻ ഓടുന്നു? അവൻ അറിയത്തില്ലേ ഇത് ദോഷമാണെന്ന്? അറിയാം. അറിഞ്ഞിട്ടും അവനെ അതിലേക്ക് ഓടിക്കുന്ന ഒരു അദൃശ്യ ശക്തി ഈ ലോകത്തിൽ വ്യാപരിക്കുന്നുണ്ട്. അതിനെ വിശുദ്ധ തിരുവെടുത്ത് വിളിക്കുന്ന പേരാണ് സ്നേഹിത, പാപം. ആമേൻ. മനുഷ്യൻ ഓടുകയാണ്. മലപ്പുറത്ത് കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൽ ഞാൻ കവലയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ നല്ല തടിമിടുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ അടുത്ത് വന്നിട്ട് ചോദിച്ചു, സാറേ എന്നെ ഒന്ന് രക്ഷിക്കുവോ? ഒരു തടിയൻ. ഞാൻ ചോദിച്ചു, എന്നാ? ഓരോ ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് പപ്പയുടെ പൊന്നുമോളാണ്, പപ്പയുടെ ചക്കരയാണ്, പപ്പ ഇനി കുടിക്കത്തില്ല, നാണ ഇട്ടേച്ചാ സാറേ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പക്ഷേ ഞാൻ വൈകുന്നേരം 4 കാലിലാണ് ചെന്ന് കയറുന്നേ. ഈ നശിച്ച കുടിയിൽ നിന്ന് എനിക്കൊരു രക്ഷ വേണം, എന്നെ ആര് രക്ഷിക്കും? എന്താ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം? നമ്മുടെ നാട്ടിൽ അനേക ചെറുപ്പക്കാരുടെ ഉള്ളത്തിലെ ആഗ്രഹമായി ചോദ്യം, ഈ തിന്മയുടെ പിടിയിൽ നിന്നൊക്കെ എനിക്ക് രക്ഷപ്പെടണം, എനിക്കൊരു നന്മയുള്ള മനുഷ്യനായി എനിക്ക് ജീവിക്കണം, ആരെന്നെ സഹായിക്കും? കഴിയുന്നില്ല. എന്താ? ഈ പാപമെന്ന ഇരുട്ട് അവൻ്റെ അകത്ത് കുടിയിരിക്കുന്നു. അതുകൊണ്ട് പൂർവ്വപിതാക്കന്മാരായ ആളുകൾ ഈശ്വരന്മാരോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇരുട്ട് മാറാൻ. തമസോ മാം ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ ഈശ്വര. ആര് നയിക്കും? എന്താ ഒരു വഴി? ഈ പാപമെന്ന ഇരുട്ട് മനുഷ്യന്റെ അകത്തുനിന്ന് പുറത്തു പോകണം. എന്താ വഴി? ഇന്നിവിടെ ഈ ലൈറ്റ് മുഴുവൻ തെളിച്ചിരിക്കുന്നത് എന്തിനാ? ഇരുട്ട് മാറാനാ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ലൈറ്റ് മുഴുവൻ ഇവർ അണച്ചാൽ എനിക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ലേ? പറ. പറ്റും, പ്രസംഗിക്കാൻ പറ്റും. പ്രസംഗത്തിന് ലൈറ്റ് വേണമെന്നുണ്ടോ? വേണ്ട, കേട്ടാൽ മതിയല്ലോ, പ്രസംഗിക്കാൻ പറ്റും. പിന്നെ എന്താ ഈ ലൈറ്റ് ഇട്ടേക്കുന്ന? ഇതങ്ങ് അണച്ചൂടെ? അണച്ചാലും പ്രസംഗം നടക്കും. പക്ഷെ ഒരു വിഷയമുണ്ട്, അണച്ചാൽ പിന്നെ ഈ കൂട്ടത്തിൽ നിന്ന് ഒരുത്ത ഇപ്പുറത്തോട്ട് കയറിയിരുന്ന അറിയത്തില്ല. എന്താ മനസ്സിലായി? പിന്നെ ധാർമ്മികതയൊക്കെ നഷ്ടപ്പെടും. കാരണം ഇരുട്ട് വ്യാപരിച്ചാൽ അടുത്തിരിക്കുന്നത് അമ്മയാണോ പെങ്ങളാണോ എന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതുതന്നെയാണ് ഇന്ന് മനുഷ്യനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാപമെന്ന ഇരുട്ട് അവൻ്റെ അകത്ത് കൂടിയിരിക്കുന്നത് കൊണ്ട് ഇതെൻ്റെ മോന, ഇതെൻ്റെ സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞ് എന്നുപോലും ഒരു അപ്പന് തിരിച്ചറിയാൻ കഴിയാത്ത ധാർമ്മിക അധപ്പതനത്തിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം മനുഷ്യൻ ഇരുട്ടിലാണ്. ഈ ഗ്രൗണ്ടിനകത്ത് ഇരുട്ട് വഴിമാറുവാൻ ഇവിടെ ഒരു വെളിച്ചം തെളിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി പൂങ്കാവിനോട് ഉച്ചത്തിൽ വിളിച്ചു പറയാം, മാനവജാതിയുടെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ടിനെ പുറത്തു കളയാനും അവന്റെ അകത്തൊരു വെളിച്ചം കടന്നു വന്നേ മതിയാകൂ. ആ മാർഗമല്ലാതെ മറ്റൊരു വഴിയുമില്ലെങ്കിൽ ഏതാണ് ആ വെളിച്ചം? പൂങ്കാവിനോട് വിളിച്ചു പറയാം, ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം പാലസ്തീന്റെ പച്ചമണ്ണിൽ കാലമർത്തി ചവിട്ടി നിന്നുകൊണ്ട് ഒരുവൻ ലോകത്തോട് പ്രഖ്യാപിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവൻ ഇരുളിൽ നടക്കുകയില്ല എന്ന് ലോകത്തോട് പ്രസംഗിച്ച, ലോകം കണ്ട ഒരേ ഒരു പ്രസംഗകൻ, ലോകം കണ്ട ഒരേ ഒരു പ്രവാചകൻ, ലോകം കണ്ട ഒരേ ഒരു മഹാഗുരു, ലോകം കണ്ട ഒരേ ഒരു ദൈവം, അവനത്ര ഇന്ന് രാത്രിയിൽ ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നസ്രത്തുകാരനായ യേശു ക്രിസ്തു. മാനവജാതിയെ ഈ പാപമെന്ന ഇരുട്ടിൽ നിന്ന് രക്ഷിച്ചെടുപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു എന്ന ഏക നാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ലാതെ പോരാ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു രക്ഷാമാർഗവും ഈ സ്ഥിതിയിൽ ഇല്ലവേ ഇല്ല. അത് പറയാനാ ദൈവം അയച്ചേ. സ്തോത്രം. ആമേൻ. ഇത് അക്രമത്തിന്റെ മാർഗമല്ല, പീഡനത്തിന്റെ മാർഗമല്ല, വാള് കാണിച്ചിട്ടല്ല, ബോംബ് പൊട്ടിച്ചിട്ടല്ല, തുണ്ട് പേപ്പർ കഷണങ്ങൾ. പൂങ്കാവിലുണ്ടല്ലോ ചെറുപ്പക്കാരെ, ഒരു വാദത്തിന് വേണമെങ്കിൽ കയറുക, വന്ന് എനിക്കിട്ട് 2 അടിയടി, ഇതിനകത്തിട്ടെല്ലാം ചവിട്ടി, അല്ല ഒത്തിരി പേരൊക്കെ ഒത്തിരി എടുത്ത് ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളും ചെയ്തു. ആമേൻ. ഇവിടെ ഇരിക്കുന്നവരാരും
ആമേ തിരിച്ചടിക്കത്തില്ല. ഷമീർ അബ്ദുൽ സലാമും പഴയതുപോലെ ആമേ ആ ബാറിലോട്ട് പോയി ഒരു പൈന്റ് മേടിച്ച് അടിച്ചു വന്ന് ആരടാ എന്നെ അടിച്ചു ഒന്നും ചോദിക്കത്തില്ലെന്നേ. അടിച്ചോ ചവിട്ടിയോ ചവിട്ടി കൂട്ടിയോ ഒക്കെ ഇട്ടേച്ചു പോ, നാളെ യോഗം ഇല്ലയോ വേണ്ട. പക്ഷെ ഒരു കാര്യം തൻ്റെ ഇടത്തോടെ പ്രാഗൽഭ്യത്തോടെ പൂങ്കാവിനോട് പറയാം, ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന മുഴുവൻ പേരുടെയും ബൈബിൾ വാങ്ങി ആ ഹാലജൻ ലൈറ്റിന്റെ കീഴെ ഇട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചോ. ഒരു കാര്യം അഭിമാനത്തോടെ പറയാം, അതിന്റെ പേരിൽ നാളെ കേരളത്തിൽ ഹർത്താൽ ഉണ്ടാകത്തില്ല. അതിന്റെ പേരിൽ ഒറ്റ ട്രാൻസ്പോർട്ടിന് ഞങ്ങൾ കല്ലെറിയത്തില്ല. അതിന്റെ പേരിൽ ഞങ്ങളിലൊരുത്ത മുണ്ടും മടക്കി കുത്തി തെരുവിളിക്കാൻ തെരുവിലിറങ്ങി നിൽക്കത്തില്ല. കാരണം ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തുവിന് ഭൂമിയിൽ കൊട്ടേഷൻകാരില്ല. ഭൂമിയിൽ കൊട്ടേഷൻകാരില്ലാത്തൊരു ദൈവത്തെ ഇന്ന് രാത്രി പൂങ്കാവിൽ ഉയർത്തി കാണിക്കുകയാണ്. അവനത്രേ ആമേ നസ്രത്തുകാരനായ യേശു ക്രിസ്തു, മറ്റൊരുത്തരിലും രക്ഷയില്ല. ആമേൻ. അതാണ് സുവിശേഷം. ചോദിക്കട്ടെ പൂങ്കാവിനോടെ, ഈ സുവിശേഷം നാടിന് എന്ത് ദോഷം വരുത്തി? ഇന്നും ഇതിനെ വൈരാഗ്യ മനസാക്ഷിയോടെ കാണുന്നവര് നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, മനസാക്ഷി എന്നുണ്ടെങ്കിൽ അത് ഈ കൈവച്ച് നിങ്ങൾ മറുപടി പറ. എന്ത് ദോഷം വരുത്തി? നിങ്ങളുടെ സുവിശേഷം കേട്ടാണ് ഇവിടെ എൻ്റെ മോൻ കുടിയനായെന്ന് പറയാൻ ഒരമ്മ ഇങ്ങോട്ട് വാ, ഇനി മേലെ ഇവിടെ ഒരു യോഗം നടത്തിയേക്കരുത്. ആമേൻ. പറ, ഈ കൊട്ടിപ്പാടി കലവില എന്ന് പറയുന്ന കൂട്ടം നിങ്ങൾക്ക് എന്ത് ദോഷമാ ചെയ്തേ? ആമേൻ. നിങ്ങളുടെ സുവിശേഷം കേട്ട് എൻ്റെ മോൻ കഞ്ചാവ് അടിക്കാൻ പോകുന്ന ഒരമ്മ പറ. വേണ്ട. നിങ്ങളുടെ ഈ ഹൈവേ, ഈ NH-47 MC റോഡോ എവിടെങ്കിലും ഇവിടെ സുവിശേഷം നടക്കുക. അതുകൊണ്ട് ബസ്സും കാറും ലോറി ഇതിലെ വോട്ടർസും പറഞ്ഞ് ഏമാമാര് മീശൻ ചുരുട്ടിക്കൊണ്ട് വഴി തിരിച്ചു വിടേണ്ട ഗതികേട് സുവിശേഷ നിമിത്തം ഈ പട്ടണം കണ്ടിട്ടുണ്ടോ? ആമേൻ. ഒന്നും നിങ്ങൾ കാണുകയല്ല, ഒരു ദോഷവും വരുത്തിയിട്ടില്ല. പിന്നെ ചിലർ പറയുന്നത് ശബ്ദമെന്നാ. ചുമ്മാ മനസാക്ഷിയെ വഞ്ചിച്ചൊന്നും സംസാരിക്കരുത്. 3 മണിക്കൂർ ശബ്ദം, 9 ആകുമ്പോൾ 9:15 അല്ലെ 9:30 ആകുമ്പോൾ പരിപാടി തീർന്നു. ഇവിടെ അടുത്ത മാർച്ച് മാസത്തിൽ ഞങ്ങളൊരു യോഗത്തിന് ഇവിടുത്തെ പത്തനംതിട്ട സ്റ്റേഷനിൽ ചെന്നാൽ ഏമാന്മാരൊരു ചിരിയൊക്കെ ചിരിച്ചിട്ട്, ഉപദേശിയെ മാർച്ച് മാസമാണ്, അതുകൊണ്ട് പോയിട്ട് മാർച്ച് കഴിഞ്ഞു വാ. എന്താ? അല്ല, SSLC പരീക്ഷയാണ് ഉപദേശി, രക്ഷയില്ല. എന്നാൽ ആയിക്കോട്ടെ സാറേ, മാർച്ച് കഴിഞ്ഞു, ഓക്കെ, പോട്ടു. അതേ മാർച്ച് മാസത്തിൽ ഉപദേശിമാർ ബൈക്ക് എടുത്തുകൊണ്ട് ഈ റോഡിൽ കൂടെ ഒന്ന് തലങ്ങും വിലങ്ങും സഞ്ചരിച്ചേ. അതേ മാർച്ച് മാസത്തിൽ മുക്കിന് 8 ഇഞ്ചിന്റെ ബോക്സ് കെട്ടിവെച്ച് 24 അവേഴ്സ് പരിപാടി കേൾക്കാം. SSLC ഇല്ലേ ഇവിടെ? ഹാർട്ട് അറ്റാക്കുകാരില്ലേ ഇവിടെ? ഇതൊക്കെ ഉണ്ട്. എന്നാൽ അതിനെല്ലാം കീഴ്പ്പെട്ട്, നിയമ അധികാരികൾക്ക് കീഴ്പ്പെട്ട് 2 മണിക്കൂർ ശബ്ദം കുടിക്കല്ലേ, വലിക്കല്ലേ, മര്യാദയ്ക്ക് ജീവിക്കണം എന്നൊക്കെ പറയുന്നതാണ് ഇവിടെ പലർക്കും പിടിക്കാത്തേ. ആമേൻ. വേറെ എന്ത് ദോഷമാ ചെയ്തേ? സുവിശേഷം നാടിനൊരു ദോഷവും ചെയ്തിട്ടില്ല. പിന്നെ ചെയ്ത നന്മ എന്താ? പൂങ്കാവിന് ചെയ്ത നന്മയാണ് ഇവിടെ ഇരിക്കുന്ന കസേരകൾ. ഇവരിൽ പലരും സമൂഹത്തിന് ഭാരമായി, വെള്ളമടിച്ച് റോഡിൽ കൂടെ നാടിനും വീടിനും സമൂഹത്തിനും ഭാരമായി ജീവിച്ചവരാണ്. ഈ സമൂഹത്തെ മുഴുവൻ നന്മയുള്ള അനുഭവമാക്കി തീർത്ത സന്ദേശം സുവിശേഷമാണ്. പോലീസിന്റെ ചൂരൽവടി പലവട്ടം കാൽവെള്ളയിൽ പതിച്ചിട്ടും നന്നാകാത്തത് ഇതിനകത്ത് ഇരിപ്പുണ്ട്. അവരെ നന്നാക്കിയത് സുവിശേഷമാണ്. തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗം മനോരമയ്ക്കടുത്തൊരു കോളനി ഉണ്ട്. പട്ടാപ്പകൽ പോലും സഹോദരിമാർക്ക് വഴി നടക്കാൻ പറ്റാത്തവണ്ണം ക്രിമിനലുകളായ തേറ്റ അനിയും ഗോൾഡ് സുനിയും ഗുണ്ടുകാട് കൊച്ചു സാബുവും പാർക്കുന്ന ചെങ്കൽ ചൂള മാറി മാറി വന്ന ഗവൺമെന്റ് നന്നാക്കാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. പോലീസ് അധികാരികൾ നന്നാക്കാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. ഒടുവിൽ വന്ന ഗവൺമെന്റാണ് 2 ഫയർഫോഴ്സ് യൂണിറ്റ്, ചെങ്കൽ ചൂള യൂണിറ്റ് എന്ന പേരിൽ അവിടെ സ്ഥാപിച്ചുകൊണ്ട് വിധി പറഞ്ഞു, ചൂള നന്നാകത്തില്ല. ചൂള നന്നാകത്തില്ലെന്ന് ഗവൺമെന്റ് വിധി എഴുതിയ ചെങ്കൽ ചൂളയിൽ ഞങ്ങളെയൊക്കെ പോലെ ചില ഉപദേശിമാര് തോളി സഞ്ചിയുമായിട്ട് കയറി. സഞ്ചിക്കകത്ത് വാളില്ല കേട്ടോ, സഞ്ചിക്കകത്ത് ബോംബില്ല കേട്ടോ, സഞ്ചിക്കകത്ത് കുറുവടിയില്ല, സഞ്ചിക്കകത്ത് സൈക്കിളിന്റെ ജയിലില്ല. തുണ്ട് പേപ്പർ കഷ്ണങ്ങളുമായി പ്രവേശിച്ചു. ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു തലസ്ഥാന നഗരിയിലേക്ക്, ചെങ്കൽ ചൂളയിലേക്ക്. നിങ്ങൾക്കൊരു കാഴ്ച കാണാം. തേറ്റ അനിയും ഗോൾഡ് സുനിയും ഗുണ്ടുകാട് കൊച്ചുസാബുവും സുവിശേഷത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി കുഞ്ഞാടികളെ പോലെ അവരുടെ നാടിനും വീടിനും സമൂഹത്തിനും കൊള്ളാവുന്ന ചെറുപ്പക്കാരാക്കി അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ സന്ദേശം സുവിശേഷമാണ്. പൂങ്കാവിന് തൻ്റെ ഇടമുണ്ടോ?
നിങ്ങളുടെ സുവിശേഷമല്ല, മറ്റൊരു സന്ദേശം. ദാണ്ട് ഇവിടുത്തെ കഞ്ചാവ് അടിച്ചു നടന്ന ദാണ്ട് ആ തോമാച്ചനെ നന്നാക്കിയെന്ന് പറഞ്ഞ് മറ്റൊരു സന്ദേശം ഈ ഭൂമിയിൽ മനുഷ്യരെ നന്മയിലേക്ക് നയിച്ചിട്ടുണ്ടെന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ ഒരാളെ നിങ്ങൾ ഇങ്ങോട്ട് നിർത്താൻ പൂങ്കാവിന് തൻ്റെ ഇടമുണ്ടോ? അങ്ങനെ നിങ്ങൾ ഒരാളെ ഇതിനകത്ത് നിർത്തിയാൽ ഞങ്ങൾ 99 എണ്ണത്തെ അങ്ങോട്ട് നിർത്തി തരും. ഇതാൾക്കാരെ പറ്റിക്കുന്ന പരസ്യമല്ല സഹോദര. മമ്മൂട്ടി വന്ന് പരസ്യം പറഞ്ഞു, ഇന്ദുലേഖ തേച്ചാ വെളുക്ക് വന്നേ. ഒരമ്മാവും മേടിച്ച് 6 മാസം തേച്ചു, വെളുത്തില്ല. കോടതി കേസ് കൊടുത്ത് നഷ്ടപരിഹാരം മേടിച്ചു. അങ്ങനെ പരസ്യം പറഞ്ഞ് നിങ്ങളെ പറ്റിക്കാമെന്നല്ല. ഒരു കാലത്ത് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ വഴി നടന്നു പോകുമ്പോൾ റോഡെ കോമാളിത്തരം കാണിച്ച് നടക്കുമ്പോൾ പല കടക്കാരും പരസ്പരം ചോദിച്ചു, അതേതാ അവൻ, ഏതാ അതെ, അതില്ല സലാമിൻ്റെ മോനാണ്, ജമീലയുടെ മോൻ, തല തെറിച്ച അങ്ങനെ പറഞ്ഞു. അന്ന് അതേ നാട്ടിലൂടെ എൻ്റെ ഉമ്മ ഇറങ്ങി നടന്നാൽ അതേ കച്ചവടക്കാർ പറയും, അതാരാ പോകുന്നതെന്നറിയോ? ആരാ? നമ്മുടെ മറ്റേ പ്രസംഗകനില്ലയോ, ഷമീർ കൊല്ലത്തിൻ്റെ ഉമ്മയാ. എൻ്റെ പേരിൽ എൻ്റെ മാതാപിതാക്കൾ അവരെ അഭിമാനിക്കാൻ തക്കവണ്ണം ജീവിത ചരിത്രത്തെ മാറ്റിയെഴുതുന്ന ഒരേ ഒരു സന്ദേശം ഉലക ചരിത്രത്തിൽ ഇന്നും യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ആമേൻ. വട്ടപ്പാറയ്ക്കടുത്ത് കുറ്റിയാണി എന്ന് പറഞ്ഞ സ്ഥലം. ഇതുപോലൊരു യോഗത്തിൽ പ്രസംഗിക്കുക. പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നല്ല മസിലൊക്കെ പെരുപ്പിച്ചൊരു സഹോദരൻ അടുത്ത് വന്നു, പരിചയപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. എന്നെ അറിയാമോ? ഞാൻ പറഞ്ഞു അറിയില്ല. പാസ്റ്റർ പ്രസംഗത്തിൽ പറഞ്ഞില്ലേ തേറ്റ അനി, അത് ഞാനാന്ന്. ആമേൻ. ഞാൻ പറഞ്ഞു അതാണോ? ഞാൻ ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. എന്നാ കണ്ടോ ഞാനാ. ഞാൻ ചോദിച്ചു എന്ത് ചെയ്യുക? ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ ബൈബിൾ കോളേജിൽ പഠിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇനിയും വേണോ? ദാ ചിങ്ങവനത്തിനടുത്ത് ഒരു മോഷ്ടാവും പ്രതിയും, ചിങ്ങമനം സുരേഷ്. പത്രത്തിൽ കേട്ട കാണാനുള്ള പേരാ ചിങ്ങമനം സുരേഷ്. പോലീസുകാർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി ആവുന്ന ഇടി മുഴുവൻ അടിച്ച് ഇഞ്ച പരുവത്തിലാക്കിയിട്ടും വാതുറന്ന് സുരേഷ് ഒരു കാര്യം സമ്മതിച്ചില്ല. ഇടി കൊണ്ട് തളർന്ന് കിടക്കുന്ന സുരേഷിനെ കണ്ട SIക്ക് സങ്കടം തോന്നി. കോൺസ്റ്റബിളോട് പറഞ്ഞു 2 പൊറോട്ട മേടിച്ചു കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. 2 പൊറോട്ട മേടിച്ച് ഇരുമ്പഴിക്കകത്തോട് ഇട്ട് കൊടുത്തു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സുരേഷ് നിലവിളിക്കുക, അയ്യോ ഞാൻ ഇത്രയും മോഷണം നടത്തി, ഞാനൊരു ഭാവിയാണ്, കരയുക. പോലീസുകാരെല്ലാം ഓടിച്ചെന്നിട്ട് ചോദിച്ചു, സുരേഷ് വട്ടായോടാ? ആവുന്ന ഇടി മുഴുവൻ ഇടിച്ചിട്ട് ഒറ്റ കുറ്റം പോലും സമ്മതിക്കാത്ത നീ ഇപ്പൊ മോഷണം ചെയ്തൊന്ന് വിളിച്ചു, നിനക്കെന്നാ വട്ടായോ എന്ന് ചോദിച്ചു. സുരേഷ് പറഞ്ഞു എനിക്ക് വട്ടില്ല സാറേ. പിന്നെ നിനക്ക് എന്താ പറ്റി? ഒരു പേപ്പർ കഷ്ണം ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, ഇത് കണ്ടോ? എന്താ? വഴിയെ നടന്നുപോയ ഒരു ഉപദേശി ആ ഹോട്ടലുകാരന് കൊടുത്ത ഒരു സുവിശേഷത്തിന്റെ പേപ്പർ കഷ്ണം. ഹോട്ടൽ മുതലാളിക്ക് അത് ഇച്ചിച്ചിയായിട്ട് തോന്നി. സപ്ലയർ എടുത്ത് പറഞ്ഞു പൊറോട്ട എങ്ങാനും പൊതിഞ്ഞ് കൊടുക്കടാൻ. പൊറോട്ട പൊതിഞ്ഞു കൊണ്ടു കൊടുത്ത പൊറോട്ട കഴിക്കാൻ പേപ്പർ അടിച്ച സുവിശേഷത്തിന്റെ പേപ്പറ് ഒരൊറ്റ വാർത്ത വായിച്ചു കഴിഞ്ഞപ്പോൾ പോലീസുകാരന്റെ മർദ്ദനമുറയ്ക്ക് നന്നാക്കാൻ കഴിയാത്ത സുരേഷിനെ മാനസാന്തരത്തിലേക്ക് നയിച്ച സന്ദേശമാണ് ക്രിസ്തുവിന്റെ സുവിശേഷമെങ്കിൽ ഇന്ന് ചിങ്ങവനത്ത് സമൂഹത്തിനും ദേശത്തിനും കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനാക്കി ചിങ്ങവനം സുരേഷിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ സന്ദേശമാണ് ഈ ക്രിസ്തുവിന്റെ സുവിശേഷം. ആമേൻ. അതുകൊണ്ടാണ് ഞങ്ങൾ കവലെ കൊട്ടാരക്കര പ്രസംഗിക്കുമ്പോൾ ഒരു പോലീസ് വണ്ടി അടുത്തൂടെ വന്നു. എന്നാ ഉദ്ദേശി? സുവിശേഷ പ്രസംഗമാണ് സാറേ. നടക്കട്ടെ നടക്കട്ടെ. അടുത്ത ചായക്കടയിൽ കയറി ചായ കുടിച്ചു പോലീസുകാർ തിരിച്ചിറങ്ങി ഞങ്ങളൊരു സുവിശേഷകന്റെ കൈക്ക് പിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞു, കൊള്ളാം, ഞങ്ങൾക്കും ഇതൊക്കെ ഇഷ്ടമാണ്. കാരണം നിങ്ങളുടെ പ്രസംഗം കേട്ട് 2 എണ്ണം ഗുണപ്പെട്ടാൽ ഞങ്ങളുടെ ജോലി അത്രയും കുറഞ്ഞിരിക്കും. അപ്പൊ ഏമാനും അറിയാം ഇത് ഗുണപ്പെടുത്തുന്ന സന്ദേശമാണ്, ഇതാർക്കും ദോഷം വരുത്തുന്ന സന്ദേശമല്ല സ്നേഹിത. അങ്ങനെയെങ്കിൽ ക്രിസ്തു എന്ന സുവിശേഷം അഥവാ യേശു ക്രിസ്തു എന്ന വെളിച്ചം ജാതിമത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഏതൊരു മനുഷ്യന്റെ അകത്തേക്ക് കടന്നു വരുന്നു, അപ്പോൾ അവന്റെ അകത്തിരിക്കുന്ന പാപമെന്ന ഇരുട്ട് പുറത്തുപോയി അവൻ വെളിച്ചമുള്ളവനായി കൂട്ട സഹോദരന്മാരെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ കഴിയുന്ന, കാവിയെടുത്തവനെ തൊപ്പിയിട്ടവനെ ചേർത്ത് പിടിച്ച് സഹോദര എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയായി മനുഷ്യൻ മാറുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ അച്ഛാദിൻ വരുന്നത്. അപ്പോഴാ അച്ചാദ്യം വരുന്നേ. ജാതി മതഭേദമില്ലാതെ കാവി ഉടുത്തവനും തൊപ്പിയിട്ടവനും ചേർത്ത് പിടിച്ച് എന്നാ ഉണ്ട് സഹോദര, സന്തോഷമാണ്. അങ്ങനെ ചോദിച്ച് ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ കഴിയുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയായി പത്തനംതിട്ടയിലെ മനുഷ്യൻ മാറിയാൽ അപ്പോഴാണ് ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് നമ്മുടെ നാടാന്ന് പറയാൻ തക്കവണ്ണം നമ്മുടെ നാട് അച്ഛാദിനായി മാറുന്നത്. അല്ലാതെ വർഗീയ വിഷം പരത്തുന്ന കുറെ പ്രസംഗങ്ങളുമായി
കുറെ ചേച്ചിമാരും ചേട്ടന്മാരും പറഞ്ഞിട്ടുണ്ട് യുവാക്കളുടെ ഞരമ്പിൽ രക്തം കുത്തിവെച്ച് തമ്മിലടിപ്പിച്ച് കൊല്ലാൻ കുറെ ചേട്ടന്മാരും ചേച്ചിമാരും. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു ചേച്ചി കയറി എന്ന് പറയുന്നു, ഈ മിഷണറിമാരെയൊക്കെ പാകിസ്ഥാനിലോട്ടും പഞ്ചാബിലോട്ടും ഒക്കെ അയക്കണമെന്ന് പറഞ്ഞ് ചേച്ചിയുടെ പ്രസംഗം കേട്ടാൽ ചത്ത് കിടക്കുന്നവനും എഴുന്നേറ്റ് മറ്റൊരുത്തനിട്ട് കീറാൻ തോന്നുന്ന രീതിയിൽ വർഗീയ വിഷം പറത്തിക്കൊണ്ട് ചേച്ചി ഇങ്ങനെ നടക്കുക. എൻ്റെ പൊന്നു ചേച്ചി, ചേച്ചിയുടെ പേരിൻ്റെ അറ്റത്ത് ടീച്ചർ എന്ന് വരാൻ കാരണം മിഷണറിമാർ ഇവിടെ വന്ന് തുണി ഉടുപ്പിച്ച് വിദ്യാഭ്യാസം ചെയ്യിച്ചതുകൊണ്ടാണ്. അല്ലെങ്കിൽ ചേച്ചി ഇപ്പോൾ വെറും ശശി, അതിനപ്പുറത്ത് ഒരു ഡെക്കറേഷനും ചേച്ചിക്ക് കിട്ടത്തില്ലായിരുന്നു. അതുകൊണ്ട് ചേച്ചി മിഷണറിമാരെ പാകിസ്ഥാനിലോട്ടും പഞ്ചാബിലോട്ടും ഒക്കെ അയച്ച് വർഗീയ വിഷം പരത്താതെ ഒന്ന് ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ പഠിപ്പിക്കേ, ഒന്ന് ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ പറ. കാവി ഉടുത്തവരൊക്കെ കൊന്തയിട്ടവരൊക്കെ ഒന്ന് പരസ്പരം ചേർത്ത് പിടിച്ചൊന്ന് സ്നേഹിക്കട്ടെ. എന്താ കാരണമെന്നറിയാമോ? ഇതിലെ ബൈക്കിൽ കൂടെ കൊന്തയിട്ട് പാഞ്ഞു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ തലപൊട്ടി താഴോട്ട് വീണ് എടുത്ത് കിംഷി കൊണ്ട് ചെന്നു. ഇപ്പൊ ഒരു കുപ്പി ബ്ലഡ് അടച്ചാൽ ഇവൻ രക്ഷപ്പെടും. അടുത്ത ബെഡിൽ കൂട്ടിരിക്കാൻ വന്ന RSSകാരൻ പറഞ്ഞു, ഞാൻ തരാം ബ്ലഡ്. വേണ്ടാന്ന് പറഞ്ഞ ചരിത്രം ഉണ്ടോടോ? അമ്പലത്തിലെ പൂജാരിയുടെ കിഡ്നി അടിച്ചു പോയി, ഒരു കിഡ്നി വേണം. കിഡ്നി തരാൻ വന്നത് അപ്പുറത്തെ ജമാഅത്തിലെ മുസ്ലിയാർ. വേണ്ടാന്ന് പറഞ്ഞ ചരിത്രം ഉണ്ടോടോ? വട്ടത്തരം കാണിച്ച് ആരോഗ്യവും മസിലും ഒക്കെ പെരുപ്പിച്ച് നടക്കുമ്പോൾ ഇതിനെയൊക്കെ തമ്മി കൊല്ലാൻ നടക്കുക. ഉരുണ്ടു വീണാത്ത പൊക്കിയെടുക്കുന്നവന്റെ കളറും കൊടിയൊന്നും ആരും നോക്കാറില്ല സഹോദര. അതുകൊണ്ട് തിരിച്ചറിയേ, മനുഷ്യനായി കണ്ടേ, കൂടെപ്പിറപ്പാന്ന് കണ്ടേ, തമ്മി ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ കഴിയുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയായി നീ മാറണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. നിന്റെ അകത്ത് വെളിച്ചം കടന്നു വരണം, പാപമെന്ന ഇരുട്ട് പുറത്തു പോകണം. അങ്ങനെ മാനവജാതിയുടെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ടിനെ സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് പറിച്ചെറിയുവാൻ സാക്ഷാൽ ദൈവം, യഹോവയായ ദൈവം വേഷത്തിൽ മനുഷ്യാവതാരമെടുത്ത് ലോകത്തിലെ കുരുവായ ദൈവമാണ് ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുന്ന നസ്രത്തുകാരനായ യേശുക്രിസ്തു. ആമേൻ. സർവമാനവജാതിയുടെ പാപത്തിന് ഏക മനുഷ്യനാൽ സർവ മനുഷ്യരിലേക്കും പാപം പ്രവേശിച്ചപ്പോൾ ഏകന്റെ മരണത്താൽ സർവ മനുഷ്യരിലെ പാപത്തെ തുടച്ചു നീക്കുവാൻ കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് സർവമാനവജാതിയുടെ പാപത്തെ ചുമന്നുകൊണ്ട് നടന്നു കയറിയ ദൈവപുത്രനായ ക്രിസ്തു. പൂങ്കാവേ, ഇന്ന് രാത്രി പുറം കണ്ണടച്ച് അകക്കണ്ണു തുറന്ന് കാൽവരിയിലേക്ക് നോക്ക്. കണ്ടോ, കാൽവരിയിൽ ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായവൻ, വെണ്മയും ചുവപ്പുമുള്ള എൻ്റെ പ്രിയൻ, ഇറച്ചിക്കടയിലെ കൊളുത്തിലൊരു മാറ്റിനെ തൂക്കിയിട്ടിരിക്കുന്ന ലാഘവത്തോടെ, കണ്ടാൽ തിരിച്ചറിയാത്തൊരു മാംസക്കഷ്ണമായി, ഓരോ ചാട്ടവാറടിക്കും പീസു പീസായി മാംസക്കഷ്ണങ്ങൾ ഇളകി തെറിച്ചു മാറിയിട്ടും മുൾക്കിരീടം ആ തലയോട്ടികളിലേക്ക് ആഴത്തിലിറങ്ങി രക്തത്തുള്ളികൾ ചിതറിത്തെറിച്ചിട്ടും അറക്കുവാൻ കൊണ്ടുപോകുന്ന ഒരാടിനെ പോലെ, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന ഒരു കുഞ്ഞാടിനെ പോലെ പ്രതികരിക്കാതെ മൗനമായിരിക്കുന്ന ക്രിസ്തുവിന്റെ ചിത്രം 2002 ഞാൻ കണ്ടു. ആമേൻ. ഹൃദയത്തിന്റെ അകത്തളത്തിൽ നിന്ന് ചോദിച്ചു, യേശുവേ, യേശുവേ, ഒരൊറ്റ വാക്കുകൊണ്ട് പ്രകൃതിയെ അനുസരിപ്പിച്ച ദൈവമല്ലേ അങ്ങ്? കാറ്റേ അടങ്ങ്, കടലെ ശാന്തമാകെന്ന് പറഞ്ഞുകൊണ്ട് പ്രകൃതിയെ ഒറ്റ വാക്കിൻ മുമ്പിൽ നിർത്തിയ ദൈവമല്ലേ അങ്ങ്? ലാസറേ പുറത്തുവാ എന്ന് പറഞ്ഞുകൊണ്ട് 4 ദിവസം ചീഞ്ഞളിഞ്ഞ മൃതദേഹത്തെ പുറത്തു കൊണ്ടുവന്ന മഹാദൈവമല്ലേ അങ്ങ്? ഒരൊറ്റ വാക്ക് കൽപ്പിച്ചാൽ ഈ റോമ സാമ്രാജ്യത്തെ മുഴുവൻ കത്തിച്ചു ചാമ്പലാക്കിക്കൊണ്ട് ഒരു സൂപ്പർ ഹീറോയെ പോലെ അങ്ങ് ക്രൂശിൽ നിന്ന് ഇറങ്ങി വരുന്നുകൂടെ എന്നൊരു ചോദ്യം ഹൃദയത്തിന്റെ അകത്ത് ചോദിച്ചുകൊണ്ട് ക്രൂശിലേക്ക് നോക്കിയ 2002 പരിശുദ്ധാത്മ പറഞ്ഞു, ഷമീറെ, നീ എത്ര ചോദിച്ചാലും അവൻ മിണ്ടുകയില്ല, അവൻ വായ തുറക്കുകയില്ല. കാരണം അവൻ വായ തുറക്കാതിരിക്കുന്നത് അത് നിനക്ക് വേണ്ടിയാണ്. രാത്രി പൂങ്കാവേ, അത് നിനക്ക് വേണ്ടിയാണ്. സർവമാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വന്തം പ്രാണനെ കാൽവരിയിൽ മഹായാഗമാക്കിയ യേശു ക്രിസ്തു ലോക മനുഷ്യരെ ഇത്രയധികം സ്നേഹിച്ച മറ്റൊരു ദൈവമുണ്ടോ? ആമേൻ. കൊന്നുകളയാമായിരുന്നില്ലേ എല്ലാത്തിനെയും? പാപം ചെയ്ത് ദൈവത്തിൽ തകർന്നുപോയ മനുഷ്യവർഗത്തെ മുഴുവനായി സംഹരിച്ചിട്ട് സംഹാര താണ്ഡവമാടിയ സംഹാരമൂർത്തി അല്ല ഷമീർ പ്രസംഗിക്കുന്ന ദൈവം. ഈ മനുഷ്യരെ ഇത്രമേൽ സ്നേഹിച്ചുകൊണ്ട് സ്വന്തം പ്രാണനെ പോലും കാൽവരിയിൽ യാഗമാക്കിക്കൊണ്ട് മനുഷ്യവർഗത്തിനു വേണ്ടി പ്രാണനെ അർപ്പിച്ച ദൈവപുത്രനായ ക്രിസ്തു. അരിമത്യക്കാരനായ യോസേഫിന്റെ കല്ലറയ്ക്കൽ എൻ്റെ യേശുവിന്റെ ഭൗതിക ശരീരം അടക്കപ്പെട്ടു. ഇന്ന് രാത്രി പറയട്ടെ, 3 ആണി കൊണ്ട് അരിമത്യക്കാരന്റെ കല്ലറ കൊണ്ട് എൻ്റെ യേശു അവസാനിച്ചിരുന്നെങ്കിൽ പൂങ്കാവിനോട് പറയാം, 3 ആണി കൊണ്ട് അവസാനിച്ചൊരു പ്രവാചകനെ പ്രസംഗിക്കാൻ ഷമീർ വരത്തില്ല പൂങ്കാവിൽ. 3 ആണി കൊണ്ട് അവസാനിച്ചൊരു പ്രവാചകന് വേണ്ടി പാടാൻ
ഇവിടെ ഒരു കൊയർ ടീമും വരത്തില്ല. പിന്നെ എന്തേ പാടുന്നു, എന്തേ പ്രസംഗിക്കുന്നു? മല്ലശ്ശേരിക്കാരെ, ഞങ്ങൾ പാടുന്നതും പ്രസംഗിക്കുന്നതും കുമ്പനാട്ടും എടത്വായിലും പരിമലയിലും കുരിശുമലയിലും അടഞ്ഞു കിടക്കുന്ന ഒരു കല്ലറവാദിക്കലല്ല, കണ്ണാടിക്കൂടിന് മുമ്പിലല്ല. പിന്നെയോ ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറക്കകത്ത് ഉറങ്ങിക്കിടക്കുമ്പോൾ, അതാ ഇന്നേക്ക് 2000 വർഷമായി മരണത്തെ ജയിച്ച്, പാതാളത്തെ ജയിച്ച്, ലോകത്തെ ജയിച്ച്, പിശാചിനെ ജയിച്ച് ഞാൻ പ്രസംഗിക്കുന്ന യേശു, അവൻ ഉയർത്തെഴുന്നേറ്റു. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് കാരണമായി തീർന്ന ബാപ്പുജിയുടെ കല്ലറക്കൽ സരോജിനി നായിഡു 3-ാം ദിനം വന്ന് ചോദിച്ചൊരു ചോദ്യം ചരിത്രത്തിന്റെ താളുകളിലുണ്ട്. അല്ലയോ മഹാത്മജൻ, അങ്ങ് മരിച്ചു, 3-ാം ദിനമായി. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്, യേശുക്രിസ്തു. ആ ദൈവവും മരിച്ചു, 3-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റു എന്നാ ഞാൻ കേട്ടിരിക്കുന്നത്. അല്ലയോ ബാപ്പുജി, അങ്ങ് എന്തുകൊണ്ട് ഉയർക്കുന്നില്ല? സരോജിനി നായിഡുവിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാതെ ബാപ്പുജിയുടെ കല്ലറ ഇന്നും അടഞ്ഞു കിടക്കുകയാണ്. എന്റെ അവസാനത്തെ തുള്ളി രക്തവും ഭാരതത്തിന്റെ മോചനത്തിനാണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ധീരവനിത ഇന്ദിരാഗാന്ധിയുടെ കബറിടവും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. പെരുമ്പതൂരിലെ കരിമ്പനകൾക്ക് നടുവിൽ പൊട്ടിച്ചിതറി തെറിച്ചുപോയ ഇന്ത്യയുടെ പൊന്നോമനപുത്രൻ രാജീവ് ഗാന്ധിയുടെ കല്ലറയും അടഞ്ഞു തന്നെ കിടക്കുമ്പോൾ, ചരിത്രത്തിൽ ഒരേ ഒരു കല്ലറ, ഒരൊറ്റ കല്ലറ തുറക്കപ്പെട്ട് കിടക്കുന്നു. അവിടെ എഴുതി വച്ചിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ആമേൻ, സ്തോത്രം. ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറയ്ക്കൽ ഉറങ്ങുമ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിങ്ങളെല്ലാം വിശ്വസിക്കുന്നല്ലേ? പക്ഷെ എനിക്കൊരു വിഷമമുണ്ട്. യേശു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നെന്ന് നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നില്ലേ? ഒരിക്കൽ കൂടെ പറയാമോ? ആമേൻ പറയാമോ? ആമേൻ. പക്ഷെ എനിക്കൊരു വിഷമമുണ്ട്. ക്രിസ്ത്യാനിയുടെ വീട്ടിൽ യേശു ചത്തുകുത്തി ഭിത്തിയിലിരിക്കുക. അതെൻ്റെ ഒരു വിഷമമാണ് കേട്ടോ. ആമേൻ, അതെൻ്റെ വിഷമാ. ഞാൻ പഠിച്ച പുസ്തകത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് ജീവനോടെ നിൽക്കുന്നു ക്രിസ്തു. ആമേൻ. ദേ നമ്മുടെ ജിജി പാസ്റ്റർ സിറ്റ് ഔട്ടിൽ പത്രം വായിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക. പുള്ളിയുടെ 10 വയസ്സുള്ള മോൻ എന്ത് ചെയ്തു? ജിജി പാസ്റ്റർ നല്ല ഒരു ഫോട്ടോ, ഗ്ലാമർ ഫോട്ടോ എടുത്ത് ഭിത്തിയെ കൊണ്ടുപോയി ചാണി അടിച്ച് ഒരു മാലയിട്ട് മെഴൂരിയും കത്തിച്ച് അമ്പരത്തിപ്പൂവും പറിച്ചിട്ടിട്ട് അവിടെ ഒന്ന് പറയാണ്, പ്രിയപ്പെട്ട പപ്പായോട് ഇന്ന് പകൽക്കാലം പറയുകയാണ്. ഇന്നലെ സ്കൂൾ വിട്ട് വന്നപ്പോൾ ടീച്ചർ ഡയറിയിൽ എഴുതിപ്പെട്ടിരിക്കുന്നു, ഇന്ന് പകൽക്കാലം 10 രൂപ കൊണ്ട് ചെല്ലണം. അതുകൊണ്ട് പപ്പായോട് പറയുന്നു, ഇന്ന് പകൽക്കാലം സ്കൂളിൽ കൊടുക്കാൻ 10 രൂപ തരണമെന്ന് താഴ്മയായി അപേക്ഷിക്കും. ഇത് കണ്ടോണ്ട് ജീവനോടിരിക്കുന്ന അപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും? എന്തോ ചെയ്യും? നിങ്ങളെന്ത് ചെയ്യും? ഒരു വടിയെടുത്ത് കൊടുക്കും, ഒറ്റ അടി. ഒരാ അവിടുന്ന് ജീവനോടിരിക്കുന്ന എന്നെ ഭിത്തിയിലാക്കി വെച്ചൊരു 10 രൂപ തരാനും ഒരാത് പറയും. സ്വർഗത്തിലെ ദൈവം നിന്നെ ഓർത്ത് കരയുക. ഉയർത്തെഴുന്നേറ്റിന്നും ജീവനോടെ നിൽക്കുന്ന ജീവിക്കുന്ന ദൈവമായ ക്രിസ്തുവിനെ മരിച്ചവനാക്കിയിരുത്തരുത് അപേക്ഷയാണ്. ആമേൻ. കണ്ടില്ലേ, എല്ലാ ക്രിസ്മസിനും ജനിപ്പിക്കും, ദുഃഖവെള്ളിക്ക് കൊല്ലും, 1 വയസ്സ് പോലും വളരാൻ പോലും അനുവദിക്കുന്നില്ല. അടുത്ത ക്രിസ്മസ് വരെങ്കിലും ഒന്ന് വളർത്തൻ്റെ പൊന്നച്ച, 1 വയസ്സെങ്കിലും ഒന്ന് ആയിക്കോട്ടെ, അതിന് സമ്മതിക്കുകയില്ല. VVIPകൾ കാറേ വന്നൊരു ചോദ്യം, യേശുവിന് എന്താ വില? 150. യോസേപ്പിനോ 100, മറിയയ്ക്കോ 100, ദൂതന്മാർക്കോ 50. ഭയങ്കര വിലയാണല്ലോ സാറേ. കുടുംബമായിട്ടെടുത്താൽ 200 രൂപയ്ക്ക് തരാന്ന്. യേശുവിൻ്റെ കുടുംബത്തിൻ്റെ വില 200. 3 മാസം കഴിഞ്ഞ് കിളയക്കാരൻ വന്ന് പറമ്പ് കിളയ്ക്കുമ്പോൾ യേശുവിൻ്റെ തല വാഴച്ചുപട്ടിയെന്ന് യോസേപ്പിൻ്റെ കാല് തെങ്ങും ചുപട്ടിയെന്ന്. കാര്യം അടുത്ത വർഷം വേറെ കടയിൽ നിന്ന് വേറെ ടീം വരുമെന്ന്. നാണമില്ലയോടൂ? നീ ഏത് പുസ്തകമാണ് പഠിക്കുന്നേ? സ്വോത്രം. ഇടയ്ക്ക് ഒരു കൺവെൻഷൻ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു യാക്കോബക്കാരൻ അച്ചാർ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു ഒന്ന് കരയുക. ഞാൻ ചോദിച്ചു, എന്തു വച്ചാ? കാര്യം എന്തോന്ന് പറയുന്നു. ഇച്ചിരി അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് എന്തുവാ കരച്ചിലിനിടയിലൂടെ പറയാം, എൻ്റെ പൊന്നു മോനെ, ഒരു മുസൽമാൻ വന്ന് ഞങ്ങളോട് സുവിശേഷം പറയേണ്ട ഗതികേടുണ്ടായല്ലോടാ. പിന്നെ ഗതികേടല്ലേ ഇത്? എന്നെയാണോ ഇത് ഏൽപ്പിച്ചേ? എന്നെയാണോ ഏൽപ്പിച്ചേ? എന്നെയല്ലേ ഏൽപ്പിച്ചോ? നിന്നെ ആ ഏൽപ്പിച്ചേ. നീ പാരമ്പര്യം പറഞ്ഞ് മാറിക്കിടക്കേ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരുന്നു. പക്ഷേ ഈ കിടക്കുന്ന ജീവനറ്റ കല്ലുകളുണ്ടല്ലോ, ഈ കല്ലുകൾ എനിക്ക് വേണ്ടി ആർപ്പ് വിളിക്കുന്ന കാഴ്ച നിങ്ങൾ കാണും. നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ എനിക്ക് വേണ്ടി ആർപ്പ് വിളിക്കും. സ്തോത്രം. ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി ഇപ്പൊ ഷമീറും സിയാദും നാരായണനും ഗോപാലനും സംസാരിച്ചുകൊണ്ടിരിക്കുക. നീ അവിടെ ഇരി. ആമേൻ. കേൾക്കുന്നുണ്ടോ? യേശു ഇന്നും ജീവിക്കുന്നു, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ആമേൻ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗാരോഹണം ചെയ്യും മുമ്പ് തൻ്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് ഒരു അന്ത്യ കൽപ്പന കൊടുത്തു.
എന്താണ് അന്ത്യകൽപ്പന? അത് കഴിയുമ്പോഴാണ് നമ്മൾ വായിച്ച കുറിവാക്യം. ഈ കൽപ്പനയും കൂടെ പറഞ്ഞ് കുറിവാക്യത്തിലോട്ട് വന്നങ്ങ് അവസാനിപ്പിക്കാം. സന്തോഷമാണോ? ആമേൻ. വായിച്ചുകൂടെ? പ്രാണനെ തന്ന പ്രാണനാഥന്റെ കൽപ്പന. മർക്കോസ് സുവിശേഷം 16:15 വായിച്ചു കൊടുത്താട്ടെ. മർക്കോസ് സുവിശേഷം 16:15 ഉറക്കെ വായിച്ചു കൊടുക്കണം. വായിച്ചോ. 16:15. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പീൻ. കണ്ടോ? മലശ്ശേരിക്കാരെ ഇത് ഏൽപ്പിച്ചത് കർത്താവാണ്. നാട്ടിൽ ഏതെങ്കിലും അണ്ണന്മാർ വന്നിട്ട് ഇവിടെ സുവിശേഷം പ്രസംഗിക്കണ്ട, സൃഷ്ടിച്ച കർത്താവ് പറയുന്നു സുവിശേഷം പ്രസംഗിക്കണം. എന്ത് ചെയ്യും അണ്ണ? ഞങ്ങൾക്ക് ദൈവകൽപ്പന അനുസരിച്ചേ പറ്റൂ. അതുകൊണ്ട് ഏത് അണ്ണന്മാർ പറഞ്ഞാലും സുവിശേഷം പ്രസംഗിച്ചിരിക്കും. പ്രസംഗിച്ചിരിക്കുമെന്ന് പറഞ്ഞാൽ പ്രസംഗിച്ചിരിക്കും. അത് പ്രസംഗിക്കുന്ന ഒരുത്തനെ വേണം ഇല്ലാതാക്കാം. പക്ഷേ അടുത്ത വർഷം യോഗം നടക്കും, അടുത്ത ആൾ പ്രസംഗിക്കും. ആൾ മാറുമെന്നേ ഉള്ളൂ, യോഗം നടക്കും. ഇന്ന് വരെയുള്ള ചരിത്രം അങ്ങനെയാണ്. അതുകൊണ്ട് ഒരു തുള്ളി രക്തം ചിന്താതെ, ഒരു തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ, ലോകത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന, എതിർക്കാൻ ഒരു എതിരാളിയില്ലാതെ, മത്സരിക്കാൻ ഒരു എതിർ സ്ഥാനാർത്ഥിയില്ലാതെ, ലോകത്തിൻ്റെ എല്ലാ വൻകരകളിലും വെന്നിക്കൊടി വാറിച്ചുകൊണ്ട് ജൈത്രയാത്ര തുടരുന്ന ഒറ്റ സന്ദേശം, അത് ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. ഇത് പ്രസംഗിക്കാൻ ഏൽപ്പിച്ചത് മഹാദൈവമാണ്. അതുകൊണ്ട് പറഞ്ഞു നോക്കൂ, ഒരു രക്ഷയില്ല. അടുത്ത വാക്ക്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പൊ ഇത് കർത്താവിന്റെ കൽപ്പനയാണ്. വിശ്വസിക്കുകയും സ്നാനമേൽ. അത് രസം, ഈ നമ്മൾ കൊണ്ടു കിടക്കുന്ന ഈ കറുത്ത പൈനിട്ട കൊച്ചു ബൈബിളിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവനെന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈ പാരമ്പര്യ ക്രൈസ്തവരുടെ കയ്യിലിരിക്കുന്ന ചുവന്ന പൈനിട്ട ഒരു ഓശാന ബൈബിൾ എന്ന് പറഞ്ഞൊരു ബൈബിളുണ്ട്. നിങ്ങൾ അത് തുറന്ന് വായിച്ചാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഇതിനകത്ത് വിശ്വസിക്കുകേതാ, മറ്റേത് പറഞ്ഞാൽ വിശ്വസിച്ച് അത് കഴിഞ്ഞ് ചെയ്യാൻ നോക്കൂ സ്നാനം. ഈ അടുത്ത കാലത്ത് ഒരു അച്ചാൻ വന്നു, നല്ല പ്രസംഗമായിരുന്നു, കൊള്ളാം, എന്നാലും ഇങ്ങനൊക്കെ പ്രസംഗിക്കുന്നല്ലോ. ഏത് ബൈബിൾ കോളേജിലാണ് പഠിച്ചേ? ഞാൻ ഒരു ബൈബിൾ കോളേജിലും പഠിച്ചിട്ടില്ല. കണ്ണുരുട്ടണ്ട, അടുത്ത വർഷം പഠിക്കും. പഠിക്കാൻ ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുക, അവിടെ നിൽക്കട്ടെ. അപ്പോൾ പിന്നെ എങ്ങനെ ഈ ബൈബിൾ പ്രസംഗിക്കുന്നത്? അതിന് കൃപയെന്ന് പറയും. ഉള്ള കാര്യം പറയാം കേട്ടോ. പാരമ്പര്യ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാലും ഇപ്പോഴും ബൈബിൾ തുറന്നു നോക്കിയാൽ ഒരു പുക പോലാ എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞു പുകയൊക്കെ മാറും, പ്രാർത്ഥിച്ചാൽ മതി. പിന്നെ എനിക്കൊരു ചെറിയ സംശയം, അഭിപ്രായം പറയാവോ? പിന്നെ ജനാധിപത്യമല്ലേ, അച്ചായൻ ധൈര്യമായിട്ട് പറയച്ചാ, നമ്മളത് ഉപദ്രവകാരികളൊന്നും പറയാം. അല്ല, ഈ സ്നാനത്തിന് അത്രയും ബലം പിടിക്കണോ? അതാ വിഷയം. അതിനാച്ചാ സ്നാനത്തിന് ബലം കർത്താവിൻ്റെ കൽപ്പനയല്ലേ. കർത്താവ് കൽപ്പിച്ചത് ശരിയാ, പക്ഷെ യേശു ആരെയും സ്നാനപ്പെടുത്തിയിട്ടില്ല. യേശു സ്നാനപ്പെടുത്തിയിട്ടില്ലേ? ഇല്ല. അങ്ങനെ ബൈബിളിലുണ്ടോ വെച്ചാ? അപ്പം മോൻ ഇത് മൊത്തം വായിച്ചിട്ടില്ലേ? ഞാൻ വായിച്ചിട്ടുണ്ട്, കണ്ടിട്ടില്ല. എന്നാ കാണണം. എവിടെ? യോഹന്നാൻ 4:2 കിടപ്പുണ്ട്. ആഹാ, എന്നാ പിന്നെ അതറിയാതെ പ്രസംഗം നിർത്താൻ നോക്കൂ. വായിച്ച യോഹന്നാൻ 4:2. ശിഷ്യന്മാർ അല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ല താനും. കഴിപ്പിച്ചില്ല താനും അങ്ങനെയാണോ അച്ഛാ? അയ്യോ, അപ്പൊ അച്ഛൻ പറഞ്ഞാണല്ലോ, ശരി, കുഴഞ്ഞു. ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ല താനും. ആഹാ, കണ്ടോ? കണ്ടു. ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു. ഓക്കെ, ശരി, ഓക്കെ. ഹലോ, അങ്ങനെ അങ്ങ് പോയാലോ? ഇങ്ങോട്ട് വാച്ച്. ചാൻ ഏതായാലും രണ്ടും കൊണ്ട് വന്നേല്ലോ. അവിടെ ഇരി. ഞാൻ പറയുന്നതും കൂടെ കേട്ടോ, ജനാധിപത്യം ഇല്ലയോ? മോൻ പറ. അച്ഛാ, ഈ 4 കഴിഞ്ഞ് ആണോ 3, അതോ 3 കഴിഞ്ഞാണോ 4? എങ്ങനെയാ കണക്ക് സാറ് പഠിപ്പിച്ചേ? നിങ്ങളെങ്ങനെ പഠിപ്പിച്ചേ? 3 കഴിഞ്ഞാൽ 4. അപ്പൊ ഈ 4ന്റെ 2 വരുന്നതിന് മുമ്പ് 3:22 തുടങ്ങണം. തുടക്കം കാണാതെ ക്ലൈമാക്സ് കണ്ടാൽ വല്ലതും മനസ്സിലാവുമോ അച്ഛാ? അപ്പൊ നമുക്ക് തുടക്കം ഒന്ന് കാണാം. 3:22 നിർത്തി മൈക്കടുത്ത് പിടിച്ച് ഉറക്ക വായിച്ചു. അതിന്റെ ശേഷം യേശു. നിക്കട്ടെ, ആരാ? നിങ്ങളുടെ എല്ലാവരുടെയും ബൈബിളിൽ യേശു എന്ന് തന്നെയാണോ? ആണല്ലോ. ഇനി ഞാൻ പോയി കഴിഞ്ഞിട്ട് അത് പുള്ളി വ്യാഖ്യാനിച്ചതാ, അത് യേശുവിന്റെ വല്യമ്മച്ചിയുടെ മോനാന്നൊന്നും ആരും പറഞ്ഞേക്കരുത്. യേശു ശിഷ്യന്മാരുമായി
യഹൂദ്യദേശത്ത് വന്നു. എന്തിനു വന്നു? അവരോട് കൂടെ അവരെ കൊണ്ടെന്നല്ല, പിന്നെ അവരോട് കൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. ആര്? യേശു. എന്തോ ചെയ്തോണ്ടിരുന്നു? സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. ഇത് അച്ചായൻ കണ്ടില്ല, രണ്ടും കൊണ്ട് നടക്കുക. തുടങ്ങിയല്ലേ ഉള്ളൂ, വിഷയത്തിലോട്ട് കയറുന്നേ ഉള്ളൂ. രണ്ടും കൊണ്ട് നടക്കുക. അടുത്ത വാക്ക് ശ്രദ്ധിച്ചേ. യോഹന്നാനും ശലേമിനരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പൊ യേശു യഹൂദിയെ സ്നാനം കഴിപ്പിക്കുന്നു, യോഹന്നാൻ ഐനോനി സ്നാനം കഴിപ്പിക്കും. ചുരുക്കി പറഞ്ഞ രണ്ട് സ്ഥലത്ത് എന്ത് നടക്കുന്നു പറ? സ്നാനം. വ്യാഖ്യാനിക്കേണ്ട വല്ല കാര്യമുണ്ടോ? വ്യാഖ്യാനമൊന്നും വേണ്ട. അടുത്ത വാക്ക്. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. ഒന്നുകൂടെ വായിച്ചേച്ചാ. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. അപ്പൊ സ്നാനപ്പെടാൻ കിണ്ടിയിലെ വെള്ളം പോരാ. ഒന്നുകൂടെ വായിച്ചോടി ചുമ്മാ. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. അതുകൊണ്ടാ പെന്തിക്കോസുകാർ വെള്ളമുള്ള സ്ഥലം തപ്പി നടക്കുന്നേ. അപ്പൊ ചിലരൊരു വാദത്തിന് വേണം ചോദിക്കും, ഉപദേശി അവിടെ വളരെ വെള്ളം ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്, അത് ശരിയാ, ഞങ്ങളുടെ ബൈബിളിലും ഉണ്ട്. പക്ഷെ ആ വെള്ളത്തിൽ ഇറങ്ങിയാണോ, വെള്ളം കോരി കരയെ കൊണ്ടുവന്ന് തളിക്കുവാണോ എന്ന് നമ്മൾ ആരും കണ്ടില്ലല്ലോ. കണ്ടല്ലോ, കാണണ പുസ്തകം വായിക്കണം. എവിടെ? അതവിടെ നിർത്തിക്കൊണ്ട് മത്തായി 3:13 വായിച്ചൂടെ. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലിൽ നിന്ന് യോർദാങ്കര അവന്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് ചോദിച്ചതിന് അവൻ, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കേണ്ടത് നമുക്ക് ഉചിതം, ഇപ്പോൾ സമ്മതിക്ക എന്നാറെ അവൻ അവനെ സമ്മതിച്ചു. അടുത്ത വാക്ക് എത്തിയില്ലോ? 3:13 ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് ഉത്തരം പറഞ്ഞു. എന്നാറെ അവനെ സമ്മതിച്ചു. അടുത്ത വാക്ക്. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. മതി, വെള്ളത്തിൽ നിന്ന് കയറണമെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാതെ എങ്ങനെ കയറുന്നത്? മായാവിയാണ്. ഈ ആനപ്പുറത്തുനിന്ന് ഇറങ്ങണം, എന്ത് ചെയ്യണം സൈമൺ പാർഷ? ആദ്യം കയറണ്ടേ? അപ്പൊ വെള്ളത്തിൽ നിന്ന് കയറി എന്ന പുസ്തകത്തിൽ ഉണ്ടേ വെള്ളത്തിൽ ഇറങ്ങാൻ. അത് ഭാഷ വ്യാഖ്യാനാണ്. ഈ നേരിട്ട് ഇറങ്ങിയെന്ന് കാണിക്കാമോ? സ്നാനപ്പെടാൻ ആരെങ്കിലും വെള്ളത്തിലോട്ട് ഇറങ്ങിയെന്ന് കാണിക്കാമല്ലോ. അപ്പസ്തോല പ്രവൃത്തി 8:26. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട് നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരൂശലേമിന് നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ച് കേൾക്കുക. ഫിലിപ്പോസ് ഉപദേശിയോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഉപദേശി ആ ആളൊഴിഞ്ഞ ആ നിർജ്ജന പ്രദേശത്തൂടെ പോകാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ ഫിലിപ്പോസ് ഉപദേശി ഓടിച്ചെല്ലുമ്പോൾ കന്ദക്ക എന്ന ഐത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു ഐത്യോപ്യനെ കണ്ടു. എന്റെ ഭാഷ ഇത് എന്തുവാ ഇത്? ഷണ്ണനും മഹാനും ഭണ്ഡാരം ഒന്നുമില്ലെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി. അത്രേ ഉള്ളൂ. ഐത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യം കൈകാര്യം ചെയ്യുന്ന അധികാരി. അവൻ എവിടെ പോയിട്ട് വരിക? അടുത്ത വാക്ക്. അവൻ യെരൂശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ. ആൾ എവിടെ പോയിട്ട് വരിക? അന്നത്തെ യഹൂദന്മാരുടെ ദേവാലയമായിരിക്കുന്ന യെരൂശലേം പള്ളിയിൽ പോയി. എന്തിനു പോയി? ബലൂൺ കച്ചവടത്തിന് പോയല്ല, നമസ്കരിക്കാൻ പോയി, ആരാധിക്കാൻ. പള്ളിയിൽ പോയി ആരാധനയും കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി തേരിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ചിലരങ്ങനെ പള്ളിയിൽ പോകുന്ന എന്തെങ്കിലും വായിച്ചോട്ടെ. ആത്മാവ് ഫിലിപ്പോസ് ഉപദേശിയോട് അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. ഉപദേശി ആ വണ്ടിയുടെ അടുത്തൂടെ ചേർന്ന് നടക്കാൻ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസ് ഉപദേശിയോട് പറഞ്ഞു. ഫിലിപ്പോസ് ഉപദേശി ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. ഈ അച്ചായൻ ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുകയാണ്. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് ഫിലിപ്പോസ് ഉപദേശി അധികാരിയോട് ചോദിച്ചു, സാറേ വേദപുസ്തകം വായിക്കുമായിരിക്കും. അതെ സാറ് വായിക്കുന്നത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അയ്യോ, ഇന്നത്തെ അച്ചായന്മാരെ കാണുവാണ് ഓടിച്ചാന്. പോടോ ഉപദേശി. ഇന്നലെ എങ്ങാണ്ടൊരു വെള്ള ഉടുപ്പ് വിട്ടുകൊണ്ട് കൊട്ടാനിറങ്ങേണ്ടത് ഉള്ളല. വർഷങ്ങളായിട്ട് വള്ളിയിൽ പോയിച്ച് വരുന്ന ഞങ്ങളോട് മനസ്സിലായോ എന്ന്. പോടോ, ഓടിച്ചാനല്ലേ. പക്ഷേ ആ അധികാരി പറഞ്ഞ വാക്കൊന്ന് വായിച്ചേ. ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞു. എന്റെ ഉപദേശി, ഇതൊക്കെ ആരെങ്കിലും ഒന്ന് പൊരുൾ തിരിച്ചു തന്നാലല്ലേ ഇതിനകത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതെങ്ങനെ പറയുന്നതിന് മുമ്പേ അടിക്കാൻ നിൽക്കുമല്ലേ, പിന്നെ എങ്ങനെ പറയുന്നത്? ചേടാ, എന്നാലല്ലേ മനസ്സിലാവൂ. അടുത്ത വാക്ക്. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണമെന്ന് അപേക്ഷിച്ചു. അപ്പൊ അധികാരി ഉപദേശിയോട് അപേക്ഷിക്കുക, ഇങ്ങോട്ട് കയറി ഇരുന്ന് ഇതൊന്ന് പറഞ്ഞു ഉപദേശി. ഇന്നത്തെ അച്ചായന്മാർ പറയുന്ന ഉപദേശിമാരെ വീട്ടിൽ ഈ അധികാരി പറയുന്നത് ഇങ്ങോട്ട് കയറിയിരുന്നു ഒന്ന് പറഞ്ഞതാ ഉപദേശി ഇതിന്റെ പൊരുളൊക്കെ കണ്ടോ. ഞാൻ ഈ അടുത്ത സമയത്ത് തിരുവനന്തപുരത്ത് കോവളത്തിനടുത്ത് ഒരു യോഗത്തിന് പോയി. ഒന്നാം ദിവസം പ്രസംഗം കഴിഞ്ഞിറങ്ങിയപ്പം
ഒരു പള്ളിക്കാർ കുടുംബം അവർ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററേ ഞങ്ങൾ പരിചയപ്പെടാൻ വന്ന. സന്തോഷം. ഞങ്ങൾ ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ കണ്ടിട്ടുണ്ട്, നേരിട്ടൊന്ന് കാണാനും കേൾക്കാനും ഒക്കെ ആയിട്ട് വന്ന. ശരി, എന്തുവാ പേരെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ഉടനെ പറയാം, പാസ്റ്ററേ നാളെ ഞങ്ങളുടെ പേരൊന്നും സ്റ്റേജേ പറഞ്ഞേക്കല്ലേ. ഇപ്പം ഞാൻ ഈ പേര് പറയുന്ന കൂട്ടത്തിലുള്ളതാന്ന് അറിയാം. അപ്പം അതുകൊണ്ട് ഞാൻ ചോദിച്ചു, അതെന്നാ പേര് പറഞ്ഞാൽ ദോഷമൊന്നുമില്ലല്ലോ. അയ്യോ എൻ്റെ പൊന്നു ഭാഷയെ പറയല്ലേ. എന്താ പള്ളിയിൽ നിന്ന് വിലക്ക യോഗത്തിന് വരല്ലോ. പള്ളിയിൽ നിന്ന് വിലക്കെന്ന് എന്തിന്? അയ്യോ മഹാദൈവത്തിൻ്റെ വചനം കേൾക്കാൻ പോരുന്നു. സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ ഒരു കോളാമ്പി അങ്ങോട്ട് തിരിച്ചു വെക്കണമെന്ന് പറഞ്ഞു, എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. പിറ്റേന്ന് ഞാൻ ചോദിച്ച ന്യായമായൊരു ചോദ്യമുണ്ട്. ദൈവവചനം കേൾക്കാൻ വിലക്കുന്ന പരീക്ഷ പുരോഹിതന്മാരോടൊരു ചോദ്യം, നിന്റെ പള്ളിയിലെ കുഞ്ഞാട് ബിവറേജിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന കണ്ടാ വിലക്കുവോ? വിലക്കുമോ? എൻ്റെ പൊന്നു കറിയാച്ച മദ്യപാനി ദൈവരാജ്യം കണി കാണത്തിലടാ. കുഞ്ഞെ നീ നിത്യ നരകത്തിൽ പോയി വെന്തറിയടാ, നീ നിർത്ത്, ഇല്ലെങ്കിൽ നിന്നെ പള്ളിക്കകത്ത് കയറ്റത്തില്ല. വിലക്കുവോ? നീ മൂക്കുമുട്ട കുടിച്ചാലും വിലക്കത്തില്ല. കൊടുക്കേണ്ടത് കൃത്യമായി കൊടുത്താൽ മതി. കാരണം നിന്റെ ആത്മാവ് എവിടെ പോയി വീണാലും ആർക്കെന്ത് വേദന? വിലക്കത്തില്ല. ഇന്നലെ പുലിമുരുകൻ കണ്ടാൽ ആണോ എങ്ങനെയുണ്ട് ലാലേട്ടൻ? വിലക്കുവോ? വിലക്കുവോ? വരുന്ന വഴി അയ്യോ റോഡിൽ എന്നാ ഉത്സവമായിരുന്നു ആണോ, എത്ര ആനയുണ്ടായിരുന്നു? വിലക്കുവോ? വിലക്കുവോ? ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും മാറ്റം വരാത്ത ദൈവത്തിന്റെ വചനം കേൾക്കാൻ വിലക്കോ? ന്യായവിധിയുടെ വറചട്ടിയിൽ ആദ്യം വറുത്തുപോരും നിന്നെ. ആമേൻ. മാനസാന്തരപ്പെട്ടോണം. സ്തോത്രം. ശ്രദ്ധിക്കുക. ആമേൻ. ആരെങ്കിലും പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും? ഇങ്ങോട്ട് കയറിയിരുന്നൊന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു, സ്വീകരിച്ചു. അടുത്ത വാക്കാൻ തിരുവഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവിത്. ആ അധികാരി വായിച്ച വേദഭാഗമാണ് ഇനി എഴുതിയിരിക്കുന്നത്. അറക്കുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്രിക്കുന്നതിന് മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയെ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവന്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. ഇത്രയല്ലേ വായിച്ചേ? അടുത്ത വാക്ക് ഷണ്ണൻ ഫിലിപ്പോസിനോട് ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു? ആരെക്കുറിച്ചാ ഉപദേശി എഴുതി വെച്ചേക്കുന്ന? അറക്കാൻ കൊണ്ടുപോയ ആടത് ആരായത്? പറഞ്ഞു തരണം. എന്നെ കുറിച്ചോ മറ്റൊരുത്തനെ കുറിച്ചോ എന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അതിന് ഫിലിപ്പോസ് ഈ നിർത്തി തിരുവഴുത്ത് നിർത്തി. ഫിലിപ്പോസ് ഈ തിരുവഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. എന്തറിയിക്കാൻ തുടങ്ങി? സുവിശേഷം. ഉറക്കപ്പറ. സുവിശേഷം. ആളവിടെ പോയിട്ട് വരിക, പള്ളിയിൽ പോയിട്ട് വരിക. സുവിശേഷം കേട്ട ആരെ കണ്ടപ്പോഴാ? ഉപദേശം കണ്ട. അതുകൊണ്ട് പള്ളിയിൽ പോകുന്ന നല്ലതാ. ഉപദേശിമാരെടുത്ത് വന്നാൽ സുവിശേഷം കേൾക്കാം. അങ്ങനെ എന്നാ പണക്കും? സിനിമാ കഥയൊന്നും അല്ലല്ലോ പറയുന്നത്. സുവിശേഷം കേൾക്കാം. അതാ ഇവിടെ സംഭവിച്ചത്. സുവിശേഷം അറിയിക്കാന്ന്. ഈ അതിനേക്കാളും വേറൊരു രസം ഉപദേശിമാരോട് പറയാം. ഇത് പുതിയ നിയമസഭ 2-ാം അധ്യായത്തിൽ ആരംഭിച്ചതിന് ശേഷമല്ലയോ ഈ 8-ാം അധ്യായത്തിൽ ഈ രംഗം നടക്കുന്നേ? ദൈവസഭ ആരംഭിക്കുകയും ചെയ്തു. ചിതറിപ്പോയിടത്തെല്ലാം വചനം പ്രസംഗിച്ച് അവിടെ എല്ലാം സഭകൾ സ്ഥാപിച്ചു. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപുരം എല്ലാം നടക്കും. അത് ആ സമയത്തല്ലയോ ഇത് പ്രസംഗിക്കുന്നേ? ഇത് പ്രസംഗിച്ച് ഈ ആത്മാവിനെ സ്നാനപ്പെടുത്തി നേടിയില്ലേ? നേടിയോ? നേടി. ഏത് പുസ്തകമാണ് പ്രസംഗിച്ചേ? പുതിയ നിയമം ആരംഭിച്ചിട്ടും പഴയ നിയമ പുസ്തകം പ്രസംഗിച്ച് ഒരുത്തനെ ഇവിടെ സ്നാനം കഴിപ്പിച്ചപ്പോഴാണ് ഇവിടെ കുങ്കുവും മങ്കുവും ഒക്കെ പറയുന്നു പഴയ നിയമം വേണ്ടാന്ന്. പോയിനടാ. ആമേൻ. പിടി കിട്ടുന്നുണ്ടോ? അല്ല അത്രയെങ്കിലും പറയാ പോയി എനിക്ക് ഉറങ്ങണ്ട. സ്വോത്രം. ഒത്തിരി ക്രമീകരിച്ച് നിൽക്കുക ഞാൻ. സ്വോത്രം. അതുകൊണ്ട് ഇവിടെ വല്ലതും പറഞ്ഞാൽ മുടക്കൂന്നൊക്കെയാ പറയുന്നത്. ഞാൻ ഒന്നും പറയുന്നില്ല. പോട്ടെ. സ്വോത്രം. റോഡെ പ്രസംഗിക്കാൻ ആരുടെയെങ്കിലും അനുവാദം വേണ്ട. ചുമ്മാ ഇരിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക. പഴയ നിയമ പുസ്തകം പ്രസംഗിച്ചിട്ട് സുവിശേഷം അറിയിക്കുക. ആ സുവിശേഷത്തിനകത്ത് എന്തു വന്നു? സ്നാനം. അപ്പൊ അധികാരി എന്തിക്കുക? പള്ളിയിൽ പോയി നമസ്കാരം കഴിഞ്ഞ് വരുന്ന ഞാൻ ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല. പുള്ളി പിന്നെ തിരിഞ്ഞും പിരിഞ്ഞും നോക്കുന്നത് എന്തുവാ? വെള്ളം. കണ്ടു വായിച്ചു കേട്ടോ. എന്തുവാ? ഇങ്ങനെ വഴിപോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഷണ്ണൻ ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. ഉപദേശി പള്ളി പോയിട്ട് വരുന്നത് ഞാൻ ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല.
ഇല്ല സാറേ, അതല്ലേ പറഞ്ഞ്. ദേ വെള്ളം, എന്നെ സ്നാനപ്പെടുത്തുന്നതിന് എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് ചോദിച്ചു. എന്നാ ഒറ്റ ഡിമാൻഡ് പറഞ്ഞു ഫിലിപ്പോസ് ഉപദേശി. ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാം. ഒരൊറ്റ കണ്ടീഷൻ, ഇപ്പൊ സ്നാനപ്പെടുത്താം, ബട്ട് വൺ കണ്ടീഷൻ, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കണം. കാരണം എന്റെ കർത്താവിന്റെ കൽപ്പന കിടക്കുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അതുകൊണ്ട് നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? ദെൻ ആകാം. ഉടനെ ഫിലിപ്പോസ് എന്തുവാ ഷണ്ണൻ എന്തുവാ പറഞ്ഞേ? ഞാൻ വിശ്വസിക്കുന്ന അവിടെ നിൽക്കട്ടെ, വേറൊരാളെ കൊണ്ടുവന്നിട്ടുണ്ട്, അങ്ങനെയാണോ പറഞ്ഞേ? പിന്നെന്താ പറഞ്ഞേ? യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവനാണ് സ്നാനപ്പെടേണ്ടിയവൻ. ആമേൻ. നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. ആരാണ് നീ? സ്നാനപ്പെടേണ്ടിയവൻ ആരാണോ അവൻ. അല്ലാതെ വിശ്വാസം എന്ന് പേപ്പറിൽ എഴുതി കാണിച്ചാൽ പോലും മനസ്സിലാകാത്ത കുഞ്ഞിനെടുത്ത് വെച്ച് നേക്ക് 2000 വർഷം മുമ്പ് യേശുക്രിസ്തു നിന്റെ പാപത്തിന് വേണ്ടി വന്നെന്ന് മരിച്ചെന്ന് അടക്കപ്പെട്ടെന്ന് നിന്നെ ചേർക്കാൻ വേണ്ടി വരുമെന്ന് നീ വിശ്വസിക്കുന്നു. ഓ വാവേ വാവ, കണ്ണും തള്ളി കിടക്കുക. വാവ വാ തുറന്ന് പറയട്ടെന്ന്. യെസ് ഐ ബിലീവ് ദാറ്റ്, ഞാൻ വിശ്വസിക്കുന്നു. സ്നാനപ്പെടുത്തിക്കുമെന്ന്. അതാണ് പുസ്തകത്തിലെ സ്നാനം. കുഞ്ഞെ, ഇതിന്റെ ഗൗരവം നീ തിരിച്ചറിയേ. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു വന്നാൽ ആ വ്യക്തി വരുന്ന പദവി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? കുഞ്ഞാടിന്റെ കല്യാണം വന്നിരിക്കുന്നു, അവന്റെ കാന്ത മണവാട്ടി തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു. അല്ലേ? ആണോ? അങ്ങനെയെങ്കിൽ നിങ്ങളോടൊരു ചോദ്യം, ഈ മണവാട്ടി പദത്തിലേക്ക് വരാനാണ് ഈ ഡിമാൻഡ് വെച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഈ പള്ളിയിൽ ഒരു കല്യാണം നടക്കുമ്പോൾ ഈ കൊച്ചു മണവാട്ടിയായിട്ട് നിൽക്കുക. ഒരു പെങ്കൊച്ചിനോട് ചോദിക്കത്തില്ലേ? അവിടുത്തെ ബഹുമാനപ്പെട്ട പുരോഹിതൻ ചോദിക്കത്തില്ലേ? സൂസമ്മേ, നിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന ജേക്കബിന്റെയും ചോശാമ്മയുടെയും മോനായ ഈ സണ്ണിയെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? ചോദിക്കത്തില്ലേ? ചോദിക്കും. മണവാട്ടിയാകാൻ വേണ്ടിയാ ചോദിക്കും. ഉടനെ പെണ്ണിന്റെ അപ്പൻ അപ്പുറത്ത് നിന്നോണ്ട് പറയാം, സമ്മതമാന്നേ, കെട്ടിക്കുവോ? എന്താ മിണ്ടാത്ത? കൂട്ടത്തിൽ അമ്മയും കൂടെ പറഞ്ഞു, മച്ചോ കെട്ടിക്കുവോന്നെ. മണവാട്ടിയാകേണ്ടവൾ ആരോ അവള് വാ തുറന്ന് അതേ എന്ന് സമ്മതിച്ചെങ്കിലേ അൾത്താരയുടെയും പുരോഹിതന്മാരുടെ മുമ്പിൽ ലോകത്തിലെ ഒരു മണവാട്ടിയായി അവളെ അംഗീകരിക്കത്തുള്ളെങ്കിൽ സ്വർഗീയ മണവാട്ടിയാകാൻ മാത്രം അതേ അൾത്താരയുടെയും അതേ പുരോഹിതന്റെ മുമ്പിൽ മറ്റൊരാൾ പറഞ്ഞാൽ മതിയെന്നോ? ഈ ലോകത്തിലെ കല്യാണത്തിന് കൊടുക്കുന്നതിനേക്കാൾ ബഹുമാനം കൊടുക്കേണ്ടുന്ന ഒരു മണവാട്ടി പദത്തിലേക്കാണ് രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതൽ വരുന്നതെങ്കിൽ ആ മണവാട്ടി സ്വയം സാക്ഷ്യപ്പെടുത്തണം, യെസ് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കളിയല്ല. ആമേൻ. നീ വിശ്വസിക്കുന്നെങ്കിൽ ആകാം. എന്താ പറഞ്ഞ മറുപടി? വായിക്കേ. ഞാൻ യേശുക്രിസ്തു ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വാക്ക്. അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവനെ സ്നാനം കഴിപ്പിച്ചു. മതിയല്ലോ. സ്നാനപ്പെടേണ്ടിയവനും സ്നാനപ്പെടുത്തുന്നവനും ഇരുവരും വെള്ളത്തിലിറങ്ങി നിൽക്കുന്ന ശുശ്രൂഷയാണ് വേദപുസ്തകത്തിലെ സ്നാനം. ആമേൻ. ഇനി അടുത്ത വാക്ക്. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ മതി. ഇറങ്ങിയത് കൊണ്ട് ഇത് കൂടുതൽ വേണ്ടല്ലോ. പിന്നെയും ചിലർ ഈ പറഞ്ഞുകൊണ്ട് വരും, പാസ്റ്ററേ, ഒരിക്കൽ ഒരച്ചാൻ വന്നിട്ട് ചോദിച്ചു, പാസ്റ്ററേ അങ്ങനാണ് ഒരു കാര്യം. എന്താച്ചാ? ക്രൂസിലെ കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ. കള്ളനാന്ന് അറിഞ്ഞില്ല, അച്ചാൻ സ്നാനപ്പെടണം. അല്ല, ഇതിനൊക്കെ പിന്നെ എന്താ പറയുക? എൻ്റെ പൊന്നച്ചായ, ക്രൂശിലെ കള്ളൻ, നമ്മളിപ്പോഴും കള്ളൻ എന്നാ വിളിക്കുന്നത്. അവ നീതീകരിക്കപ്പെട്ടു, അത് പോട്ടെ. ക്രൂശിലെ കള്ളൻ കൃപായുഗത്തിന് അധീനനാണോ ന്യായപ്രമാണത്തിന് അധീനനാണോ? അപ്പൊ ന്യായപ്രമാണം എന്തുവാ കൃപായുഗം എന്തുവാന്ന് പഠിച്ചു വരാം. നോക്കാം, മോശ മുതൽ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ളവർ ന്യായപ്രമാണത്തിന് കീഴിലാണ്. അങ്ങനെയെങ്കിൽ ഈ കള്ളൻ ന്യായപ്രമാണത്തിന് കീഴെ വെച്ചാണോ മരിക്കുന്നത്? യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷമാണോ? ന്യായപ്രമാണത്തിന് കീഴെ നിൽക്കുന്നവനോട് ദൈവം ആവശ്യപ്പെട്ട എന്താ? സർപ്പസന്തതികളെ മാനസാന്തരപ്പെടുവീൻ. അന്ന് നടന്ന സ്നാനം ഏതാ? മാനസാന്തര സ്നാനം അല്ലേ? എന്നാൽ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഒന്നാമത്തെ മാർപ്പാപ്പയായ പത്രോസ്ലീഹ പറഞ്ഞെന്താ? നിങ്ങൾ മാനസാന്തരപ്പെട്ട് പോരാ, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽപ്പീൻ. അതാ കൃപായുഗത്തിലെ സ്നാനം. ഇതൊന്നും തിരിച്ചറിയാതെ കള്ളന്റെ പുറകെ കിടക്കും. ഇനി വേറെ ചിലർ പറയാ, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളതെന്ന് കർത്താവ് പറഞ്ഞല്ലോ. അത് മാത്രമേ വായിച്ചുള്ളൂ.
തിരിഞ്ഞ് മുതിർന്നവരോട് നിങ്ങളും തിരിഞ്ഞ് ഈ ശിശുക്കളെ പോലെ ആയില്ലെങ്കിൽ സ്വർഗരാജ്യം. അപ്പം എന്താ ഇവരെ എല്ലാം കൂടത്തിനടിച്ചു കുഞ്ഞാക്കണമെന്ന്? അതെന്താ വായിക്കാത്തേ? നിങ്ങളും തിരിഞ്ഞ് ശിശുക്കളെന്ന് പറഞ്ഞാൽ ഇവരിൽ പാപമില്ലാതിരിക്കുന്ന പോലെ നിങ്ങളും പാപമോചനം പ്രാപിച്ചല്ലാതെ ദൈവരാജ്യം കണി കാണത്തില്ല. ഇതാ വിഷയം. ഇതെല്ലാം പഠിപ്പിച്ച് പാവങ്ങളെ വഞ്ചിച്ചു വെച്ചിരിക്കുക. നിത്യത പ്രാപിക്കണം കുഞ്ഞെ. ഇതൊന്നും ആരും പറയുകയല്ല, എല്ലാവർക്കും പറയാൻ ബുദ്ധിമുട്ടാണ്. 80 ലക്ഷം 90 ലക്ഷം നടത്തി ഉത്സവം നടത്തുന്നുണ്ട്. ഒരു മരുന്നിനൊരുത്തം പറയത്തില്ല രക്ഷിക്കപ്പെടണമെന്ന്, ശാനപ്പെടണമെന്ന്. മിണ്ടരുത്, ആരും മിണ്ടരുത്, എല്ലാം ഇങ്ങനെ ഇരിക്കണം മിണ്ടാതെ. ഒരു മരുന്നിന് പറയത്തില്ല സുവിശേഷം. എല്ലാം കണ്ണെ തൊടുന്നു, നിന്റെ മൂക്കെ തൊടുന്നു, നിന്റെ ചെവിയെ തൊടുന്നു, പ്രാപിച്ചു. ചുമ്മാ കണ്ണും മൂക്കും ചെവിയും കൊണ്ട് നടക്കുക വട്ടന്മാര്. ഒരു മര്യാദയ്ക്ക് രക്ഷിക്കപ്പെടാൻ കർത്താവ് വരാറായെന്നേ. ലോകസംഭവം മുഴുവൻ കർത്താവിന്റെ വരവിനെ വിളിച്ചറിച്ചുകൊണ്ടിരിക്കുക. ഈ അന്ത്യകാലത്ത് ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെടുന്ന വിഷയം കർത്താവിന്റെ വരവാ. നിത്യതയ്ക്ക് വേണ്ടി ജനം ഒരുങ്ങട്ടെ. കണ്ണും മൂക്കേം തൊടുന്നു. എന്തെല്ലാം പരിപാടി. പരിശുദ്ധാത്മ വന്ന ഫ്ലൈറ്റ് വരും, ഫ്ലൈറ്റിൽ കയറും, കാറേ കയറും. ചുമ്മാ ഓരോ പൂതം കയറിയ വട്ടന്മാരെ. ഇഷ്ടപ്പെടത്തില്ല, എനിക്കറിയാം. ഇഷ്ടപ്പെടുത്താനല്ലല്ലോ ഞാൻ വന്നേ. ശ്രദ്ധിക്കുക കുഞ്ഞെ, നിത്യതയ്ക്ക് വേണ്ടി ജനത്തെ ഒരുക്കേ. അമ്മേ, നിങ്ങൾക്കറിയാമോ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് കർത്താവ് പറഞ്ഞ അടയാളങ്ങൾ വല്ലതും വായിച്ചിട്ടുണ്ടോ? അത് വായിച്ചാൽ കണ്ണു തുറക്കും. അതുകൊണ്ട് അതൊന്നും ആരും ഇപ്പം വായിപ്പിക്കുകയല്ല. എന്താ വായിച്ചേ? ഇപ്പോൾ വട്ടന്മാർ കയറി എന്ന് പറയുന്നു 2017 കണ്ടതുപോലെയല്ല, 18 ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിടുതൽ. ചുമ്മാ ഊളത്തരം പറയരുതേ. ഇന്ന് വരെ അതാണോ പറഞ്ഞേ? കർത്താവ് പറഞ്ഞു എൻ്റെ വരവ് അടുക്കും തോറും അന്നാളിൽ അവർ നിങ്ങളെ പള്ളികളിൽ കയറി തല്ലും, ഉപദ്രവിക്കും, കൊല്ലും, നാടുവാഴുടെ മുമ്പിൽ ഏൽപ്പിക്കും. സംഭവിക്കണ്ടേ? ഗ്ലോബ് തിരിക്കുന്നത് പോലെ. ചുമ്മാ വല്ല തൊഴിലുറപ്പിനൊക്കെ പോകേണ്ടവനൊക്കെ പുസ്തകം എടുത്തുകൊണ്ടിറങ്ങി മനുഷ്യനെ പറ്റിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, പുസ്തകത്തിന് തെളിവി പറയുന്നു, 2018 ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത മിറക്കിളൊന്നുമല്ല. ചിലപ്പോൾ കഴുത്തെ കത്തി വെച്ചോട്ടെ, ആമേൻ, ജീവൻ വേണമെങ്കിൽ യേശുവിനെ തള്ളിപ്പറച്ച് ഓടിക്കുമെന്ന് പറയുന്ന ദിവസം വരാൻ പോവുക. ആമേൻ, കഴുത്തറുത്ത് താഴെ ഇട്ടാലും ഈ പുസ്തകം വിട്ടൊരു കളിക്ക്, ദൈവവചനം വിട്ടൊരു കളിക്ക്, ഈ ദൈവത്തെ വിട്ട് ഞാൻ പോകത്തില്ലെന്ന് പ്രാണൻ കളഞ്ഞാലും ഈ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദൈവജനത്തെ ഒരുക്ക. അതാണ് അന്ത്യകാല ശുശ്രൂഷ. ആമേൻ. ജനത്തെ പറ്റിച്ച് ചുമ്മാ സഞ്ചിക്ക് തൂക്കം കിട്ടുന്നതല്ല. ആമേൻ. സ്തോത്രം. പറ്റിപ്പാച്ചാ നടക്കുന്ന വിഷമം ഉണ്ടോണ്ടാ പറയുന്നത്. ടി വിക്കകത്തൂടെ വന്നിട്ട് പറയാണ്, നിങ്ങളുടെ സാമ്പത്തികത്തിന്റെ കെട്ടഴിയാണ്, പേഴ്സലും ബാഗയിലും കൈവച്ചോ. പെണ്ണുങ്ങൾ കീറിക്കളഞ്ഞ പേഴ്സും കൂടെ എടുത്ത് മേശപ്പുറത്ത് കൊണ്ട് വെക്കുക. ഒരു ബോധവുമില്ല. ഉള്ളയില്ലയോ വെച്ചാ എന്നിട്ട് പൊത്തിപ്പിടിക്കും. ഉടനെ പറയാണ്, ഇപ്പൊ അഴിയും സാമ്പത്തികത്തിന്റെ കെട്ട്, ഇപ്പൊ അഴിയും ഡിങ്കൻ അഴിക്കുന്ന പോലെ അഴിച്ചു. അഴിച്ചിട്ട് അടുത്ത വാക്ക്, അതാ രസം. അടുത്ത വാക്ക്, പ്രിയരെ, നിങ്ങളുടെ സാമ്പത്തികത്തിന്റെ കെട്ടെല്ലാം അഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ആഴ്ച ഞങ്ങളുടെ TV പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന അക്കൗണ്ടിൽ അയക്കണമെന്ന്. എന്തിന്? യോമാര് പേഴ്സലും ബാഗലും കൈവച്ചാൽ പണം വരത്തില്ലേ? പിന്നെ എന്തിനാ താഴെ കാണുന്ന അയക്കുന്നത്? ഇതൊന്നും അറിയാതെ കുറെ വട്ടത്തരവേ. പിണങ്ങി തുടങ്ങി. ചിലർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ, ആത്മാവ് മാറല്ലേ എന്ന്. ആത്മാവ് ഒന്നും മാറിയിട്ടില്ല. ഇതൊക്കെ പുസ്തകത്തെ എഴുതി വച്ചിട്ടുള്ള കാര്യം പരിശുദ്ധാത്മാവിലല്ലേ എഴുതിയത്. അന്ത്യകാലത്ത് കള്ളപ്രവാചകന്മാർ വരുമെന്നും ഇതാ ക്രിസ്തു ഇവിടെ അവിടെ, അതൊന്നും ഭൂതമല്ലല്ലോ എഴുതി വെച്ചേ. അതന്നെ ഞാനും പറഞ്ഞോളൂ. മടങ്ങി വരാം. അപ്പൊ ശ്രദ്ധിക്കുക. ആമേൻ. അവർ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പൊ ഇറങ്ങിയതുകൊണ്ട് കയറിയതുകൊണ്ട്. അപ്പൊ അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. ആ വെള്ളത്തിൽ ഇറങ്ങിയാണ് സ്നാന ശുശ്രൂഷ നടന്നത് വേദപുസ്തകത്തിൽ. ഇനി തിരിച്ചു വരാം യോഹന്നാനിലേക്ക്. അത് പറഞ്ഞ് വായിച്ച് അവസാനിപ്പിക്കാം. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. താഴോട്ട്. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. ആളുകൾ വന്ന് സ്നാനമേറ്റു. അന്ന് യോഹന്നാനെ തടവിലാക്കിയിരുന്നില്ല. നമുക്കറിയാം, തടവിലാക്കി അവിടെ ഇരുന്ന് മുക്കത്തില്ലല്ലോ. വായിച്ചു. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെ കുറിച്ച് ഒരു വാദമുണ്ടായി. അവർ യോഹന്നാന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, ഗുരുവേ, യോർദാനക്കര നിന്നോടുകൂടെ ഇരുന്നവൻ, യോർദാനക്കര നിന്റെ കൂടെ ഇരുന്നവൻ അതാരാ? നീ സാക്ഷി. നിക്ക്. യോർദാനക്കര യോഹന്നാന്റെ കൂടെ ഇരുന്നതാരാ? യേശു. തെളിവ് വേണോ? അടുത്ത വാക്ക്, നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ. നീ സാക്ഷീകരിച്ചവൻ തന്നെ. യോഹന്നാൻ സാക്ഷീകരിച്ചതാരെയാ? എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ലെന്ന് യോഹന്നാൻ സാക്ഷീകരിച്ചത് ആരെ?
ആരെ? യേശുവിനെ. ആ യേശു തന്നെ ഇതാ 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 സ്നാനം കഴിപ്പിക്കുന്നു. എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു. കണ്ടോ? അപ്പൊ യേശു തന്നെ എന്ത് ചെയ്യുന്നു? സ്നാനം കഴിപ്പിക്കുന്നു. ഇത് അച്ചായൻ കണ്ടില്ല, അച്ചായൻ രണ്ടും കൊണ്ട് നടക്കുകയാണ്. പടല് തിരിയണ്ട, ഇങ്ങോട്ടാ യോഗം നടക്കുന്നത്. ഇങ്ങോട്ട് നോക്ക്, ശ്രദ്ധിക്കുക. ഇതാ എല്ലാവരും അവന്റെ അടുക്കൽ പോകുന്നു, അവൻ അവിടെ സ്നാനം കഴിപ്പിക്കുന്നു. കേൾക്കുന്നുണ്ടോ? യേശു. ഇനി 4-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് ഓടി വരാം. വായിച്ചോ. 4:1. 4:1. യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാർ കേട്ടു. അപ്പൊ ശ്രദ്ധിക്കുക, ഇപ്പൊ യോഹന്നാനേക്കാളും അധികം പേരെ ആര് സ്നാനം കഴിപ്പിക്കുന്നു? യേശു. യേശു. ഇതും അച്ചായം കണ്ടില്ല, രണ്ടും കൊണ്ട് നടക്കുക. താഴോട്ട് വായിച്ചോ. പരീശന്മാർ കേട്ടു എന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ ശിഷ്യന്മാർ അല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ലതാനും. ശ്രദ്ധിക്കുക, ഇപ്പൊ യോഹന്നാനേക്കാളും അധികം പേരെ യേശു സ്നാനം കഴിപ്പിക്കുന്നു എന്ന് ആര് കേട്ടു? പറ. പരീശന്മാർ കേട്ടു. ഇതാരറിഞ്ഞു? അടുത്ത വാക്ക്. പരീശന്മാർ. ശിഷ്യന്മാരല്ല, കർത്താവ് അറിഞ്ഞപ്പോൾ. അതിന് മുമ്പത്തെ വാക്യം കൊടുത്തു. പരീശന്മാർ കേട്ടു എന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ. തുടർച്ചയായ പദമാ. പരീശന്മാർ കേട്ടു എന്ന് കർത്താവ് അറിഞ്ഞു. ഇവിടെ സ്നാനം നടക്കുന്ന കാര്യം, യോഹന്നാനേക്കാളും അധികം പേരെ ഞാൻ സ്നാനം കഴിപ്പിക്കുന്ന കാര്യം പരീശന്മാരുടെ കാതിലെത്തിയിട്ടുണ്ടെന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ലതാനും. എപ്പോ? പരീശന്മാരുടെ കാതിൽ വിവരം എത്തിയെന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ പിന്നെ കർത്താവ് ആരെ എന്ത് ചെയ്തില്ല? സ്നാനപ്പെടുത്തിയില്ല. അതിന്റെ കാരണം അറിയണ്ടേ? തൊട്ടടുത്ത വാക്യം. അവൻ യഹൂദ്യദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി. മതി, പുസ്തകം അടച്ചു. ആൾ അവിടുന്ന് പോവുക. പിന്നെ എങ്ങനെ മുക്കുന്നത്? മനസ്സിലായില്ല. കണ്ണും തെള്ളിയിരിക്കുക. ഇങ്ങോട്ട് നോക്ക്, വേഗം നോക്ക്. ജിജി പാസ്റ്റർ പത്തനംതിട്ട സ്നാനം കഴിപ്പിക്കുന്നു, ഷമീർ പന്തളത്ത് സ്നാനം കഴിപ്പിക്കുന്നു. അവിടെ യേശു യോഹന്നാനും, ഇവിടെ ജിജിയും ഷമീറും. മനസ്സിലാക്കാൻ വേണ്ടിയ. പത്തനംതിട്ടയിൽ ജിജി സ്നാനം കഴിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ പേര് ഷമീർ പന്തളത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് ആര് കേട്ടു? അവിടെ പരീശന്മാർ, ഇവിടുത്തെ മുസ്ലിങ്ങൾ കേട്ടു. നല്ല, എനിക്ക് കുഴപ്പമുള്ളൂ. ഇതാരറിഞ്ഞു? അവിടെ യേശു. ഇവിടെ ഷമീർ അറിഞ്ഞപ്പോൾ പിന്നെയും അവിടെ നിന്ന് മുക്കി തല്ലു മേടിക്കാതെ പാഷന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാനങ്ങ് കൊല്ലത്ത് പോയി. ഇപ്പോഴാ പിടി കിട്ടിയേ. ചിരിക്കുന്ന ചിരി കണ്ടു. അത്രേ ഉള്ളു കാര്യം. അപ്പൊ നിങ്ങൾ ചോദിക്കും, അതെന്തോ ഭാഷ ഈ തല്ലു മേടിക്കാന്ന് പറയും. അവന്റെ നാഴിക അതുവരെ വന്നിട്ടില്ലായിരുന്നു. പലവട്ടം അവരവനെ പിടിക്കാൻ നോക്കി, തള്ളിയിടാൻ നോക്കി, കല്ലെറിയാൻ നോക്കി. അവനോ അവരുടെ ഇടയിൽ നിന്ന് മാഞ്ഞുപോയി, മറഞ്ഞുപോയി, പുറപ്പെട്ടു പോയി. എന്നാൽ ഗത്ശമനയുടെ തോട്ടത്തിൽ പന്തവും വാളും വടിയുമായി വരുന്ന പടയാളി സംഘത്തെ മുന്നിൽ കണ്ടുകൊണ്ട് യേശു പറഞ്ഞു, നാഴിക വന്നിരിക്കുന്നു, മനുഷ്യപുത്രൻ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. അർത്ഥാൽ നീ സ്നാനപ്പെട്ടേ തീരൂ. വകുപ്പൊന്നുമില്ല. ആമേൻ, ആമേൻ. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇത് പറയാനാ കർത്താവ് ഏൽപ്പിച്ചു. ഇന്ന് പലരുടെയും പ്രശ്നം, ഇത് കറ തീർത്ത് എന്ത് ചെയ്യത്തില്ല, പറയത്തില്ല. ചില പറയൂ പാസ്റ്ററെ പറഞ്ഞാൽ അവർക്ക് ചിലപ്പം വിഷമം. പിന്നെ അവർ അടുത്ത ആഴ്ച വന്നില്ലല്ലോ. വന്നില്ലേ സഞ്ചിക്ക് തൂക്കം കുറയും, അതാ വിഷമം. അടുത്ത ആഴ്ച വന്നില്ലെങ്കിലും ഒന്ന് ചിന്തിക്കുന്നതിന് പകരം നാളെ അവർ മരിച്ചാലോ ഒന്ന് ചിന്തിക്കേ. അവരുടെ രക്തത്തിന്റെ കണക്ക് നീ ദൈവസന്നിധി കൊടുക്കണം. അതുകൊണ്ട് ഒറ്റ പ്രാവശ്യമെങ്കിലും നീ കാര്യം പറയണം. അത് അവർക്ക് ഇഷ്ടപ്പെടാനും നമ്മുടെ വിഷയമല്ലത്. അതുകൊണ്ട് എന്നോട് ചിലർ പറയും, പാസ്റ്ററെ അവസാനം ഒന്ന് കൈ പൊക്കി ആർക്കെങ്കിലും ഞാൻ ആരെയും കൈയും കാലും ഒന്നും പൊക്കിക്കത്തില്ല, നിനക്ക് വേണേ ഗുണപ്പെടും. എനിക്കെന്ത്? എന്നോട് കർത്താവ് പറയാൻ പറഞ്ഞു, കാര്യം കറ തീർത്ത് പറഞ്ഞു. പണ്ട് ആശാരി പറഞ്ഞ പോലെ കേട്ടച്ച് പോയി തൊലയടാ എന്നാ പുള്ളി പറയുന്നത്. നീ കേട്ടില്ല അറിഞ്ഞില്ലെന്നൊന്നും ആരും. അത്രേ ഉള്ളൂ. കാര്യം കറ തീർത്ത കുഞ്ഞെ. നിത്യത വേണോ? ദൈവകൽപ്പന അനുസരിക്കണം. ഈ അന്ത്യകൽപ്പന ശിഷ്യന്മാർക്ക് കൊടുത്തു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിക്കകത്ത് പോകുമെന്ന അന്ത്യകൽപ്പന ശിഷ്യഗണത്തിന് കൈമാറിയിട്ട് സ്വർഗാരോഹണം ചെയ്യുന്ന യേശുവിനെ നോക്കി നിൽക്കുകയാണ് ശിഷ്യഗണം. ആ നോക്കി നിൽക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൂതസംഘം ഇറങ്ങി വന്ന് പറഞ്ഞ വാക്കാണ് വായിപ്പിച്ച കുറിവാക്യം. അവിടേക്ക് തിരിച്ചെത്തുകയാണ്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. രാത്രി മല്ലശ്ശേരിയെ യേശു വരാൻ പോവുകയാണ്. തന്റെ വരവിനെ കുറിച്ച് ശിഷ്യന്മാർ ചോദിക്കുന്നു, നാഥ ഞങ്ങൾ കടയാളം പറഞ്ഞതാ. യേശു പറഞ്ഞു, എന്റെ വരവെടുക്കുമ്പോൾ ക്ഷാമം, ഭൂകമ്പം അവിടെ ഇവിടങ്ങളിൽ ഉണ്ടാകും. ഉണ്ടാകുന്നുണ്ടോ?
ഉണ്ട്. യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ നിങ്ങൾ കേൾക്കും. ഇപ്പൊ കേൾക്കുന്നില്ലേ? കൊറിയക്കാരന് ഇതാ കിങ് ചുങ് കുങ്ങോ എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ പൊട്ടിക്കും, പിന്നെ പൊട്ടിക്കും, ഇപ്പൊ പൊട്ടിക്കും, ആണവായുധം പോലെ. അതെല്ലാം കേൾക്കുമ്പോൾ ചിലർ പറയും, അയ്യോ പൊട്ടാൻ പോവുകയാടി, വല്ലതൊക്കെ തിന്നോന്ന്. ഇപ്പോഴെങ്കും പൊട്ടത്തില്ലെന്ന് നമുക്കറിയാം, പുസ്തകം അറിയാവുന്നുണ്ട്. എന്നാൽ യുദ്ധശ്രുതികൾ നിങ്ങൾ കേൾക്കും. അത് അവസാനമല്ല. ജാതി ജാതിയോടടിക്കും. അടിക്കുന്നില്ലേ? ഒരേ ജാതിപ്പെട്ടവൻ അടുത്ത പാർട്ടിക്ക്, അതേ ജാതിപ്പെട്ടവനെ പാർട്ടിക്ക് വേണ്ടി കൊല്ലുന്നു, അല്ലാതെ കൊല്ലുന്നു. രാജ്യം രാജ്യത്തോടടുക്കും. അടുക്കുന്നില്ലേ? ഒരു മിനിറ്റ്. യേശു പറഞ്ഞു, എന്റെ വരവെടുക്കുമ്പോൾ അമ്മയപ്പന്മാർ എഴുന്നേറ്റ് മക്കളെ കൊല്ലിക്കും. അയ്യോ, അന്നത്തെ അമ്മമാർക്ക് വേണേ കൊടി പിടിക്കായിരുന്നു. യേശു നീതി പാലിക്കുക. ഞങ്ങൾ പ്രസവിച്ച കൊച്ചുങ്ങളെ കൊല്ലുമെന്ന് പറയുന്നു. എന്നാൽ ഇന്ന് കുറെ അമ്മമാർ ഇപ്പോൾ ചോദിക്കട്ടെ, പ്രസവിച്ച ഒരമ്മയും തന്റെ മക്കളെ കൊല്ലത്തില്ലെന്ന് പറയാൻ തൻ്റെ ഇടമുള്ളവരെ ഒരമ്മ ഇതിനകത്തുണ്ട്? എഴുന്നേറ്റ് നിൽക്കുക. ആരും എഴുന്നേക്കത്തില്ല. കാരണം പ്രസവിച്ച ചോരക്കുഞ്ഞിനെ വാഷിംഗ് മെഷീനിലിട്ട് കൊന്നു കളഞ്ഞ അമ്മ കൊച്ചു കേരളത്തിൽ, അലമാരക്കകത്ത് പൂട്ടിവെച്ച് കൊന്നമ്മ കൊച്ചു കേരളത്തിൽ, യൂറോപ്യൻ ക്ലോസറ്റിൽ തല തിരികെ കയറ്റി കൊന്ന അമ്മ കൊച്ചു കേരളത്തിൽ അല്ലേ? ആമേൻ. പിന്നെ മക്കൾ അമ്മയപ്പന്മാരെ കൊല്ലിക്കും. പറയണോ? വേണ്ട. തിരുവനന്തപുരത്ത് അപ്പന്റെ അമ്മയുടെയും കഴുത്തറുത്ത് കൊന്ന കേടൽ ഉൾപ്പെടെ എത്ര മക്കൾ. പണ്ടൊക്കെ അപ്പന്മാര് കയറ്റി കടന്ന് വരുമ്പോ തൊണ്ട കൊണ്ടൊരു ശബ്ദം അല്ലേ സൈമൺ ചാ? പിള്ളേർ ഉടനെ ഈ അച്ഛൻ വരുന്നടി ഓടിപാടി എന്നൊക്കെ പറഞ്ഞ് പാട്ട് പുസ്തകവും മറ്റേ സ്കൂളിൽ പഠിക്കുന്ന പാട്ടും പദ്യമൊക്കെ എടുത്ത് തുറന്നങ്ങോട്ട് വെച്ചട്ടെ. ജനൽ തുറന്നിട്ട് പപ്പ കേക്ക് 2ാം ക്ലാസ്സിലെ പദ്യമൊക്കെ എടുത്ത്, പൂവിൽ തുള്ളും പൂമ്പൊടി പോലെ പൂന്തേനുണ്ട് കഴിഞ്ഞു 2ാം ക്ലാസ്സിലെ പദ്യമൊക്കെ എടുത്തങ്ങോട്ട് വായിക്കും. ഒരു കാലം. ആ കാലമൊക്കെ പോയി. ഇന്ന് പിള്ളേരൊരു ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ഗേറ്റ് കടന്നിങ്ങനെ വിറച്ച് വരുന്നത് ഇവൻ. കൊലവേറി. ഇത് കേൾക്കുമ്പോൾ അപ്പനും അമ്മയും ചുരുണ്ടുകൂടി ബെഡ്റൂമിൽ കയറിക്കോണം. അതാണ് കാലം. ഇപ്പൊ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്തൂടെ യാത്ര ചെയ്തപ്പം ഒത്തിരി നാളായി ഒരു വീട്ടിൽ ഒന്ന് കയറാൻ എന്താ അന്വേഷിക്കും. ഒന്നങ്ങോട്ട് കയറിയപ്പോൾ അതാണ്ട് ഏതാ ഈ പ്രായത്തിലുള്ള ഒരു ചെറുക്കൻ അപ്പനോട് പറയാണ്, കളവാ ചവിട്ടി കാറ്റി കളയും കാട്ടാന്ന്. അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ മര്യാദയ്ക്ക് മൂലെല്ലാം കാണാൻ കിടന്നോണം, ചവിട്ടി കാറ്റി കളയും കാട്ടാന്ന്. ഇത് കേട്ടപ്പോൾ എനിക്ക് ഒന്ന് വേഗം ഇവിടുന്ന് അങ്ങ് പോവല്ല, അവൻ എന്നെയും ചവിട്ടി കാറ്റി കളയും. ഓടിത്തള്ളുകയായിരുന്നു. വല്ലാത്തൊരു കാലം. കർത്താവ് വരാറായി. ഇതൊക്കെ സംഭവിച്ചിട്ടും എന്താ പാസ്റ്ററേ യേശു വരാത്തെ? ഒരൊറ്റ കാര്യം കൂടെ, മല്ലശ്ശേരി കേട്ടോ, ഒരൊറ്റ കാര്യം കൂടെ. എന്താ? യേശു പറഞ്ഞു, ഈ സുവിശേഷം ഭൂലോകമൊക്കെയും പ്രസംഗിക്കപ്പെടണം. അന്നൊക്കെ ഇത് വായിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. പിന്നെ ഈ സുവിശേഷം ലോകം മൊത്തം പ്രസംഗിക്കപ്പെട്ടിട്ട് യേശു വരാനാണെങ്കിൽ വന്നത് തന്നെ എന്ന് അന്ന് അത്ഭുതപ്പെട്ടു. ഇന്ന് അത്ഭുതമില്ല. അവൻ വരും. കാരണം എന്താ? ഇന്ന് എവിടെ തിരിഞ്ഞാലും സുവിശേഷമല്ലേ. സുവിശേഷ യോഗത്തിന്റെ നോട്ടീസ് ഇല്ലാത്ത ഒറ്റ മതലിപ്പോ പത്തനംതിട്ടയിലുണ്ടോ? സൂര്യ TV തുറന്ന അതിനകത്ത് സുവിശേഷം, ഏഷ്യാനെറ്റ് തുറന്നപ്പോ അതിനകത്ത്, ജീവൻ TV അതിനകത്ത്, ജയ്ഹിന്ദി പോയി അതിനകത്തും ഉണ്ട്. തലപെരുത്തു ഫേസ്ബുക്കിൽ കയറി അതിനകത്തും സുവിശേഷം, യൂട്യൂബിൽ കയറി അതിനകത്തും സുവിശേഷം, വാട്സാപ്പിൽ കയറി അതിനകത്തും സുവിശേഷം. ഇനി ഒരാപ്പും ബാക്കിയില്ല, എല്ലായിടത്തും സുവിശേഷം. ആദിവാസികളുടെ ഇടയിൽ പോലും തന്റെ അഭിഷിക്തന്മാരെ അയച്ച് ഈ സുവിശേഷത്തിന്റെ സന്ദേശം സ്വർഗം എത്തിച്ചെങ്കിൽ മല്ലശ്ശേരി ദേശമേ ഇനി ഒരു അടയാളത്തിനായി കാത്തിരിക്കാനില്ല. കാഹളം മുടങ്ങാൻ പോവുകയാണ്. യേശു വരാൻ പോവുകയാണ്. നാളെയാണ് അത് ലോട്ടറി. ഇതാകുന്നു രക്ഷാദിവസം. ഇതാകുന്നു സുപ്രസാദകാലം. രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ട് ആത്മനിറവ് പ്രാപിച്ച് അവൻ പാപത്തോട് ടാറ്റ പറഞ്ഞ് വിശുദ്ധിയും വേർപാടും പാലിച്ച് കാഹളനാദത്തിനായി കാത്തിരിക്കുന്ന തന്റെ മക്കളെ ചേർക്കുവാൻ യേശു വരികയാണ്.